പറയുന്നത് ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ്. ഇബ്നു അബ്ബാസ് മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇബ്നു അബ്ബാസ് ഒക്കെ മരിച്ച 10, 500, 600 വർഷങ്ങൾക്ക് ശേഷമാണ് ആ തഫ്സീറൊക്കെ ഇവർ എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ ഒരു തഫ്സീർ അദ്ദേഹം എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഇവർ ഇബ്നു അബ്ബാസിന്റെ പേരിൽ ആരോപിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങ് അംഗീകരിക്കുന്നത് മാത്രം. അതല്ലാതെ പിന്നെ ഇബ്നു കസീറിന്റെ തഫ്സീറുണ്ട്. അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും തഫ്സീർ ചെയ്തു. നമ്മുടെ മലയാളത്തിൽ അമാനി മൗലവി എന്ന് പറയുന്ന മൗലവിയുടെ തഫ്സീറുണ്ട്. അങ്ങനെ ഖുർആൻ വ്യാഖ്യാനമാണ് തഫ്സീർ. ഇതൊക്കെയാണ് ഇവരുടെ ഗ്രന്ഥങ്ങളും സംഭവങ്ങളും ഒരു ചുരുക്കത്തിൽ. താങ്ക് യു ബ്രദർ. നാരായണൻ കേൾക്കാമോ? കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാണ്ടോ? കേൾക്കാം. ചോദിച്ചു. എനിക്ക് ഒരു ചോദ്യം, ഞാൻ ചോദിക്കാൻ പോണ കാര്യത്തിൽ കുറേയൊക്കെ PG സാറ് ആൻസർ പറഞ്ഞു. ആ മാധ്യമങ്ങളുടെ ഇതിനെ എന്താ പറയുക, അവരുടെ നിലപാടിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ മാതൃഭൂമി അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ വേറെ നാരായണൻ സൗണ്ട് തീരെ ഫെയിന്റ് ആണ്, ഒന്നും കൂടി ഉറക്കെ ചോദിക്കാമോ? ഓ ശരി ശരി ശരി. ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് ചോദിച്ചോ. മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ. മാതൃഭൂമി അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ ഒക്കെ ഇത് പല ബിഷപ്പിന്റെ ഇതിന്റെ എഗൻസ്റ്റ് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ മനോരമ പേപ്പർ അല്ലെങ്കിൽ ചാനല് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു? സാധാരണ ക്രിസ്തീയ വിഷയങ്ങളിൽ എപ്പോഴും സഭയോടും ഒക്കെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ചാനലും പബ്ലിക്കേഷനുമാണ് മനോരമ. അവര് പോലും എന്തുകൊണ്ട് ഇതിന്റെ എഗൻസ്റ്റ് പോയി? അത് വെറും ഒരു അർബൻ നെക്സലിന്റെ ഇതിൽ മാത്രമായിട്ട് നമുക്കത് ഇന്റർപ്രറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ? അതോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? അതിൽ കച്ചവട താല്പര്യങ്ങളല്ലേ കൂടുതൽ നിൽക്കുന്നതാണ് എൻ്റെ സംശയം. അതിന് ഒന്ന് ആരെങ്കിലും ഉത്തരം പറയുമോ? ഓക്കെ, ഉത്തരം പറയാം. അതിന് മുന്നേ ഒരു ചെറിയ ടൈം സ്ലിപ്പ് വന്നിട്ടുണ്ട്. അവസാനത്തെ സൂറത്ത് നാസാണ്. സൂറത്ത് യാസീൻ എന്നാണ് ഞാൻ പറഞ്ഞു തോന്നുന്നത്. ടൈം സ്ലിപ്പ് ഒന്നാണ്. സൂറത്ത് നാസാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് വരും. എന്തുകൊണ്ട് മനോരമ മാറി പറയുന്നു? നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചോറ് ഇങ്ങും കൂറങ്ങും എന്ന്. അത് തെറ്റായ ഒരു നടപടിയാണ്. എപ്പോഴും ചോറുള്ളിടത്ത് വേണം കൂറ് വരാൻ. ആ തരത്തിലുള്ള ഒരു ശരിയായ നടപടിയാണ് മനോരമ ചെയ്യുന്നത്. ചോറ് എവിടെയാണോ അവിടെ അവർ കൂറ് കാണിക്കുന്നു. എല്ലാ പത്രങ്ങളുടെയും പ്രമുഖ ബിസിനസ്, അതായത് അവരുടെ വരുമാനം ഈ പത്രം വിറ്റ് കിട്ടുന്ന 2 രൂപ 60 പൈസ അല്ല. അവരുടെ വരുമാനം എന്ന് പറയുന്നത് പരസ്യ വരുമാനമാണ്. പത്രമാണെങ്കിലും ചാനലാണെങ്കിലും അവരുടെ വരുമാനം പരസ്യ വരുമാനമാണ്. ഈ പരസ്യ വരുമാനം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം, ബിസിനസ് കോർപ്പറേറ്റുകളെല്ലാം മുസ്ലിങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്ത് ബേസ്ഡ് ആയിട്ടുള്ളവയാണ്. അതായത് മുസ്ലിങ്ങളോട് സഹവർത്തത്തിൽ കഴിയാൻ നിർബന്ധിക്കപ്പെടുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ള ഭൂരിഭാഗം. ഇപ്പൊ കേരളത്തിൽ ഹിന്ദു ബിസിനസ്സുകാരുണ്ട്. ഇപ്പൊ രവി പിള്ളയുടെ പ്രശ്നം എന്താ? പുള്ളിക്കാരന്റെ മെയിൻ ബിസിനസ് എല്ലാം ഗൾഫ് രാജ്യങ്ങളിലാണ്. അപ്പൊ മുസ്ലിങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയണ കേൾക്കാനേ പുള്ളിക്ക് പറ്റത്തുള്ളൂ. എന്താ യൂസഫ് അലി, അതുപോലുള്ള ഏതൊക്കെ ബിസിനസ്സുകാരുണ്ടോ അതെല്ലാം കേരളത്തിൽ ഒന്നുകിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ബേസ്ഡ് ആയിട്ട് ബിസിനസ് നടത്തുന്നവർ. അവരുടെയാണ് കേരളത്തിലെ പരസ്യ വരുമാനത്തിന്റെ 90%. മലബാർ ഗോൾഡ് അടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത്തരത്തിൽ പരസ്യ വരുമാനം കുറഞ്ഞാൽ ഇവരുടെ കച്ചവടം പൂട്ടും. അപ്പൊ കച്ചവടം നിലനിർത്തണമെങ്കിൽ പരസ്യം കിട്ടണം. പരസ്യം കിട്ടണമെങ്കിൽ പരസ്യ ദാതാക്കൾ പറയുന്നത് കേൾക്കണം. ഇവിടെ മാത്രമല്ല, ലോകത്തിലെ ഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. അത് മാത്രമേ ചോറ് ഉള്ളിടത്ത് കൂറ് കാണിച്ചു എന്നൊരു തെറ്റ് മാത്രമാണ് മനോരമ ചെയ്തിരിക്കുന്നത്. അപ്പൊ പരസ്യ വരുമാനത്തിന് വേണ്ടിയുള്ള ഗിമ്മിക്കുകളാണ് നമ്മൾ ഈ കാണുന്ന കളികൾ. കേൾക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ബാലുവിന് ഇപ്പോൾ ചോദിക്കണ്ടെന്ന് മെസ്സേജ് അയച്ചിരുന്നു. അടുത്ത ആളിലേക്ക് പോവാണ്. കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് സെബാസ്റ്റ്യൻ ബ്രദർ, ഒരു ചാൻസ്. എനിക്കൊരു 2 ചോദ്യമാണ് താങ്കളുള്ളത്, പെട്ടെന്ന് ചോദിക്കാം. ഒന്നാമത്തേത്, ഇപ്പോ ഇവിടെ നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി, അത് ഫോർ എക്സാമ്പിൾ മുജാഹിദ് ബാലുശ്ശേരി പണ്ട് പറഞ്ഞ 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് അജ്മൽ കസബിന് വേണ്ടി നമാസ് നടത്തി, പിന്നെ ആളുകൾ സിറിയയിലോട്ട് പോയി, ഇങ്ങനെയുള്ള പല പല ഇവന്റ്സിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അല്ല ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി എന്നുള്ളത് ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത്, ഇപ്പം അന്യമതത്തിലുള്ള ഒരാളെ അവരുടെ സ്വന്തം മതത്തിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രതിഫല സ്വർഗം അങ്ങനെ എന്തെങ്കിലും ഒരു പറയുന്നുണ്ടോ?
ബ്രദറെ, ഇവരുടെ വിശ്വാസപ്രകാരം അന്യമതസ്ഥരെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റിയാൽ ഇവർക്ക് പ്രതിഫലമുണ്ട്. അത് പല ഹദീസുകളിനകത്തും പറയുന്ന കാര്യമാണ്. അവർക്ക് ഇസ്ലാം മതം ഒരാൾ സ്വീകരിച്ചാൽ അത് കാരണക്കാരാവുന്നവർക്ക് എന്തായാലും പ്രതിഫലമുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ വിഷയം. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇവരെ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെയാണ് ഇവരെ സംബന്ധിച്ച് യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധത്തിന്റെ കാലാവധി മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാണ്. ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വന്ന ഒരൊറ്റ ഖലീഫയുടെ കീഴിൽ ലോകം മുഴുവൻ ഭരിക്കപ്പെടുന്നു. ഇതാണ് ഇവരുടെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വരണമെങ്കിൽ പല പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ എണ്ണ കണ്ടുപിടിച്ച ചില മുസ്ലിം രാജ്യങ്ങളല്ലാതെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പൊളിറ്റിക്കൽ പവർ ലോകത്തില്ല. അപ്പൊ ഇപ്പൊ യൂറോപ്പ്, അമേരിക്ക, റഷ്യ, ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ പവർ. അപ്പൊ ഇത്തരം പൊളിറ്റിക്കൽ പവറുള്ള രാജ്യത്ത് ഇവരുടെ മതം ശരിക്കും പറഞ്ഞാൽ അപ്രസക്തമാണ്. ക്രൈസ്തവ രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെയാണ്, ചൈന അടക്കമുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രങ്ങൾ. അപ്പൊ ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇത്തരം രാജ്യങ്ങളിലേക്ക് ഇവർക്ക് ഇസ്ലാം മതം വ്യാപിപ്പിക്കണമെങ്കിൽ ഇവര് ഏതെങ്കിലും തരത്തില് മൊത്തം ലോകം മുഴുവൻ ഇസ്ലാമികമാക്കേണ്ടതാണ് ഇവരുടെ എയിം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഇവര് അതിനുള്ള സ്ട്രഗിൾ ആണ് ജിഹാദ് എന്ന് പറയുന്നത്. അതിനുള്ള പോരാട്ടമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പൊ അത് യുദ്ധമാവാം, അല്ലെ മറ്റേ ഏത് രീതിയിൽ, ശരീരം കൊണ്ടാവാം, അങ്ങനെ ഏത് രീതിയിലും ഇവര് ജിഹാദ് ചെയ്യും. അതിനു വേണ്ടിയുള്ള കുറെ തന്ത്രങ്ങളുണ്ട്. അതിലൊന്നാണ് ഇരവാദം എന്ന് പറയുന്നത്. അതായത് മുസ്ലിങ്ങൾ തന്നെ തമ്മിൽ തല്ലും, എന്നിട്ട് കുറെ കൂട്ടർ, ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ കണ്ടില്ലേ, ഇത് RSSകാരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ്. അഫ്ഗാനിസ്ഥാൻ അല്ല, മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം. അല്ലാതെ ആകെ ഉണ്ടാകുന്ന അമേരിക്കക്കാരെ അവിടെ നിട്ടേച്ചും പോയപ്പോഴാണോ പ്രശ്നം ഉണ്ടായത്. അതായത് ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം പോലും അല്ല, മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുന്നതാണ് ഈ പറയുന്ന ഈ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? കുറെ ആളുകൾ അഭയാർത്ഥികളാകും. ഈ അഭയാർത്ഥികൾ എന്ത് പറ്റും? മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് ഒരിക്കലും അഭയാർത്ഥികൾ പോവാറില്ല. അഭയാർത്ഥികൾക്ക് ശരിയത്തുള്ള രാജ്യങ്ങളിലേക്ക്, ഇസ്ലാമിക നിയമപ്രകാരം ഭരിക്കുന്ന ഉമ്മത്തിന്റെ രാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ ദാറുൽ ഇസ്ലാമിലേക്ക് ഇവന്മാർക്ക് ആർക്കും പോകണ്ട. ഇവർക്കെല്ലാം എങ്ങോട്ട് പോകണം? ദാറുൽ കുഫറായ, അല്ലെ ദാറുൽ ഹർബായ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ രാജ്യത്തേക്കാണ് ഇവർക്ക് പോകാൻ. അതേ മതി അവർക്ക്. അമേരിക്കക്ക് പോയാൽ മതി, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വന്നാൽ മതി. എന്താ കാര്യം? ഈ ശരിയത്ത് നിയമം അനുസരിച്ച് ശരിയത്ത് വേണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ എന്തിനാണ് ശരിയത്തില്ലാത്ത രാജ്യത്തിലേക്ക് പോകുന്നത്? സൗദിയിലേക്ക് പോക്കൂടെ? ഞമ്മന്റെ ആള് അങ്ങോട്ട് പോകില്ല, ദുബായിലേക്ക് പോക്കൂടെ? നമ്മുടെ മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ അവിടെ വിസ കൊടുക്കും, പക്ഷെ ഈ മുസ്ലിം അഭയാർത്ഥികൾക്ക് നമ്മൾ വിസ കൊടുക്കില്ല. കുവൈറ്റിലെ പോകൂടെ? ആ പരിസരത്ത് കേട്ടില്ല. എന്തിന്? ഈ ഭീകരവാദത്തെ ഓപ്പറേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഖത്തറിലേക്ക് പോക്കൂടെ? അവിടെ നേതാക്കന്മാരെ വേണേ 1 2 വരെ പിക്ക് ചെയ്തെടുത്തുണ്ടോ അവിടെ താമസിപ്പിക്കുക. അതല്ലാതെ അഭയാർത്ഥികൾ അവിടെ കയറ്റത്തില്ല. ഇവരെല്ലാം എങ്ങോട്ട് വിടും? തുർക്കിയിലേക്ക് വിടുവോ? അവരും സമ്മതിക്കില്ല. എല്ലാവരും കൂടെ കയറ്റി യൂറോപ്പിലേക്ക് വിടും. എന്നാ പിന്നെ ഇവർക്ക് അങ്ങ് എടുത്തുകൂടെ? അത് പറ്റില്ല. എന്തുകൊണ്ടാ? ഈ അഭയാർത്ഥികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? കുറെ കഴിയുമ്പോൾ ഈ തുർക്കിയും സൗദിയും ഖത്തറും മില്യൺസ് ഓഫ് യൂറോസ് ഇങ്ങോട്ട് ഒഴുക്കും. എന്തിനു വേണ്ടി? അഭയാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാൻ. അവരുടെ ഇമാമുമാരെ ഇങ്ങോട്ട് അയക്കും. ഫ്രാൻസിലെ ഇമാമുമാരിൽ പകുതിയിലധികം തുർക്കി സ്പോൺസേഡ് ആയിരുന്നു. ഇപ്പോഴാണ് ഫ്രഞ്ച് പ്രസിഡന്റ് നിയമം പാസ്സാക്കിയത്, വിദേശ ആളുകൾ വിട്ടുപോവുക, ഇമാമാരായിട്ട് ഇവിടെ നിൽക്കണ്ട, ഫ്രഞ്ച് ഗവൺമെന്റ് പറയണ പഠിപ്പിച്ചാൽ മതി, പ്രസംഗമൊക്കെ നേരത്തെ എഴുതി കൊടുക്കണം, ഫ്രഞ്ച് ഗവൺമെന്റ് മുന്നേ അപ്രൂവ് ചെയ്തേ പ്രസംഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഒത്തിരി നിയമങ്ങൾ വന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ ഇവര് മുസ്ലിങ്ങളെ അവിടെ രാജ്യത്തേക്ക് എടുക്കാതെ മുസ്ലിങ്ങളെ അമുസ്ലിം രാജ്യങ്ങളിലേക്ക് വിട്ടിട്ട് അവിടെ ഇസ്ലാമൈസ് ചെയ്യാൻ വേണ്ടി ഫണ്ട് മില്യൺസ് ഓഫ് യൂറോസ് ഇങ്ങോട്ട് ഒഴുക്കിയിട്ട് ഇവിടെ ഇസ്ലാമൈസ് ചെയ്ത് ഇങ്ങനെ വരും. അങ്ങനെ ലോകം മുഴുവൻ മുസ്ലിം ആക്കുക. അവർക്ക് ശക്തിയില്ലാത്ത രാജ്യങ്ങളിൽ അവർ ഇൻഫിൽട്രേറ്റ് ചെയ്യുക എന്ന നയമാണ് അവർ സ്വീകരിക്കുന്നത്. എന്നിട്ട് അങ്ങ് പെറ്റുപെരുകും. ജനാധിപത്യ രാജ്യങ്ങളായതുകൊണ്ട് ഇലക്ഷനിൽ അവർക്ക് വിജയം കിട്ടും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ടില്ലേ, മുസ്ലിങ്ങൾ വിചാരിക്കുന്ന പാർട്ടിയെ ജയിക്കൂ. അതിപ്പോ CPM വേണമെന്ന് അവർ വിചാരിച്ചപ്പോൾ CPM ജയിച്ചു. നാളെ കോൺഗ്രസ് വേണമെന്ന് അവർ വിചാരിച്ച കോൺഗ്രസ്. കാര്യം അവരുടെ വോട്ട് അവർ പറയണ പെട്ടിയിൽ വീഴൂ. അത് പച്ചപ്പെട്ടിയാണോ ചുവപ്പ് പെട്ടിയാണോ എന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. അപ്പൊ അത്തരമൊരു സാഹചര്യം ലോകം മുഴുവനുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ വന്ന് എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഈ രാജ്യങ്ങളെല്ലാം ഇസ്ലാമൈസ്ഡ് ആയിട്ട് മാറും. ഇങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമാകുക. പാൻ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, പാൻ ആയിട്ടുള്ള ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇവരുടെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സ്വപ്നത്തിലേക്കുള്ള ഒരു മാർഗങ്ങളാണ് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും. അതിപ്പോ അഭയാർത്ഥി പ്രവാഹമായിക്കൊള്ളട്ടെ, ലവ് ജിഹാദ് ആയിക്കൊള്ളട്ടെ. ഇവരിവിടെ ചെയ്യുന്നത് കേവലം ഒരു മതം മാറ്റം മാത്രമല്ല. ഇവർ ചെയ്യുന്നത് പെൺകുട്ടികളെ കൊണ്ടുപോകുമ്പോൾ പെൺകുട്ടികളാണ് അടുത്ത തലമുറയെ പ്രദാനം ചെയ്യുന്നവരല്ല. അത് ആണുങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ചെയ്യുന്നത് ആണുങ്ങൾക്ക് മസിലുണ്ട്, ആണുങ്ങളാണ് കുലത്തെ നിർത്തുന്നത്. ആണുങ്ങൾ മാത്രമാണെങ്കിൽ മനുഷ്യകുലം ഒറ്റ തലമുറ കൊണ്ട് നശിച്ചു തീർന്നു. ഇവിടെ സ്ത്രീകളാണ് മനുഷ്യവംശത്തെ നിലനിർത്തുന്നതല്ല, പുരുഷന്മാരല്ല. പുരുഷന്മാർ ഒറ്റക്ക് വിചാരിച്ചാൽ ഒരു മനുഷ്യവംശത്തെ നിലനിർത്താൻ പറ്റില്ല. സ്ത്രീകൾ ഒറ്റക്ക് വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ളത് വാസ്തവം. പക്ഷേ വംശം നിലനിർത്തണമെങ്കിൽ സ്ത്രീകൾ ആവശ്യമാണ്. അപ്പൊ ഒരു സമൂഹത്തിന്റെ എണ്ണം കുറയ്ക്കണമെങ്കിൽ ചെയ്യേണ്ടത് പുരുഷന്മാരെടുത്തോണ്ട് പോവുകയല്ല. കാര്യം ഒരു പുരുഷന് എത്ര സ്ത്രീകളായിട്ട് എണ്ണം കൂടുതലാണെങ്കിൽ അത്രയും കുഞ്ഞുങ്ങൾ ഉത്പാദിപ്പിക്കാം. പക്ഷെ ഓവം ഒരു മാസത്തിൽ ഒരെണ്ണമേ ഉണ്ടാവുള്ളൂ.
അതാ നിങ്ങൾ ചിന്തിക്കുക. ഒരു സ്ത്രീക്ക് ഒരു മാസത്തിൽ ഒരു കുഞ്ഞിനെ മാത്രമേ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൂ, ഒരു ഓവമേ ഉള്ളൂ. പക്ഷേ സ്പേംസ് എന്ന് പറയുന്നത് മില്യൺസ് ആണ്. ആണുങ്ങൾക്ക് വംശീയപരമായിട്ട് ബയോളജിക്കലായിട്ട് ജൈവശാസ്ത്രപരമായിട്ട് ആണുങ്ങൾക്ക് സ്പീഷീസ് വലിയ വില ഒന്നുമില്ല. 1,00,000-ലധികം സ്പേം ഉണ്ടാവും ഒറ്റ ഇജാക്കുലേഷനിൽ. അപ്പം സ്ത്രീകളുടെ എണ്ണം എവിടെയാണോ കൂടുതൽ അവിടെയായിരിക്കും സ്പീഷീസിന്റെ വംശവർദ്ധന നടക്കുക. ഈ ഒരു സിമ്പിൾ ലോജിക്കാണ് മുസ്ലിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ലവ് ജിഹാദ് നടത്തുന്നത്. അവരെ പെണ്ണുങ്ങളെ അങ്ങോട്ട് വശീകരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അമുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു വഴിയാണ് അവരുടെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. എന്റെ നെറ്റ്വർക്കിന് ചെറിയൊരു തടസ്സം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണക്ഷൻ പോയോ ഇല്ലയോ എന്ന് ഇല്ല, കേൾക്കാം. ക്ലിയർ ആയിട്ട് കേൾക്കാം. കേൾക്കാം. ഓക്കെ കേൾക്കാം, ഓക്കെ clear ഓക്കെ. ആയിട്ട്. കാര്യം നെറ്റിന് ഇവിടെ ഒരു ഇന്റർനെറ്റ് ചെറിയ പ്രശ്നം എനിക്ക് ഇവിടെ സോഫ്റ്റ്വെയറിനകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ലൈവ് ഒന്ന് ശരിക്കും പറഞ്ഞ ഇതായിട്ടുണ്ട്. Break ആ. അതുകൊണ്ടാണ്. ഓക്കെ, ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ. അപ്പോ ഇത്തരത്തിൽ ഇസ്ലാം ലോകം മുഴുവൻ ആകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇവരുടെ ജിഹാദ്. അതിനുവേണ്ടി ഒരു യുദ്ധം ചെയ്യേണ്ട സ്ഥലത്ത്, അതായത് സന്ദർഭത്തിനും അമാനി മൗലയുടെ വാക്കുകളിടപെടുത്ത സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ജിഹാദിന്റെ രീതികൾ മാറി മാറി വരും. അപ്പോ ഒരു പൊളിറ്റിക്കൽ പവർ ഇല്ലാത്തടത്ത് അവർ യുദ്ധം ചെയ്യില്ല, അവർ ഇത്തരത്തിൽ ചെയ്യും. കുറച്ചുകൂടെ പവർ ആകുമ്പോൾ അവർ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഭീകരാക്രമണങ്ങൾ നടത്തും. കുറെ കൂടെ പവർ ആകുമ്പോൾ അവരങ്ങ് കീഴടക്കും. അഫ്ഗാനിസ്ഥാനിലേക്ക് ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് കീഴടക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ജിഹാദിന്റെ രീതികൾ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യം, മറ്റു മതസ്ഥരൊന്നുമില്ലാതെ ഇസ്ലാം മതം മാത്രമായ ഒരു അള്ളായുടെ ഒരു ദാറുൽ ഇസ്ലാം, അതാണ് ഗാന്ധിജി കണ്ട കിനാശേരി, ചുരുക്കി പറഞ്ഞ ആ ഒരു സ്വപ്നത്തിന് വേണ്ടി വലിയ പണിയെല്ലാം കാണിക്കുന്നു. ഓക്കെ ബ്രദർ. ഓക്കെ, താങ്ക് യു ബ്രദർ. റിജേഷ്, അടുത്ത താങ്കളുടെ അവസരമാണ്. റിജേഷ് ലൈനിലുണ്ടോ? നമസ്കാരം, ഞാൻ ലൈനുണ്ട്. നമസ്കാരം നമസ്കാരം. സെബാസ്റ്റ്യൻ സാർ, നമസ്കാരം. ഞാൻ താങ്കളുടെ ഒരു കടുത്ത ആരാധകനാണ്. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ താങ്കളെ വളരെയധികം അഭിനന്ദിക്കുന്നു. വളരെയധികം ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് 2 സംശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ടി ജി സാറിന്റെ അടുത്ത് ചോദിക്കാനും ഒന്ന് സാറിന്റെ അടുത്ത് ചോദിക്കാനായിരുന്നു. ടി ജി സാർ പോയി. അപ്പൊ രണ്ടാമത്തെ ചോദ്യം കൂടി താങ്കളുടെ അടുത്ത് ചോദിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു, സമയം അനുവദിക്കുകയാണെങ്കിൽ. ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ഇപ്പം സോഷ്യൽ മീഡിയയും മൊത്തം മീഡിയകളും എല്ലാം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ചു ദിവസമായിട്ട് കോളാമ്പി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തു വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് അതൊരു പ്രോ സംഘി ആയിട്ടുള്ള ഒരു പേജാണ്. ഇസ്ലാം ജിഹാദിനെയൊക്കെ കണ്ടമാനം വിമർശിക്കുന്ന ഒരു പേജാണത്. അപ്പൊ അതിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അവർ പറഞ്ഞിരിക്കുന്ന 1-2 റിപ്പോർട്ടുകൾ, അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് കുരിശ് യുദ്ധത്തെ കുറിച്ചാണ്. അപ്പൊ അവർ പറയുന്നത് ജിഹാദ് എന്നുള്ളതിനേക്കാളും അപകടകരവും അതിസങ്കീർണവുമായിട്ടുള്ള പ്രശ്നമായിരുന്നു കുരിശ് യുദ്ധം. അത് 3-ാം നൂറ്റാണ്ട് മുതൽ കത്തോലിക്ക സഭയുടെ രൂപീകരണം മുതൽ ഉണ്ടായിരിക്കുന്ന കുരിശ് യുദ്ധം, 1, 2, 3 കുരിശ് യുദ്ധങ്ങൾ അതിക്രൂരവും പൈശാചികവും നിന്ദ്യവുമായിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ക്രിസ്ത്യൻ സഭക്കോ ക്രിസ്ത്യൻ സമൂഹത്തിനോ ജിഹാദിനെ കുറിച്ചിട്ട് പറയാൻ പോലും അർഹതയില്ല എന്നുള്ള രീതിയിലാണ് അവര് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ കാരണം, ഇനി വരുന്ന സമയങ്ങളിൽ ഇതൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഇവര് പ്രതിരോധിക്കുക. അപ്പോ സാറിന് കുരിശ് യുദ്ധം, ഇപ്പൊ 3-ാം കുരിശ് യുദ്ധത്തിൽ ചെറിയ കുട്ടികളെ അടക്കം അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് മനുഷ്യത്വരഹിത, അങ്ങേയറ്റം തീവ്രമായിട്ടുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തിയാണ് സമൂഹം പ്രവർത്തിച്ചതെന്നാണ് അവർ റിപ്പോർട്ട് പറയുന്നത്. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിന് പിന്നിൽ വേറെ വല്ല ഫോഴ്സും ഉണ്ടോ എന്നുള്ളതും അറിയില്ല. പക്ഷെ അതിനെക്കുറിച്ച് സെബാസ്റ്റ്യൻ സാറ് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കുരിശു യുദ്ധം എന്നുള്ളത് ജിഹാദിന് തുല്യമോ അതിനേക്കാളും അപകടകരമായിട്ടിരിക്കുന്ന ഒരു സംഗതി ആയിരുന്നില്ലേ എന്നുള്ള കാര്യം. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ക്രൂസൈഡ്സ് അഥവാ കുരിശ് യുദ്ധം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ അതില്ല. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ അമേരിക്ക വല്ല കുരിശ് യുദ്ധം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇംഗ്ലണ്ട് വല്ല കുരിശ് യുദ്ധം നടത്തുന്നുണ്ടോ? ഇപ്പം ഏതെങ്കിലും ക്രൈസ്തവ രാജ്യങ്ങളോ ക്രൈസ്തവ സംഘടനകളോ കുരിശ് യുദ്ധം നടത്തുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അന്ന് കുരിശ് യുദ്ധം നടത്തുന്നവർ ചത്തുകെട്ട് തീർന്നപ്പോൾ കുരിശ് യുദ്ധം കഴിഞ്ഞു.
കാര്യം അതിന്റെ പുറകിൽ ഒരു ക്രൈസ്തവ ഐഡിയോളജി ഇല്ല, ബൈബിളിലെ വചനങ്ങളില്ല, യേശുക്രിസ്തുവിന്റെ അഡ്വൈസുകളില്ല, ഉപദേശങ്ങളില്ല കുരിശുയുദ്ധത്തിന്റെ പുറകിൽ. അത് പൊളിറ്റിക്കൽ വാറായിട്ട് ഇസ്ലാമൈസേഷനെതിരായിട്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു യുദ്ധമാണ് കുരിശുയുദ്ധം എന്ന് പറയുന്നത്. യഹൂദന്മാർക്കെതിരെയും ഈ മുസ്ലിങ്ങൾക്കെതിരെയും. കാര്യം ഇസ്ലാം യൂറോപ്പിലടക്കം സ്പെയിനിലടക്കം അധിനിവേശം നടത്തിയപ്പോൾ ആ ഇസ്ലാമിക അധിനിവേശത്തിനെതിരായിട്ട് പുറപ്പെട്ട യുദ്ധമാണ് കുരിശുയുദ്ധം എന്ന് പ്രധാനമായിട്ടും. അതുകൊണ്ട് തന്നെ കുരിശുയുദ്ധം നടത്തിയ ആളുകൾ എത്രത്തോളം കുറ്റങ്ങൾ ചെയ്തു എന്ന് ഞാൻ പോയി കണ്ടിട്ടില്ല. കുറ്റങ്ങൾ ചെയ്തു എന്ന് ചരിത്രം പറയുന്നു, അത് നിഷേധിക്കാൻ നമുക്കാർക്കും സാധിക്കുകയുമില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, കുരിശുയുദ്ധക്കാർ അങ്ങനെ യുദ്ധം നടത്തിയതുകൊണ്ടാണ് ഇന്ന് കോളാമ്പി എന്ന ചാനൽ വെച്ച് കെട്ടാൻ നമ്മളൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ ഇന്ന് നമ്മളും ഒട്ടകപ്പാലം കുടിച്ച് ഈ പറയുന്ന താടിയും വളർത്തിയും മീശയും പഠിച്ച് ഈ ലോഹം ഇട്ട് നമ്മളും നടക്കേണ്ടി, നമ്മുടെ പെണ്ണുങ്ങൾ ഈ കോളാമ്പി നടത്തുന്ന പുള്ളിക്കാർ വരെ ചാക്കിനകത്ത് കയറി പഠിപ്പിക്കാൻ ഇരിക്കേണ്ടി വന്നേനെ. കാരണം ഇസ്ലാമിന്റെ ലോകത്തിലെ മുഴുവൻ കീഴടക്കാൻ ഈ ഇന്നത്തെ അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ ആധുനിക വൻ ശക്തികൾ ഉടലെടുക്കുന്നതിന് മുമ്പ് ലോകത്തെ കീഴടക്കാൻ നടത്തിയ ഇസ്ലാമിക ശക്തികളെ എന്തൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇസ്ലാമിക ശക്തികളെ തടഞ്ഞു നിർത്താൻ ക്രൂസൈഡേഴ്സ് കാണിച്ചിട്ടുള്ള ചങ്കൂറ്റം ഇന്ന് വരെ ഒരു സൈന്യവും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ് ഇന്ന് ഒരു ഫേസ്ബുക്ക് തുടങ്ങാൻ ഇന്ന് സുക്കർബർഗ് എന്ന് പറയുന്ന ഒരു ജൂതൻ ജീവിച്ചിരിക്കുന്നതും ഇന്ന് നമുക്കൊക്കെ ഇവിടെ ഇരുന്ന് സ്വതന്ത്രമായിട്ട് ഇന്ത്യയിൽ ഇരുന്ന് പോലും സംസാരിക്കാൻ സാധിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുരിശുദ്ധക്കാർ നടത്തിയ ചങ്കൂറ്റം തന്നെയാണ്. ഇനി രണ്ട്, ഈ കുരിശുദ്ധത്തിന്റെ കാലത്തിലൊക്കെ ഏകദേശം 10-600 വർഷങ്ങൾക്ക് മുന്നേ തന്നെ, 600 അതിന് 1000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്ക് ജിഹാദ് കാണാം. മുഹമ്മദ് ജിഹാദ് ചെയ്തിട്ടുണ്ട്, ഉമർ ജിഹാദ് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ ജിഹാദ് ചെയ്തിട്ടുണ്ട്. പുറകോട്ട് വന്ന എല്ലാ ഉമ്മയ്ദ് ഭരണക്കാര്, എല്ലാ മുസ്ലിം ഭരണാധികാരികളും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ജിഹാദ് ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ ഇടയിൽ പോലും ജിഹാദ് നടന്നുകൊണ്ടിരിക്കുന്നു. ജയ്ഷെ മുഹമ്മദ് ജിഹാദ് നടത്തുന്നു, ലഷ്കർ ഇ തോയ്ബ ജിഹാദ് നടത്തുന്നു, താലിബാൻ ജിഹാദ് നടത്തുന്നു, ഐസിസ് ജിഹാദ് നടത്തുന്നു, അൽഖ്വയ്ദ ജിഹാദ് നടത്തുന്നു, അൽഷബാബ് ജിഹാദ് നടത്തുന്നു, ഐസിൽ ജിഹാദ് നടത്തുന്നു. ഇങ്ങനെ ലോകത്തെമ്പാടും ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ സംഘടനകൾ പോലും, ലിസ്റ്റ് എടുത്ത് പറഞ്ഞാൽ 200 ചില്ലുവാണ് സംഘടനകൾ രജിസ്റ്റേർഡ് നെയിം തന്നെ ഉണ്ട്. അപ്പൊ രജിസ്റ്റേർഡ് അല്ലാത്ത എത്ര കാണും. അപ്പൊ ഇവരെല്ലാം ജിഹാദ് നടത്തുന്നു. എന്തുകൊണ്ടാണ് 1600 വർഷമായിട്ടും ജിഹാദിന് മാറ്റമില്ലാത്തത്? കുരിശുദ്ധക്കാരെ ഭരിച്ചിരുന്നപ്പോൾ കുരിശുദ്ധം കഴിഞ്ഞു. അമേരിക്ക കുരിശുദ്ധം നടത്തുന്നില്ല, ആരും ക്രൂസൈഡ്സ് നടത്തുന്നില്ല. മതത്തിന്റെ പേരിൽ ഒരു യുദ്ധവും അമേരിക്കയോ ഇംഗ്ലണ്ടോ ഒന്നും നടത്തിയിട്ടില്ല. അമേരിക്ക 20 വർഷം അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തി. എപ്പോഴെങ്കിലും ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് നാമകരണം ചെയ്തു? ഇല്ല. ഒരൊറ്റ ദിവസം താലിബാൻ അഫ്ഗാനിസ്ഥാനെ പിടിച്ചെടുത്തപ്പോൾ ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ആക്കി. ബ്രിട്ടീഷുകാര് 400-ലധികം വർഷം പല രീതിയിൽ പാകിസ്ഥാനെ ഭരിച്ചു. എപ്പോഴെങ്കിലും ബ്രിട്ടീഷുകാർ ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ എന്നോ ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. മുസ്ലിം ലീഗ് ഒറ്റ ദിവസം പാകിസ്ഥാനെ പിടിച്ചെടുത്തപ്പോഴേക്ക് 1947 ഓഗസ്റ്റ് 12 പ്രഖ്യാപിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ, പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ലോകത്ത് എവിടെയൊക്കെ മുസ്ലിങ്ങൾ ഭരണം പിടിച്ചിട്ടുണ്ടോ ന്യൂനപക്ഷങ്ങളെ ചവിട്ടി തേച്ചുകൊണ്ട് അവിടെ ഇസ്ലാമിക രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഫാക്ടർ, എന്തുകൊണ്ട് ക്രൂസൈഡേഴ്സ് ഇല്ലാതായി തീർന്നു, ജിഹാദികൾ നിലനിൽക്കുന്നു? അതിന്റെ കാരണം ക്രൂസൈഡേഴ്സിന്റെ പ്രത്യേകത വ്യക്തിഗതമായിട്ട് അല്ലെങ്കിൽ അതത് പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ആയിരുന്നു. ആ ആളുകൾ മരിച്ചപ്പോൾ ആ ഐഡിയോളജി ഇരുന്ന് ക്രൂസൈഡും കഴിഞ്ഞു. അതിനൊരു ദൈവവചനത്തിന്റെയോ ബൈബിളിന്റെയോ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളുടെ പിൻബലമില്ലായിരുന്നു. കാര്യം യേശു പഠിപ്പിച്ചത് ഇവിടെ അടിച്ച് ഇവിടെയും കാണിച്ചു കൊടുക്കുന്ന, പിന്നെ അതും വെച്ചിട്ട് എങ്ങനെ ക്രൂസൈഡ് നടത്താനാണ്? അതുകൊണ്ട് തന്നെ ആ ക്രൂസൈഡേഴ്സ് അവർ മരിച്ചപ്പോൾ ക്രൂസൈഡും കഴിഞ്ഞു. എന്നാൽ ജിഹാദിന്റെ ഉത്ഭവശാസ്ത്രം ഖുറാനും ഹദീസും മുഹമ്മദുമാണ്. ആ ഖുറാനും ഹദീസുകളും 1600 വർഷങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ആളുകൾ പലതും മാറി 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 വന്നു, പക്ഷേ ഇവിടെ സംഭവങ്ങൾ അതേപടി തന്നെ നിലനിന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ കേരളത്തിൽ ഏറനാട് വള്ളുവനാട് താലൂക്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് ഞങ്ങളുടെ ഖിലാഫത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് വാരിയും കുന്നനും ടീമുകളും കൊടികുത്തി. 1929 കഴിഞ്ഞ് 47 ആയപ്പോഴേക്കും പാകിസ്ഥാനിൽ കൊണ്ട് ജിന്നയും കൂട്ടരും കൊടികുത്തി ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ. ആളുകൾ മാറി മാറി വന്നു. ഇവിടെ വാരിയും കുന്നനാണെങ്കിൽ അവിടെ ഈ പറയുന്ന ജിന്ന, ഇവിടെ ആഫ്രിക്കയിൽ അൽഷബാബ് ആണെങ്കിൽ ഏഷ്യയിൽ അൽഖ്വയ്ദ, നമ്മുടെ ഇന്ത്യൻ ബോർഡറിലാണ് ലഷ്കർ ഇ തോയ്ബ, ജയ്ഷെ മുഹമ്മദ് മുഹമ്മദിന്റെ സൈന്യം എന്നാണ്. അങ്ങനെ ആളുകൾ മനുഷ്യർ മാറി മാറിക്കൊണ്ടിരിക്കുമ്പോഴും നൂറ്റാണ്ടുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ജിഹാദ് തുടരുന്നതിന്റെ കാരണം എന്താണ്? ജിഹാദ് നടത്തുന്ന ഐഡിയോളജി അത് അവരുടെ മതമാണ്. ഇസ്ലാം മതം ഉള്ളത്രയും കാലം ജിഹാദ് ഉണ്ടാകും. എന്ന് ഇസ്ലാം മതം അവസാനിക്കുന്നു അന്ന് ജിഹാദ് നിൽക്കും. ഇതാണ് സത്യം. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിനോ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾക്കോ ക്രൂസൈഡുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നതുകൊണ്ട് അത് ക്രൈസ്തവ ഒരു യുദ്ധമോ ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള യുദ്ധമോ അല്ല. അതുകൊണ്ടാണ് അത് നിന്നുപോയതും. ക്രൈസ്തവരുടെ ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള യുദ്ധമാണെങ്കിൽ ഇന്ന് അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ ക്രൂസൈഡ് നടത്തിയേനെ. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയാൻ ഈ താലിബാനികൾ ഉണ്ടാവില്ല. അതിനു മുന്നേ കുരിശുകൊണ്ട് നാട്ടിച്ചും ഇസ്ലാമിക് റോം ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പേരിട്ടേനെ ക്രൈസ്തവര്. അപ്പോ അത് ചെയ്യാതെ എന്തുകൊണ്ടാണ്? ക്രൂസൈഡൊക്കെ എന്നേ നിന്നു. കാരണം അതിന്റെ ആശയം ബൈബിളിലുള്ളതല്ല.
എന്നാൽ ജിഹാദിന്റെ ആശയം ഖുറാനകത്തുള്ളതാണ്, തെളിവ് സഹിതം ഞാൻ ഇവിടെ കാണിച്ചതാണ്. അതുകൊണ്ട് ആളുകൾ മരിച്ചു തീർന്നാലും എത്ര ബിൻ ലാദനെ കൊന്നാലും അടുത്ത ബിൻ ലാദൻ വരും. കാര്യം ഖുറാൻ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ്. അപ്പൊ അതിലൊരർത്ഥം പിന്നെ അടുത്ത ബിൻ ലാദനാകും. അവൻ ചാവുമ്പോൾ അടുത്ത ആൾ വരും, അവൻ ചാവുമ്പോൾ അടുത്ത ആൾ വരും. എത്രയോ ലഷ്കർ ഇ തോയ്ബ ഭീകരന്മാരെ നമ്മൾ കൊന്നു തീർത്തു, എന്നിട്ട് ലഷ്കർ ഇ തോയ്ബ അവസാനിച്ചു. എന്തുകൊണ്ടാ? അവരുടെ ഗ്രന്ഥമാണ് അതിന്റെ ആശയ സോഴ്സ്. ആ ഗ്രന്ഥം നിലനിൽക്കുന്നത്രയും പുതിയ പുതിയ പിള്ളേർ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് സത്യം. അപ്പൊ അതുകൊണ്ടാണ് ക്രൂസൈഡേഴ്സിനെ ഒരിക്കലും ബൈബിളുമായിട്ടോ യേശുക്രിസ്തുവിനുമായിട്ടോ ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റില്ല. ക്രിസ്തുവിന്റെ അനുയായിയാണ് ക്രിസ്ത്യാനി, അല്ലാതെ ക്രൂസൈഡേഴ്സിന്റെ അനുയായിനെ ആരും ക്രിസ്ത്യാനി എന്ന് വിളിക്കാറില്ല. ക്രിസ്തുവിന്റെ അനുയായിനെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. ക്രിസ്തു പഠിപ്പിച്ചതല്ല ക്രൂസൈഡേഴ്സ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ക്രൈസ്തവമല്ല, അത് പൊളിറ്റിക്കൽ വാറാണ്. എന്നാൽ മുസ്ലിങ്ങളെ ജിഹാദികൾ ചെയ്യുന്നത് ഖുറാൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അതിനെ ഇസ്ലാമിക ജിഹാദ് എന്നും ഇസ്ലാമിക ഭീകരവാദം എന്നും പറയുന്നത്. അധിനിവേശകർക്ക് മതം കാണാം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഇപ്പൊ പോയി ഒരാളെ കൊന്നു, താങ്കളുടെ പിതാവിനെ ആരെങ്കിലും പിടിച്ച് അറസ്റ്റ് ചെയ്യും? ഇല്ല. എന്തിനാ? താങ്കള് പ്രായപൂർത്തിയായ ഒരാളെ വെട്ടിക്കൊന്നാൽ താങ്കളുടെ അപ്പൻ ആരും അറസ്റ്റ് ചെയ്യില്ല. എന്നാല് താങ്കളുടെ അപ്പം പറയുക, മോനെ നീ അവനെ പോയി വെട്ടിക്കൊല്ലടാ എന്ന് പറഞ്ഞത് കേട്ടിട്ട് താങ്കൾ പോയി ആളെ വെട്ടിക്കൊന്നാൽ അപ്പനും അകത്താ. എന്തേ കുറ്റം? പ്രേരണാ കുറ്റം. കാര്യം അപ്പം കൊല്ലിച്ചതാണ്. അപ്പോ അപ്പനും അകത്താവും. അതുപോലെയാണ് ഇസ്ലാം മതം. ബൈബിള് പറഞ്ഞിട്ടല്ല, യേശുക്രിസ്തു പറഞ്ഞിട്ടല്ല ക്രൂസൈഡേഴ്സ് കൊല ചെയ്തത്. അതുകൊണ്ട് ആ രക്തത്തിൽ യേശുക്രിസ്തുവിന് പങ്കില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനൊന്നും പറഞ്ഞാലും ക്രൈസ്തവ വിശ്വാസത്തിന് അത് ബന്ധമില്ല. എന്നാൽ മുഹമ്മദും അള്ളാഹുവും പറഞ്ഞിട്ടാണ് ഈ ആളുകൾ അമുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നത്. അപ്പൊ ജിഹാദ് നടത്തുന്നത് ഖുറാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അകത്ത് പ്രേരണാകുറ്റത്തിന് ജിഹാദ് ഇസ്ലാം മതമാണ് പ്രേരണാകുറ്റം, ഖുറാനും ഹദീസുകളുമാണ് പ്രേരണാകുറ്റം, ഇസ്ലാമിക തഫ്സീറാണ് പ്രേരണാകുറ്റം. അപ്പൊ ഇസ്ലാം മതം പ്രേരണാകുറ്റത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇസ്ലാം മത ഭീകരവാദം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ബ്രദർ. ഓക്കെ ബ്രദർ, അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തയാളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യം വെച്ച് ഒരു ചോദ്യം ചോദിക്കുന്നു താങ്കളോട്. ഇപ്പൊ ഈ മതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുയിസം ആയിക്കോട്ടെ, ജൈനിസം ആയിക്കോട്ടെ, മറ്റേത് മതങ്ങളെ, ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, ഇതിനെല്ലാം കാലാകാലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യര് കാരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പല ആചാരങ്ങളോ അല്ലെങ്കിൽ അതിന്റെ രീതികളോ. പക്ഷെ നവോത്ഥാനവും അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് പലതും മാറ്റപ്പെട്ടിട്ടുണ്ട്. തെറ്റാണെന്ന് സമ്മതിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തത് അതാത് മതത്തിനുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇസ്ലാമിന്റെ കാര്യം എടുത്താൽ ഏറ്റവും ഉദാഹരണമായിട്ട് മുഹമ്മദ് സഹിർ ഷാ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ അവസാനത്തെ രാജാവ്, അദ്ദേഹം ഒരു നവോത്ഥാനവാദിയായിരുന്നു. പക്ഷെ അതല്ല നവോത്ഥാനമായിട്ട് കാണുന്നത്. നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ഭീകരവാദത്തിന്റെ പുതിയ രൂപങ്ങൾ വരുന്നതായിട്ടാണ് ഒരു വ്യക്തിപരമായിട്ടും പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ പുസ്തകം മാത്രം കൊണ്ടാണോ അതോ മറ്റൊരു രീതിയിലേക്ക് വരുന്നത് കൊണ്ടാണ്? മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? ബ്രദറെ, എല്ലാ മതത്തിലും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ യഹൂദ മതത്തില് BC 1400-കളിലൊക്കെ കൊടിയ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അനേക ജാതികളെ ഇസ്രായേലിയര് കുഞ്ഞുങ്ങളടക്കം കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെടുത്തിട്ട് ഇത് വെളുപ്പിക്കാൻ വരും ചില ആളുകൾ. പക്ഷെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ BC 1400 എന്ന് പറയുന്നത് എത്രയോ വർഷം, ഇന്നേക്ക് 10,000-3000 വർഷങ്ങൾക്ക് മുന്നെയാണ്. എന്നാല് മുഹമ്മദൊക്കെ AD 600-ലെ, മുഹമ്മദിനൊക്കെ 2000 വർഷങ്ങൾക്ക് മുന്നേ. നമ്മളും യേശുക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മുഹമ്മദും ഈ പറയുന്ന മോശയുടെയൊക്കെ കാലത്ത് നടത്തുള്ള യുദ്ധങ്ങളും തമ്മിൽ. അതിന്റെ ഈ ഒരു 100 വർഷം മുന്നേ നമ്മുടെ പൂർവികരെ കാണുന്നതിന് എങ്ങനെ, 100-150 വർഷം മുന്നേ നമ്മുടെ പൂർവികർ കേരളത്തിൽ നടക്കുന്ന എങ്ങനെ? ചുമ്മാ ഒരു കോണ കെട്ടുണ്ട. 150-200 വർഷം മുന്നേ നമ്മുടെ പൂർവികർ നമ്മുടെ കേരളത്തിൽ നടന്ന് ചുമ്മാ കോണ കെട്ടുണ്ട്, വേറെ ഒന്നുമില്ല വസ്ത്രം. അതിലും കുറച്ച് പുറകോട്ട് പോയപ്പോൾ അതുപോലും കാണത്തില്ല, നഗ്നരായിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് പബ്ലിക്കായിട്ട് അങ്ങനെ നടന്നാൽ എന്ത് ചെയ്യും? അവന് തലക്ക് വരാന്താന്ന് പറയും. കാര്യം ഓരോ കാലഘട്ടത്തില് മനുഷ്യ സമൂഹം പ്രാകൃതമാണ്, അവര് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതത് സമൂഹത്തിൽ ഇപ്പൊ ഒരു 250 വർഷം മുന്നേ ദൈവം ഒരു മനുഷ്യനോട് സംസാരിച്ച, മോനെ നീ പാന്റ് ഷർട്ട് ഇട്ടിട്ട് വരാനോ, മോനെ നീ മുണ്ട് ഷർട്ട് ഇട്ടിട്ട് വരാനോ ദൈവം പറയില്ല. കാര്യം എന്താ? ആ കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രാകൃതരാണ്, അവർക്ക് അതാണുള്ളത്, അവർക്ക് അതുകൊണ്ട് അവരുടെ സോഷ്യൽ നോം അതാണ്. അതുകൊണ്ട് ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. കാര്യം ആ സാഹചര്യത്തിൽ അവർക്ക് അതാണുള്ളത്. ദാറ്റ്സ് ഫൈൻ. മനുഷ്യൻ മാറുമ്പോ ഇന്ന് ദൈവം വന്നു കഴിഞ്ഞാൽ ദൈവം ഒരാൾ സംസാരിക്കുക, അവൻ തുണിയില്ലാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവം എടാ മനം ഉടുപ്പിട്ടിട്ട് പോടാന്ന് പറയും. അതാണ് വ്യത്യാസം. അപ്പൊ മനുഷ്യർക്ക് കാലങ്ങൾ കൊണ്ടാണ് മനുഷ്യർ സംസ്കൃതിക്ക് മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് മനുഷ്യന് ദൈവം കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലും മാറ്റം വന്നേ പറ്റൂ. കാര്യം ദൈവത്തിന് മാറ്റമില്ല, പക്ഷെ മനുഷ്യന് മാറ്റം ഉണ്ടല്ലോ. അന്ന് തുണിയില്ലാതെ എന്താ പറയാ, ഈ വനവാസിയായിട്ട് നടന്ന മനുഷ്യൻ ഇന്ന് ഈ കോണ്ടസ കാറിൽ മീൻസ് ഇന്ന് മെഴ്സഡസ് ബെൻസിൽ കോട്ട സൂട്ടിട്ട് നടക്കുന്ന കാലമാണെന്ന്. അപ്പൊ മനുഷ്യർക്ക് മാറ്റം വന്നു. അപ്പൊ മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന ഉപദേശത്തിലും മാറ്റം വരും. ഇപ്പൊ ഉദാഹരണത്തിന് 1 വയസ്സുള്ള കൊച്ചോ അല്ല 5 വയസ്സുള്ള ഒരു കൊച്ചോ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു വന്നിട്ട് പറയും, അപ്പ എനിക്കൊരു കല്യാണം കഴിക്കണമെന്ന് പറയാം, നിങ്ങൾ ആരെങ്കിലും കടിച്ചു കൊടുക്കൂ? എന്റെ കല്യാണം കഴിക്കുന്ന അത്ര മോശം കാര്യം ആയതുകൊണ്ടാണോ? ഈ അപ്പനും ഇറക്കം കല്യാണം കഴിച്ചവരല്ലേ.
അവന്റെ സമയത്ത് അത് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു 25-ാം വയസ്സിൽ മോൻ വന്നിട്ട് പറയാം, അപ്പ എനിക്കൊരു കല്യാണം കഴിക്കണം, മോനെ നമുക്ക് ആലോചിക്കാമല്ലോ എന്നേ പറയത്തുള്ളൂ. അതുപോലെ അവൻ അപ്പന് മാറ്റം വന്നുകൊണ്ടല്ല, മകനാണ് മാറ്റം വന്നത്. മകൻ വളർന്ന് വലുതായതുകൊണ്ടാണ് അപ്പൻ ആ മാറ്റി പറഞ്ഞത്. അല്ലാതെ അപ്പം വാക്ക് മാറ്റുന്നവനായതുകൊണ്ട് അപ്പന് വാക്കിന് വ്യവസ്ഥയില്ലാത്തതുകൊണ്ടല്ല അപ്പം വാക്ക് മാറ്റിയത്. മകന് പ്രായ വ്യത്യാസം വന്നു, മകൻ അതിന്റെ സമയമായപ്പോൾ അപ്പം സമ്മതിച്ചു, അതിന് മുന്നേ സമ്മതിച്ചില്ല. അത് അപ്പം വാക്ക് മാറിയതല്ല, മകന് മാറ്റം വന്നത് കൊണ്ടാണ് അപ്പന്റെ വാക്കിന് മാറ്റം ഉണ്ടായത്, അപ്പന്റെ പ്രശ്നമല്ല അത്. ഇതുപോലെയാണ് മനുഷ്യ സമൂഹവും. അപ്പം മതവും രാജ്യവും ഒന്നായിരുന്ന ആ പ്രാകൃത കാലഘട്ടം, ആ കാലഘട്ടത്തിൽ മതത്തിന്റെ നിയമമാണ് രാജ്യത്തിന്റെ നിയമം. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് ഒന്ന് റോമാ സാമ്രാജ്യത്തിന്റെ കാലമാണ്, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ തുടക്കകാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടമാണ് റോമൻ എംപയറിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പും സംഭവങ്ങളൊക്കെ എല്ലാത്തിന്റെയും ഡെമോക്രസിയുടെ ആരംഭം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് ക്രിസ്തു ജീവിച്ചിരുന്നത്. ആ യേശു ക്രിസ്തു പറഞ്ഞു സീസറിന് നീതി കൊടുക്കുന്ന കാര്യം വന്നു. യേശു പറഞ്ഞു സീസറിനുള്ളത് സീസറിന് കൊടുക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. ഇത് രണ്ടാണ്, ഇനി കൂട്ടിക്കെട്ടാൻ നിൽക്കേണ്ട. അതായത് മതത്തെയും ദൈവത്തെയും, അതായത് വിശ്വാസങ്ങളെയും മതത്തെയും രാജ്യത്തെയും തമ്മിൽ വളരെ വ്യക്തമായി അതിർവരമ്പിട്ടുകൊണ്ടാണ് സീസറിന് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റികൾ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്യണം. ഇത് രണ്ടാണ്, മതവും രാജ്യവും ഒന്നല്ല എന്ന് പറഞ്ഞു. ഇനി ഈ രാജ്യ നിയമസംഹിത, അതായത് തോറ എന്ന് പറയുന്ന അന്നത്തെ മതരാജ്യത്തിന് കൊടുത്തിരിക്കുന്ന നിയമസംഹിതയെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞു, ന്യായപ്രമാണങ്ങൾക്ക്, അതായത് തൗറാത്തിനും ഈ പ്രവാചകന്മാർക്കും നബിമാർക്കും ഒരു കാലയളവുണ്ട്. അത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വരെ ആയിരുന്നു. യോഹന്നാൻ സ്നാപകത്തിന്റെ മരണം വരെ മാത്രമേ ന്യായപ്രമാണ മതരാജ്യ സങ്കല്പത്തിന് ഒരു പ്രാധാന്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും സമാധാനമുള്ള ദൈവരാജ്യ സങ്കല്പമാണ് ദൈവം പറഞ്ഞത്. അത് ആത്മീയമാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല. രാജ്യത്ത് ഭരിക്കാൻ സീസറുണ്ട്, ദൈവത്തിന്റെ രാജ്യം ഐഹികമല്ല എന്ന് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ മതത്തെയും രാജ്യത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ആധുനിക മതത്തെയും തമ്മിൽ ഇഴപിരിക്കുന്ന ആധുനിക സമൂഹത്തിന് അനുയോജ്യമായ ഒരു മതവിശ്വാസ ഭരണക്രമം യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചു. ആ ഭരണക്രമമാണ് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ് എന്ന് വെച്ച് അമേരിക്ക ഒരു ക്രൈസ്തവ രാഷ്ട്രമൊന്നുമല്ല. ഏത് മതക്കാരനും അവിടെ ഇത് ചെയ്യാൻ പറ്റും. ഒരു മതരാഷ്ട്രമാണെങ്കിൽ അത് നടക്കില്ല. അപ്പൊ ആധുനിക സമൂഹത്തിന് വേണ്ട ഏറ്റവും അനുയോജ്യമായ ഒരു ഭരണക്രമം യേശുക്രിസ്തു നിർദ്ദേശിച്ചിട്ടാണ് പോയത്. എന്നാൽ മുഹമ്മദ് ചെയ്തോ സർവശക്തനായ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട്, പടച്ചതമ്പുരാന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് വീണ്ടും പ്രാകൃതമായ മതരാഷ്ട്ര സങ്കല്പത്തിലേക്ക് ഇസ്ലാമിനെ പറിച്ചു നട്ടു. അതായത് AD 2000 ജീവിക്കേണ്ട മനുഷ്യര് BC 1400 ജീവിക്കുന്ന ഗതികേടിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചു. അതാണ് ഇസ്ലാം ചെയ്തത്. അപ്പം മതങ്ങൾ പലപ്പോഴും പല കാലഘട്ടത്തിലും യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം ചെയ്യുന്നത് ഒരു കോട്ടും സൂട്ടും ഇട്ട് നടക്കുന്ന മനുഷ്യനെ ജട്ടി പോലും ഇടാതെ നടക്കുന്ന പ്രാകൃത കാലത്തേക്ക് കയറ്റി അയക്കുകയാണ് ഇസ്ലാം മതം ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ മതരാഷ്ട്ര സങ്കല്പമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോ എല്ലാ മതങ്ങളും പല കാലത്തും യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആധുനിക കാലത്തേക്ക് ആ നിയമം ഉണ്ടാക്കി ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അത്തരം നിയമങ്ങൾക്ക് ഒരു കാലാവധിയുണ്ട്, അവിടെ കൊണ്ട് കഴിഞ്ഞു. ഇനിയുള്ളത് മനുഷ്യർക്ക് ഭരിക്കാൻ പ്രാപ്തിയായി അവരവരുടെ രീതിയിൽ രാജ്യത്തെ ഭരിക്കും. മതവിശ്വാസം ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. നീ നിന്റെ അറയടച്ച് നിന്റെ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത് പോലും. അങ്ങനെ വളരെ വ്യക്തമായിട്ട് ദൈവവും മനുഷ്യനും മതവും ഒക്കെ വ്യക്തിപരവും രാജ്യഭരണകർത്താക്കളുടെ കീഴിലും ഏൽപ്പിച്ചു കൊടുക്കുകയാണ് യേശുക്രിസ്തു. അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് സർവശക്തനായ പടച്ചതമ്പുരാന്റെ കൽപ്പനയെ വയലേറ്റ് ചെയ്താണ് മുഹമ്മദ് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നത്. അതിന്റെയാണ് ഈ പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത്. അപ്പൊ മതം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നല്ല, പക്ഷെ ഇസ്ലാം മതം അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ ഒരൊറ്റ കാരണമുണ്ട്. ഒരു വിപ്ലവം അതിനകത്തില്ല. അതായത് ഇസ്ലാമിൽ അടഞ്ഞ പുസ്തകമാണ്. മുഹമ്മദിനപ്പുറം ഇനി ഒരുത്തനുമില്ല, ഖുറാനപ്പുറം ഇനി ഒരു ഉപദേശമില്ല. അതുകൊണ്ട് തന്നെ ഖുറാനകത്തുള്ള ഈ പ്രാകൃത നിയമസംഹിത ആധുനിക കാലത്തും പിന്തുടരേണ്ട ഗതികേടിലാണ് അവർ. അതുകൊണ്ട് ഒരു നവോത്ഥാനത്തിന് ഒരു സ്കോപ്പില്ല. ഒരുവൻ ഖുറാനെതിരായിട്ട് പറഞ്ഞാൽ അവൻ മുർത്തത്തായി, അവൻ അമുസ്ലിമായി, പിന്നെ അവൻ കാഫിറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഏത് നവോത്ഥാന നായകൻ എങ്ങനെ വരും? ഏത് നവോത്ഥാന നായകൻ ഇസ്ലാമിലുണ്ടായാലും അവനെ കൊന്നുകളയോ അവനെ മുർത്തത്തായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇപ്പൊ ചേകന്നൂർ മൗലവി എന്ത് പറ്റി? ജഡ എവിടെയെന്ന് പോലും അറിയില്ല. ജാമിദ ടീച്ചർ ഇപ്പൊ ഓടി നടക്കുക, എവിടെ നിന്നൊക്കെ വെട്ടുകയറുന്നത് പുള്ളിക്കാരിക്ക് പോലും അറിയില്ല. അതാണ് നവോത്ഥാനം നടത്താൻ ശ്രമിച്ചവർക്കൊക്കെ ആദ്യമായിട്ട് ഒരു സ്ത്രീ ഇമാമായിട്ട് നിന്നത് ജാമിദ ടീച്ചറാണ്. ആ ജാമിദ ടീച്ചറിന് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ അവസാനം അവര് മതം ഉപേക്ഷിച്ച് യുക്തിവാദിയായി മാറി എന്നുള്ളതാണ് സത്യം. അതാണ് ഒരു ഇസ്ലാം മതത്തിൽ വിപ്ലവം കൊണ്ടുവരാൻ നോക്കുന്നവർക്ക് പറ്റുന്ന ഒരു കാര്യം. അവരൊരു പ്രാകൃത കാലത്താണ്, ആ സംഹിതയാണ് അവർ ജീവിക്കുന്നത്. അതാണ് അവരുടെ പ്രശ്നം. ഓക്കെ, താങ്ക് യു ബ്രദർ. അടുത്ത ആളിലേക്ക് പോവാണ്. സന്തോഷ്, കേൾക്കാമോ? ഹലോ, അബ്ദുൾ PTR ലിസ്റ്റ് അനുസരിച്ച് സന്തോഷ് താങ്കൾ മുമ്പിലാണ് കാണുന്നത്. 1 മിനിറ്റ് താങ്കളിലേക്ക് വരാം. അബ്ദുൾ പറഞ്ഞോളൂ, ചോദിച്ചോളൂ.
അതെ, ഇവിടെ സംഘി നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെയാണല്ലോ വിഷയമുള്ളത്. അപ്പോ ഞാനിങ്ങനെ കേട്ടു. അപ്പോ ഇവിടെ സംസാരിക്കുന്ന സെബാസ്റ്റ്യൻ ബ്രദർ നേരത്തെ ആൾ വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഭയങ്കര ആരാധകനാണ്. എനിക്ക് തോന്നുന്നു ലിസ്റ്റിലുള്ള അധികം ആളുകളും ക്രിസ്ത്യാനികളുമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ സെബാസ്റ്റ്യൻ ബ്രദർ എന്ന് പറയുന്ന ആൾ ഒരു ക്രിസ്ത്യാനിയുമല്ല, മറിച്ച് ഒരു പുതിയ മതവുമായിട്ട് രംഗത്ത് വന്ന ആളാണ്. ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന 2000 വർഷക്കാലമുള്ള ഒരു ക്രിസ്ത്യാനിക്കും ഇല്ലാത്ത വിശ്വാസവുമായി വന്ന ആളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് പേര് നടക്കണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ക്രൈസ്തവന്റെ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്, സത്യവേദ പുസ്തകം. ഈ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് തുടക്കം, അതായത് ഈ മുഹമ്മദ് ജനിക്കുന്നതിന് 2000 വർഷം മുന്നേ എഴുതപ്പെട്ട വാക്യം ഞാൻ വായിക്കാം. ക്രൈസ്തവരുടെ വേദപുസ്തകത്തിനകത്ത് മുഹമ്മദ് ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട വാക്യം ഞാൻ വായിക്കാം. പുറപ്പാട് ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുക. എന്താണ് ആ വാക്യം? ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നമ്മുടെ ദൈവമായ യഹോവ ഏകനാണെന്ന് മുഹമ്മദ് ജനിക്കുന്നതിന് 2000 വർഷം മുന്നേ ക്രൈസ്തവരുടെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഖുറൈശി ബഹുദൈവത്തെ ഏകദൈവമാക്കി കോപ്പിയടിച്ചു പോലും ബൈബിളിൽ നിന്ന് ഈ വാക്യത്തെ കോപ്പിയടിച്ചാണ് 2000 വർഷങ്ങൾക്ക് ശേഷം ഖുറൈശി ബഹുദൈവമായിരുന്ന അള്ളാനെ കയറി ഇവിടെ ചേർത്ത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവ ഏകൻ തന്നെ, യാഹുവേ എഹാദ് എന്ന് ഹീബ്രുവിൽ പറഞ്ഞു. അറബിയിലാണ് യാഹുവേ അഹദ് എന്ന അറബിയിൽ. ഈ യാഹുവിനെ സത്യദൈവമായ യാഹുവിനെ എടുത്തു മാറ്റിയിട്ട്, അതായത് മുഹമ്മദ് 2000 വർഷം മുന്നേ പ്രവാചകന്മാർ എഴുതി വെച്ച വേദഗ്രന്ഥത്തിനകത്തുള്ള ഏകദൈവമായ യാഹുവെ യഹാദ് എന്നുള്ള അതിലെ യാഹുവിനെ എടുത്തു മാറ്റിയിട്ട് അള്ളാഹു യഹാദ് അഥവാ അറബിയിലെ അള്ളാഹു അഹദ് എന്ന് ഈ ഖുറൈശി ബഹുദൈവങ്ങളിൽപ്പെട്ട അള്ളാഹിനെ തിരികെ കയറ്റിയിട്ട് ഒരു വ്യാജദേവനെ പിടിച്ച് ഏകദൈവമാക്കിയ സിസ്റ്റം കാണിച്ച ആളാണ് മുഹമ്മദ് നബി. അതായത് ശുദ്ധമായ കോപ്പിയടി. ബൈബിളിൽ യാഹുവെ യഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ യാഹുവിനെ വെട്ടിമാറ്റിയിട്ട് ലാത്തയുടെ വാപ്പയായ അള്ളാഹിനെ പിടിച്ച് അതിനകത്ത് തിരികെ കയറ്റിയിട്ട് അള്ളാഹു അള്ളാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആണ് ഏകൻ എന്ന് പറഞ്ഞുണ്ടാക്കിയ മതമാണ് ഇസ്ലാം മതം. അതുകൊണ്ട് ഏകദൈവ വിശ്വാസത്തെ പഠിപ്പിക്കണമെങ്കിൽ മുഹമ്മദിന് 2000 വർഷം മുമ്പുള്ള ആരെങ്കിലും കൊണ്ടുകൊണ്ട് വരണം അള്ളാഹു ഏകദൈവമാണെന്ന് പറഞ്ഞ കാര്യം. മുഹമ്മദ് 2000 വർഷം മുന്നേ ക്രൈസ്തവരുടെ വിശ്വാസ ഗ്രന്ഥത്തിനകത്ത് പറയുന്നു യഹോവ ഏകൻ തന്നെ. ഇനി നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ പുതിയ നിയമം, അതായത് മുഹമ്മദിന് 600 വർഷം മുന്നേ എഴുതപ്പെട്ട കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരിക. ദേവന്മാർ എന്ന് പേരുള്ളവർ അനേകരുണ്ടെങ്കിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തില് 4-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുക. പല ദേവന്മാരും പല വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചും ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ വേറെ ദൈവമില്ല എന്നും നാം അറിയുന്നു. സത്യ ഏക ദൈവമായി യാഹുവയെ ആരാധിക്കുന്നവരാണ് ക്രൈസ്തവര്. അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, കാരണം മദ്രസയെ പഠിച്ചു വെച്ചിട്ടല്ല ക്രൈസ്തവതയെ വിമർശിക്കേണ്ടത്, ബൈബിള് വായിച്ചിട്ട് വേണം പറയാൻ. സത്യ ഏകദൈവമായി യാഹുവ എന്ന പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിനെയാണ് ക്രൈസ്തവര് അന്നും ഇന്നും എന്നും ആരാധിക്കുന്നത്. മുഹമ്മദിന്റെ വല്യുപ്പാപ്പ ജനിക്കുന്നതിന് 2000 വർഷം മുന്നേ മുതൽ മുഹമ്മദ് മരിച്ചിട്ട് 1400 വർഷമായി ഇന്ന് വരെ ക്രൈസ്തവർ ആരാധിക്കുന്നത് പടച്ച തമ്പുരാനായ ഏകദൈവമായ യാഹുവേനെയാണ്. ആ സത്യ ഏകദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് വന്നു എന്നതാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. അപ്പോ സത്യം ഇതായിരിക്കെ പടച്ച തമ്പുരാനായ യാഹുവേ എന്ന ഏകദൈവത്തെ ഉപേക്ഷിച്ചിട്ട് എങ്ങോ കിടന്ന ഖുറൈശികളുടെ ലാത്തയുടെ വാപ്പിയായിരുന്ന ബഹുദൈവങ്ങളിൽ മതത്തിൽപ്പെട്ട ഒരു അള്ളാഹ് എന്ന് പറയുന്ന ഒരു ദേവനെ പിടിച്ചിട്ട് ഏകദൈവമേ എന്ന് വിളിക്കുന്ന ആളുകള് ഞങ്ങളെ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കാൻ വരണ്ട എന്ന് മാത്രമാണ് താങ്കളോട് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ബ്രദർ. സന്തോഷ് ചോദിച്ചോളൂ. ഓക്കെ. അല്ല, എനിക്ക് പറയാനുള്ള ഇതാണ്, കാരണം ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും തീർച്ചയായിട്ടും ഇസ്ലാമിക അധിനിവേശം ലോകത്ത് മൊത്തം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇപ്പൊ തന്നെ നമുക്ക് കണ്ടു, ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഏതാണ്ട് $2 ട്രില്യൺ ചിലവാക്കി ഇത്ര നാളും അവിടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാക്കുവാനും ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും ശ്രമിച്ചു. പക്ഷേ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് അതിനെല്ലാം നിഷ്ഫലമായിക്കൊണ്ട് ആ ഗോത്രീയ സമൂഹം അധിനിവേശം നടത്തി കഴിഞ്ഞു. സോ നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ ആധുനിക സമൂഹത്തിന് നമുക്ക് ഇതിനെക്കുറിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താമെന്നുള്ള അല്ലാതെ ഈ അധിനിവേശത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സോഫ്റ്റ്വെയറും തലയിൽ വെച്ചുകൊണ്ട് അവർ ചാവാനും കൊല്ലാനും തയ്യാറായി നിൽക്കുമ്പോൾ അത് നമുക്കതിനെ കുറച്ച് മാറ്റി നിർത്താമെന്നല്ലാതെ അതിനെ ഇല്ലാതാക്കാൻ ഒക്കില്ല. പിന്നെ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇസ്ലാമിക സമൂഹത്തെ പോലെ തന്നെ ഒരു കാലത്ത് ക്രിസ്ത്യൻ സമൂഹവും ഇന്ത്യയിൽ പല അട്രോസിറ്റീസ് നടത്തിയിട്ടുണ്ട്, ഗോവ പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇന്ന് ഇസ്ലാമിക അധിനിവേശത്തിൻ്റെ തിക്തഫലങ്ങൾ ക്രിസ്ത്യാനിറ്റി അനുഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ
പണ്ട് നടത്തിയ അട്രോസിറ്റികളെ കുറിച്ച് അപലപിക്കാനോ അല്ലെ അതിനെക്കുറിച്ചൊരു ക്ഷമായാനം നടത്താനോ ഇന്നത്തെ ഇന്ത്യൻ ക്രിസ്ത്യൻ സമൂഹം തയ്യാറാണോ അല്ലയോ എന്നുള്ളതാണ്. ലോകത്ത് ഏതെങ്കിലും ക്രൈസ്തവർ നടത്തിയിട്ടുള്ള അട്രോസിറ്റികൾ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം അപലപിക്കാൻ ക്രിസ്ത്യൻ സമൂഹം എന്നും തയ്യാറാണ്. അതിന്റെ കാരണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് യാതൊരു പ്രസക്തിയുമില്ല. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകത്തിനാണ് പ്രസക്തി. അതിനൊരു കാരണമുണ്ട്. ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം, ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു സംഘടനയല്ല. അതായത് ആഗോള കത്തോലിക്ക സഭയോ ഓർത്തഡോക്സ് സഭയോ യാക്കോബായ സഭയോ മാർത്തോമ സഭയോ CSI സഭയോ പെന്തക്കോസ്ത് സഭകളോ ഇതൊന്നും അല്ല. ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് ഒരു ഐഹികമായ കാര്യം പോലുമല്ല. കർത്താവ് ദിനംപ്രതി സഭയിലേക്ക് ആളുകളെ ചേർത്തു എന്നാണ് പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക് ചേർക്കണാരും കർത്താവ് പറഞ്ഞിട്ടില്ല. അപ്പൊ ക്രൈസ്തവ സഭ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ്, അതൊരു കോൺസെപ്ച്വൽ ആണ്, അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയെ കുറിക്കുന്ന പദമല്ലത്. ഈ ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് ക്രിസ്തു എന്ന മൂലക്കല്ലും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലും നമ്മൾ വിശ്വാസികളായിട്ടുള്ള ഓരോരുത്തരും കല്ലുകളായി പണിയപ്പെടുന്ന ഒരു മന്ദിരത്തോടാണ് ക്രൈസ്തവ സഭയെ ഉപമിക്കുന്നത്. അതായത് അതിന്റെ അടിസ്ഥാനം ക്രിസ്തു എന്ന മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളുമാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട ഒന്നിനെയാണ് ക്രൈസ്തവ സഭ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ഉപദേശം, മൂലക്കല്ലായ ക്രിസ്തുവിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ നീ നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കണം. ഉദാഹരണത്തിന് നല്ല സമരിയക്കാരന്റെ കഥയിൽ യേശു ക്രിസ്തുവിനോട് ഒരാൾ ചോദിക്കും, യേശു പറയും നീ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. അപ്പൊ ഇയാൾ ചോദിക്കും, കൂട്ടുകാരനെ സ്നേഹിക്കുന്ന വലിയ കാര്യമില്ല. അപ്പോൾ ആരാണ് ശരിക്കും കൂട്ടുകാരൻ? താങ്കൾ ഈ കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ ആരാണെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ യേശു പറയുന്ന കഥയാണ് ദ വേൾഡ് ഫേമസ് ഗുഡ് സമരിറ്റൻ, നല്ല ശമരിയക്കാരന്റെ കഥ. അതിനകത്ത് യേശു പറയുന്ന ഒരാള് ഒരു യാത്ര പോകുന്നു, യെരുസലേമിൽ നിന്ന് എരിഹോവിലേക്ക് ഒരു യാത്ര പോകുന്നു. ആ വഴിയിൽ വെച്ച് കള്ളന്മാർ അദ്ദേഹത്തെ ആക്രമിക്കുന്നു, ഉള്ളതെല്ലാം തട്ടിയെടുത്ത് അദ്ദേഹത്തെ അടിച്ച് മൃതപ്രായനാക്കിയിട്ട് ഇട്ടിട്ട് പോകുന്നു. ഒരു പുരോഹിതൻ വരും, ഈ പുരോഹിതന്മാർക്ക് ശവത്തോട് അടുക്കാൻ പാടില്ല, അതുകൊണ്ട് വിട്ടിച്ചു പോകും. ഒരു പരീക്ഷ വരും, പണ്ഡിതന്മാർ വരും, അവർക്ക് അടുക്കാൻ പാടില്ല, വിട്ടിച്ചു പോകും. അവസാനം ഒരു ശമരിയക്കാരൻ വരും. ശമരിയക്കാരൻ ഏറ്റവും അധസ്ഥിതനാണ്. യഹൂദന്മാര് ഏറ്റവും അധസ്ഥിതരായിട്ട് കാണപ്പെടുന്ന ഒരു വംശമാണ് ശമരിയച്ച്. അപ്പൊ ശമരിയക്കാരൻ വരും. അപ്പൊ ശമരിയക്കാരൻ വരാൻ നേരത്ത് ശമരിയക്കാരൻ എന്ത് ചോദിച്ചാൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് ഒരു സത്രത്തിലാക്കി സത്രക്കാരന് പൈസയും കൊടുത്തിട്ട് പറയും ഇദ്ദേഹത്തിന്റെ ചെലവ് ഇനി ബാലൻസ് എന്തെങ്കിലും ചെലവ് വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് പോകും. ഇതാണ് നല്ല ശമരിയക്കാരന്റെ കഥ. യേശുക്രിസ്തുവാണ് ശമരിയക്കാരനായിട്ട് സ്വയം വിവക്ഷിക്കുന്നത്. അതായത് ശമരിയക്കാരൻ എന്നൊരു അധസ്ഥിതനായിട്ടാണ് യേശുക്രിസ്തു സ്വയം പ്രസന്റ് ചെയ്തത് പോലും. താൻ ഒരു അധസ്ഥിതനായ ശമരിയക്കാരനാണ് തന്റെ ഒരു സിമ്പിളായിട്ട് യേശുക്രിസ്തു പോലും എടുത്ത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു പറഞ്ഞു ഇതായിരിക്കണം കൂട്ടുകാരൻ. അതായത് ശമരിയക്കാരൻ ഒരു പരിചയമില്ലാത്ത ഒരുത്തനെ സ്വന്തം സുഹൃത്തായി കണ്ടുകൊണ്ട് അവനെ സ്നേഹിച്ചു. അങ്ങനെ ആവശ്യമുള്ളവനെല്ലാം കൂട്ടുകാരാണ്, അല്ലാതെ നമ്മുടെ സുഹൃത്ത് ബലത്തിൽപ്പെട്ടവർ മാത്രമല്ല എന്ന് കാണിക്കാൻ വേണ്ടി യേശുക്രിസ്തു പറഞ്ഞൊരു കഥയാണ്. അപ്പൊ ഇത്രത്തോളം ഏറ്റവും മൗലികമായ ആദർശങ്ങൾ പഠിപ്പിച്ച ഒരു ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സഭാ സമൂഹമാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്രോസിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യം ചോദിക്കുന്നത് ക്രിസ്തു തന്നെയായിരിക്കും. കാര്യം അവൻ ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായ, ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വിരുദ്ധമായ കാര്യമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ദൈവം തന്നെയായിരിക്കും ഏറ്റവും അധികം ശിക്ഷ നേരിട്ട് തന്നെ കൊടുക്കുന്നത്. കാര്യം എപ്പോഴും ബൈബിൾ പറയുന്നത് ക്രിസ്ത്യാനികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ശിക്ഷ എന്നാണ് ബൈബിൾ പറയുന്നത്. കാര്യം ക്രിസ്ത്യാനികൾ തെറ്റ് ചെയ്താൽ ഡബിൾ ശിക്ഷ എന്ന കാര്യം എല്ലാം അറിഞ്ഞിട്ട് ചെയ്യുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടം കൂടുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം അട്രോസിറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ അത് അപലപിച്ചിട്ടുണ്ട്. അങ്ങനെ അപലപിക്കണം. ആര് ചെയ്തിട്ടുണ്ടെങ്കിലും തെളിവ് സഹിതം ആര് ചെയ്തതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള ഇത്തരം ക്രൂരതകളാണെങ്കിൽ, മാനവിക വിരുദ്ധമാണെങ്കിൽ അതിനെ അപലപിക്കേ മതിയാകത്തുള്ളൂ. അതിനെ അപലപിക്കാൻ ഏതു സമയത്തും ക്രൈസ്തവരെ തയ്യാറ് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും വ്യക്തികൾ ചെയ്തത് ഒരു സഭയുമായിട്ട് കൂട്ടിക്കൊടുക്കാൻ പാടില്ല. മുസ്ലിങ്ങൾ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ സഭയുമായിട്ട്, ഇപ്പോ ഒരു മുസ്ലിം ഒരു അയൽക്കാരന്റെ വഴക്കുണ്ട്, അവന്റെ ഒരു കത്തി കുത്തി അവനെ കൊന്നു, അത് ഇസ്ലാമിക ഭീകരതയൊന്നുമല്ല, അത് അയൽ പ്രശ്നമാണ്. എന്നാൽ ഇസ്ലാമിക പ്രമാണം അനുസരിച്ചുകൊണ്ട് ഒരു പരിചയമില്ലാത്ത കുറെ ആളുകളെ കയറി വെടിവെച്ച് കൊന്നാൽ, ഒരു ഭീകരാക്രമണം നടത്തിയാൽ അതിന് ഇസ്ലാമിക ഭീകരത. അവിടുത്തെ കുറ്റക്കാരൻ ആ മതം പഠിപ്പിച്ച പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാമിൽ അന്യമതസ്ഥരെ കൊല്ലുന്നവർക്ക് റിവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ കീഴടക്കുന്നവർക്ക് റിവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസം പറയുന്നത് നിന്റെ ശത്രുവിനെ പോലും നീ സ്നേഹിക്കണമെന്നാണ്. അതിന് വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവർ ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ ചോദിച്ചിട്ടെ. ഓക്കെ, അടുത്തത് മിസ് വൺ ആണ്. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്. കമ്മ്യൂണിസം ഉണ്ട്, അതുപോലെ തന്നെ വളരെ തീവ്രമായിട്ടുള്ള ജിഹാദി ഐഡിയോളജിയായ SDP അവരൊരു നെക്സസ് ആയിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കണമായിട്ട് എനിക്ക് തോന്നുന്നത്.
എൻ്റെ ചോദ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു ലെഫ്റ്റ് ലീനിങ് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തോട് ലീനിങ് ആയ എക്സ് മുസ്ലിംസ് ഒരു ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് ഒക്കെ വരുമ്പോൾ ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ബ്രദറെ, ഇവിടെ കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു സോഷ്യൽ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു തിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, അത് അന്ത്യകാലത്തെ പ്രവചനങ്ങളുടെ ഭാഗമാണ്. ഈ ഒരു ജയൻ ശക്തിയും ഇത്തരത്തിലുള്ള ഇസ്ലാമിക ശക്തികളുമായിട്ടുള്ള കണക്ഷൻ ഒരു എസ്കറ്റോളജിക്കൽ വിഷയമാണ്. തിയോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ അത് വിട്, നമ്മുടെ സാമൂഹികമായിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഡയറക്റ്റ് കണക്ഷൻ യാതൊരു സാധ്യതയില്ല. ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക പീഡനം ഇന്നത്തെ കാലത്ത് നടത്തുന്നത് ചൈനയാണ്. ഉയ്ഗൂർ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ട് ചൈനയാണ് നടത്തുന്നത്. ആ ചൈനയുമായിട്ടാണ് താലിബാന്റെ നമ്പർ 1 സൗഹൃദം. എനിക്ക് തോന്നുന്നത് താലിബാനിൽ എംബസി വരുന്നുണ്ടോ തോന്നുന്നു ഇപ്പൊ ചൈനക്ക്. അപ്പൊ അത്രത്തോളം ശക്തമായ ഒരു സുഹൃത്ബന്ധമാണ് ചൈനയും താലിബാനും ഈ ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാനടക്കം. ചൈനയും പാകിസ്ഥാനും ഭായിയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഈ പറയുന്ന അലയൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ഈ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു എന്നുള്ളത് ഫാക്റ്റാണ്. എന്നിട്ട് പോലും അവരിത് ചെയ്യുന്നു. അതൊരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കൊണ്ടുണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഒരു പ്രത്യയശാസ്ത്രപരമായ ബന്ധമല്ല ഇസ്ലാമും കമ്മ്യൂണിസവും തമ്മിൽ ഉണ്ടാകുന്നത്, ഒരു പ്രത്യയശാസ്ത്ര ബന്ധമല്ല. എന്നാൽ മറ്റു പല ഫാക്ടറുമാണ്. മുസ്ലിങ്ങളെ കൊന്നിട്ട് പോലും കമ്മ്യൂണിസ്റ്റുകളെ മുസ്ലിങ്ങൾ സഹായിക്കുന്നു എന്ന് പറയുന്നത് അത് മറ്റു തരത്തിലുള്ള ഒരു കൂടുതൽ ഹയർ എൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫറ്റിക്കൽ ആയിട്ടുള്ള ബന്ധമായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. പിന്നെ കേരളത്തില് വാളെടുത്തവും വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെയാണ്. തോന്നണമൊക്കെ സദാചാരവാദിയും മതേതരവാദിയുമാണെങ്കിൽ മുസ്ലിങ്ങളെ സഹായിച്ചാലേ അവനെ മാധ്യമങ്ങള് ഒരു സദാചാരവാദിയും മതേതരവാദിയുമാക്കി പ്രസന്റ് ചെയ്യത്തുള്ളൂ. അതായത് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് കേരളത്തിലെ മതേതരവാദി. മതത്തിൽ ഭക്ഷണം കലർത്തുന്ന മുസ്ലിം മതേതരൻ, അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മതേതരൻ. നിങ്ങൾ മതത്തിൽ ഭക്ഷണം കലർത്തണമെന്ന് പറയുന്ന ഞാനൊക്കെ ഒന്നതരം വർഗീയവാദിയായിട്ട് പ്രസന്റ് ചെയ്യും. ഇതാണ് കേരളത്തിലെ ഒരു സിറ്റുവേഷൻ. അതായത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതഭക്ഷണം മാത്രം വിളമ്പുന്ന ഹലാൽ സിസ്റ്റത്തെ അനുകൂലിക്കുകയും അത് തെറ്റാണ്, ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് മതേതരമല്ലാതെ തെറ്റാണത് വർഗീയതയാണെന്ന് പറയുന്ന ആളുകളെ നീയൊക്കെ മതഭീകരത ഉണ്ടാക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ഭീകരന്മാരാക്കുകയും ചെയ്യുന്ന, വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന, സംഖ്യകളാക്കി ചിത്രീകരിക്കുന്ന, ക്രിസംഖ്യകളാക്കി ചിത്രീകരിക്കുന്ന ഒരു ദുഷിച്ച വ്യവസ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിന്റെ ഭാഗമായിട്ട് മതേതര പട്ടം കിട്ടാൻ വേണ്ടി, നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഓരോരുത്തന്മാർ കാണിക്കുന്ന ഉമ്മാക്കികളും ഈ പറയുന്ന എന്താ പറയാ പ്രച്ഛന്ന വേഷ മത്സരവുമാണ് നമ്മൾ നാട്ടിൽ കാണുന്ന ഓരോരുത്തരുടെ ഒരു എന്താ പറയാ ഒരു സോഷ്യൽ ലിബറൽ ആയിട്ടങ്ങ് നിന്ന് ഈ യുക്തിവാദികളും ടീമുകളൊക്കെ മതേതര പട്ടം വിട്ടാൻ കാണിക്കുന്ന ഓരോ ഉടായ്പകളാണ്. അല്ലാത്തവരെല്ലാം സംഖ്യയാക്കും. രവീന്ദ്രൻ സംഖ്യ, അങ്ങനെ ഓരോരുത്തരെയും പിടിച്ച് സംഖ്യയാക്കും. സെബാസ് ഞാൻ വരെ ഇപ്പൊ സംഖ്യ, ഒന്നാം കോൺഗ്രസ് അല്ല, ഞാൻ വരെ ഇപ്പൊ സംഖ്യ. അതാണ് ഇവിടുത്തെ അവസ്ഥ. കാര്യം മുസ്ലിങ്ങളെ പറഞ്ഞാൽ അവൻ സംഖ്യ, കാര്യം അവൻ മതേതരനല്ല, അവൻ വർഗീയ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതൊരു കണ്ണ് പൊട്ടന് പോലും മനസ്സിലാക്കാം ഒരു മുസ്ലിം നടത്തുന്ന ഹോട്ടലിൽ ഇസ്ലാമിക മതഭക്ഷണം മാത്രമേ വിളമ്പുള്ളൂ എന്ന് വാശി പിടിക്കുന്നു. അത് വർഗീയതയല്ലേ? അതിപ്പരം വർഗീയത എന്താ ഉള്ളത്? നിങ്ങൾ നടത്തുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ മതത്തിന്റെ ഭക്ഷണം മാത്രമേ വിളമ്പുള്ളൂ, അതിന്റെ പേര് പബ്ലിക് ഹോട്ടൽ. അതാണ് പ്രശ്നം. അത് വർഗീയതയാണ്. അത്തരം വർഗീയതയെ മുളയിലേ നുള്ളണം എന്ന് പറയുന്നവരെല്ലാം അപ്പൊ മതേതര പട്ടം കിട്ടാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുക തത്രപ്പാടാണ്, ലൈം ലൈറ്റിൽ വരാനുള്ള ഒരു തത്രപ്പാടാണ് ഇത്തരത്തിലുള്ള നാട്ടിലെ കപട മതേതരവാദികൾക്ക്. വർഗീയതയെ തുണച്ചുകൊണ്ടും വർഗീയതയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും മതേതരം എന്ന പേര് സ്യൂഡോ എന്താ പറയാ ഒരു സ്യൂഡോ ലിബറൽ എന്നേ നമുക്ക് അതിനെ വിളിക്കാം, സ്യൂഡോ സെക്കുലർ, ഒരു കപട മതേതരവാദി, ഇതേ നമുക്ക് അവരെ വിളിക്കാൻ സാധിക്കും. താങ്ക് യു ബ്രദർ. മിഥുൻ, അടുത്ത താങ്കളുടെ അവസരമാണ്. മനുചേട്ടാ കേൾക്കാമോ? കേൾക്കാം. കുറച്ചും കൂടി ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ. ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിക്കോളൂ. ഹലോ, മിഥുൻ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം, ക്ലിയർ ആണ്. ചോദിച്ചു. എന്റെ ചോദ്യം ഇതാണ്. ഈ സംഘി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ അല്ലെങ്കിൽ RSS ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ RSS കേരളത്തില് പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തനം നടത്തി പോരുന്ന ഒരു സംഘടനയാണ്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തനം നടത്തുമ്പോഴും RSSല് ക്രിസ്ത്യൻ സമൂഹവും അല്ലെങ്കിൽ RSS ക്രിസ്ത്യൻ സമൂഹമായിട്ടോ ഒരു അകൽച്ച നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഈ അകൽച്ചയുടെ കാരണം ഒന്നില്ലെങ്കിൽ ഒരു പരസ്പര വിശ്വാസ ഇല്ലായ്മ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായമായ ഒരു എതിർപ്പ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോ ഒരു ക്രിസ്ത്യൻ സമൂഹം എങ്ങനെയാണ് RSSനെ നോക്കിക്കാണുന്നത്? സെബാസ്റ്റ്യൻ സാറിന്റെ അഭിപ്രായത്തിൽ വിമർശനാത്മകമായിട്ട് എങ്ങനെ RSSനെ നോക്കിക്കാണുന്നെന്നാണ്, അത് ആത്മാർത്ഥമായിട്ട് എങ്ങനെ നോക്കിക്കാണുന്നെന്നാണ് അറിയാൻ ഉള്ളത്. താങ്ക് യു.
ഒരു ന്യൂട്രൽ മൈൻഡിൽ പറയുകയാണെങ്കിൽ ഞാൻ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ ന്യൂട്രൽ മൈൻഡിൽ പറയുകയാണെങ്കിൽ വി ഡോണ്ട് ട്രസ്റ്റ്. ആ ട്രസ്റ്റ് ആണ് ഇല്ലാത്തത്. ഒരു RSS എന്ന് പറയുന്ന സംഘടനയെ ക്രൈസ്തവർ, ഇപ്പൊ എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല ടൈം, ഞാൻ ഒരു പൊതുബോധമാണ് ഞാൻ പറയുന്നത്, ട്രസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് സത്യം. അതിന്റെ പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് പറയുന്നത് ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതകം. ബജ്റംഗ് ദൾ പ്രവർത്തകനാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നത്. ഗ്രഹാം സ്റ്റെയിൻസ് അവിടെ മതപരിവർത്തനം നടത്തിയിരുന്നില്ല എന്ന് പോലും തെളിയിക്കപ്പെട്ടു. പിന്നെ ആശയപരമായ മതപ്രചരണം, അത് ഇന്ത്യ മഹാരാജ്യത്ത് നിയമം മൂലം നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു അവകാശമാണ്. ആശയപരമായ മതപ്രചരണം. അതിന് മറുപടിയായിട്ട് സംഘബലം ഉപയോഗിക്കുമ്പോൾ, സംഘപരിവാറിന്റെ ബലമല്ല, കൂട്ടബലം, ഗ്രൂപ്പ് സ്ട്രെങ്ത് ഉപയോഗിക്കുമ്പോൾ, ഒരു മോബ് സ്ട്രെങ്ത് ഉപയോഗിക്കുമ്പോൾ അതിനിരയാകുന്ന കമ്മ്യൂണിറ്റിയുടെ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അതിനിരയാകുന്ന കമ്മ്യൂണിറ്റിയുടെ മറ്റു ഭാഗങ്ങളിലുള്ളവര് അതിനോടൊരു വിരോധം തോന്നുക സർവ്വസാധാരണമാണ്. അപ്പൊ ബജ്റംഗ് ദൾ പ്രവർത്തകരടക്കമുള്ളവര് നോർത്ത് ഇന്ത്യ മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങളുടെ മേൽ പലപ്പോഴും, ഇന്നും ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപക്ഷെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു, അതിന് മുന്നത്തെ പത്രങ്ങളിലുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ നോർത്ത് ഇന്ത്യ മുതൽ ഇങ്ങോട്ടുള്ള പത്രങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു ദിവസം ഒരു കേസെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പലതും ലോക്കൽ വൈസുള്ള കേസാണ്. ഒരു കാര്യം പറഞ്ഞാൽ കൊലപാതകങ്ങൾ വളരെ റെയറാണ്. ഗ്രഹാം സ്റ്റെയിൻസിനെ പോലുള്ള അതിനു മുന്നേ വേറൊരു ഫാദറിനെ, അവിടെ തന്നെ ഒരു ഫാദറിനെ കൂടെ ഇല്ലാതാക്കിയെന്നാണ് എൻ്റെ ഓർമ്മ. അരുൾദാസോ അങ്ങനെ എന്തോ പറയുന്ന ഫാദർ അരുൾദാസ് എന്നാണ് എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഇതുപോലുള്ള പീഡനങ്ങള് സംഘപരിവാർ സംഘടനകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക, ആശയപ്രചരണം എപ്പോഴും ഒരു സ്ഥലത്ത് പോലും ക്രൈസ്തവര് ബലം പ്രയോഗിച്ച് മതം മാറ്റിയതായിട്ട് ഒരു സംഘപരിവാർ പ്രവർത്തകനും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കത്തില്ല. ബലപ്രയോഗത്തിലൂടെ ക്രൈസ്തവർ മതം മാറ്റിയിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പലപ്പോഴും ഉന്നയിക്കുന്ന ആരോപണം അവർക്ക് സഹായങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് പാൽപ്പൊടി കൊടുത്തു. ഇപ്പൊ ഓബ്ദുള്ളയൊക്കെ പറയുന്ന പോലെ പാൽപ്പൊടിയും അരിയും കൊടുത്തിട്ടാണ് നിങ്ങളൊക്കെ മതം മാറ്റിയിട്ടുള്ളത്. ഞാനപ്പോ പുള്ളിയോട് തിരിച്ചു പറഞ്ഞു, ഓക്കെ, ഞാൻ 2 ചാക്ക് അരിയും ഒരു 2 ചാക്ക് പാൽപ്പൊടി ഇപ്പൊ താങ്കളുടെ വീട്ടിൽ ഇറക്കി തരാം, താങ്കളൊന്ന് മതം മാറുമെന്ന് ചോദിച്ചു. അത് പറ്റിയില്ല. അപ്പൊ അതുപോലെ പല ആളുകളെയും സഹായിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഭകളുടെ ഒരു പ്രത്യേകതയാണ്, അവരുടെ ദൈവം കൊടുത്തിട്ടുള്ള നിർദ്ദേശമാണ്, ഇപ്പൊ പറഞ്ഞ ഒരു നല്ല സമരിയാക്കാരനെ പോലെ ആവശ്യത്തിലുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് ആരാണെങ്കിലും, ഏത് ക്രൈസ്തവനാണെങ്കിലും അത് മതവും ജാതിയും നോക്കാതെ സഹായിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ കടമയാണ്. എന്നാൽ അത്തരത്തിലുള്ള സഹായങ്ങൾ ക്രൈസ്തവ സഭകൾ ചെയ്യും. പല ആളുകളും ഒരുപക്ഷെ സഹായത്തിൽ ആകൃഷ്ടരായിട്ട് ക്രൈസ്തവ സഭയിലേക്ക് വന്നിട്ടുള്ള ഒത്തിരി ആളുകൾ ഉണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. സഹായത്തിൽ. പക്ഷെ ഒരു കാലത്തും ചില പഴയ കാലത്തോളം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കറന്റ് കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ബലം പ്രയോഗിച്ച് ആരെയെങ്കിലും മതം മാറ്റിയായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ബലം പ്രയോഗിച്ച് ബ്രിട്ടീഷുകാർ മതം മാറ്റാനായിരുന്നെങ്കിൽ ക്രൈസ്തവരുടെ ശതമാനം ഇത്രയും ചെറിയ ശതമാനത്തിൽ ഒതുങ്ങിയാൽ പോരാ. കാരണം ബ്രിട്ടീഷുകാർ നൂറ്റാണ്ടുകളിൽ ഇന്ത്യ ഭരിച്ചതാണ്. അപ്പൊ ബലം പ്രയോഗിച്ച് ഈ പറയുന്ന ക്രൈസ്തവര് മതം മാറ്റുന്ന ഒരു കറണ്ട് സാഹചര്യം നിലവിലില്ല. എന്നാൽ ഈ മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സംഘപരിവാർ ശക്തികൾ അവർ ചെയ്യുന്നത് ബലം പ്രയോഗിച്ചാണ് അതിനെ തടയുന്നത്. അപ്പൊ അതിന്റെ ഒരു റിപ്പൾഷൻ ക്രൈസ്തവര് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ അത്തരം സംഘടനകളോട് ഉണ്ടാവും. കേരളത്തിലെ RSSകാർ അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷെ ആ സംഘപരിവാർ സംഘടന ഒരു ബ്രോഡ് സ്പെക്ട്രമാണ്. ആ സ്പെക്ട്രത്തിനകത്ത് തീവ്ര മനോഭാവമുള്ളവർ മുതൽ മോഡറേറ്റ് മനോഭാവമുള്ള സംഘടനകൾ വരെ സംഘപരിവാരം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ള ഒരു പ്രത്യേകത, ഈ ഒരു കൂടിയ ആള് ചെയ്താലും കുറഞ്ഞ ആള് ചെയ്താലും എല്ലാവർക്കുമാണ് അതിന്റെ ചീത്തപ്പേര് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു ട്രസ്റ്റിന്റെ വിഷയം കേരളത്തിൽ RSSനോടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതുപോലും മാറുന്ന രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാലങ്ങൾ മാറി വരുന്നുണ്ട്. പല RSS പ്രവർത്തകരും നേതാക്കന്മാരും ഇത്തരത്തിലുള്ള മിസ്ട്രസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടെ ഒരു ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അപ്പോഴും പ്രശ്നം വരും. നേതൃത്വം എന്ന് പറയുന്ന ഒരു സംഭവം പലപ്പോഴും മീഡിയ കുറെ ഹൈലൈറ്റ് ചെയ്ത് കോമാളിയാക്കാറുണ്ട്, ഇല്ലെന്നല്ല. പലപ്പോഴും BJP സംഘപരിവാർ നേതൃത്വങ്ങളെ മലയാളം മീഡിയ ഒരു കാർട്ടൂൺ കഥാപാത്രമായിട്ടാണ് അവരെപ്പോഴും ചിത്രീകരിക്കാറ്. യാഥാർത്ഥ്യമാണത്. അങ്ങനെയാണ് അവർ ചിത്രീകരിക്കുന്നത്. അവർ ചിത്രീകരിക്കുന്ന യാഥാർത്ഥ്യമാണെന്നല്ല, അവരെ അങ്ങനെ ചിത്രീകരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കേരള പൊതുസമൂഹത്തിന്റെ പൊതുബോധത്തിനകത്ത് ഇപ്പൊ ശ്രീമാൻ കുമ്മനം രാജശേഖരനാണെങ്കിലും ശരി, അതുപോലെ തന്നെ ശ്രീമാൻ ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി K. സുരേന്ദ്രനാണെങ്കിലും ശരി, പലപ്പോഴും ഇവരെയെല്ലാം ഒരു കോമഡി കഥാപാത്രമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു മാധ്യമ ലോകമാണ് നമ്മുടെ ഇടയിലുള്ളത്. അതിന്റെ പരിണിതഫലം ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കുമ്മോജി ഇടുക എന്ന് പറയുന്ന ഒരു കോമഡി പോലും ഇവരുണ്ടാക്കി വെച്ചത് എന്തോ ചെയ്ത് പ്രധാനമന്ത്രി വന്നപ്പോ ഈ കേരളത്തിലെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു പ്രമുഖനായ കുമ്മനം രാജശേഖരൻ സാറ് ആ മെട്രോയിൽ ഒന്ന് കയറി. അതിന്റെ പേരിൽ, ആ ഒരൊറ്റ ആക്ടിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ പ്രകടനമാണ് ആളുകൾ ഉണ്ടാക്കി വെച്ചതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻഡ് അജണ്ട അതിന്റെ പുറകിലുണ്ട്. അത് വേറെ കാര്യം. ഇതെല്ലാം പൊതുബോധത്തെ സ്വാധീനിക്കുന്നുണ്ട്.
അത്തരം പൊതുബോധത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾക്ക് തടയിടാനോ അതിന് കൃത്യമായ രീതിയിൽ സോഷ്യൽ മീഡിയയും അതുപോലുള്ള ജനങ്ങളുടെ മീഡിയയും ഉപയോഗിച്ച് അതിലേക്ക് ഇറങ്ങാനോ തക്കതായിട്ടുള്ള ഒരു ശ്രമം സംഘപരിവാർ മേഖലയിൽ നിന്ന് കാണുന്നുമില്ല. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ക്രൈസ്തവർക്ക് സംഘപരിവാരത്തോട് അകലമുള്ളത്. അതിൽ പ്രധാന കാരണം ക്രൈസ്തവ പെർസിക്യൂഷൻ തന്നെയാണ്. താങ്ക് യു ബ്രദർ. അതുമായിട്ട് താങ്കളുടെ അനുവാദത്തോടുകൂടി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു, ഒരു മറുവശം, താങ്കളുടെ അനുവാദത്തോടെ. ഓക്കെ, ഇത് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ഒരു അവിശ്വാസം നിലനിൽക്കുന്നു എന്നുള്ളത് ടീച്ചർ സാർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും പറയുമായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ എന്താണ് കുഴപ്പം ഈ ഒരു മിസ്ട്രസ്റ്റ് നിലനിൽക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീഡിയ പ്രൊജക്ട് ചെയ്യുന്ന പല ന്യൂസുകളുമുണ്ട്, സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നില്ല എന്നല്ല. ബ്രദർ സൂചിച്ച പോലെ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഉൾപ്പെടെയുള്ള ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ RSS സംഘടനകളുടെ ഭാഗത്ത് നിന്നുള്ള കുറ്റമാണോ, ക്രിസ്ത്യാനികളുടെ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള കുറ്റമാണോ ഈ ഒരു അടുപ്പമോ മിസ്ട്രസ്റ്റോ, അടുപ്പമുണ്ടാകാത്തതോ അല്ലെങ്കിൽ അവിശ്വാസം മാറാത്തതോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാരിയുടെ കുറ്റവുമുണ്ട്, തടിയുടെ കുറവുമുണ്ട് എന്ന് പറഞ്ഞ പോലെ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്നും അതിനുള്ള ഒരു ശ്രമത്തിന് കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ദാരാ സിംഗ് എന്ന് പറയുന്നയാൾ ബജ്രംഗ് ദൾ പ്രവർത്തകനായിരുന്നു എന്ന് നിഷേധിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിനെ പിടിച്ചകത്തിട്ടു. എന്നാൽ മീഡിയ ഇവിടെ പ്രചരിപ്പിക്കാത്ത മറുതലവും ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇതേ സംഭവമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സൂചിപ്പിക്കാം. ദാരാ സിംഗിന്റെ ഒരു സഹ കുറ്റവാളി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല. ഒരുപാട് കാലം 20 കൊല്ലത്തോളം ഒളിവിലായിരുന്നു. അറസ്റ്റ് ചെയ്തത് ആസാമിൽ BJP ഗവൺമെന്റ് വന്നതിന് ശേഷവും നരേന്ദ്രമോദി വന്നതിന് ശേഷവുമാണ് കേന്ദ്രത്തിൽ. ഈ ഇടയ്ക്ക് 2019 അദ്ദേഹത്തെ അയാളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയത്. ശരിയാണ്, ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, നേതാക്കൾ അത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ മാറ്റാനുള്ള ശ്രമങ്ങളെയും ഒരു അവിശ്വാസം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെയും രണ്ട് ഭാഗത്തു നിന്നുണ്ടായാലും ഒന്നെങ്കിൽ അതിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കുക എന്നുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകുന്നത്. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ബ്രദർ ഒന്ന് കൂട്ടിച്ചേർത്തേ എന്നുള്ളൂ. താങ്കൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ എതിർക്കണമെങ്കിലോ എതിർക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞ സംഭവങ്ങൾ ബ്രദറെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ക്രൈസ്തവരുടെ ട്രസ്റ്റ് വേണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാര്യം കേരളത്തിൽ ക്രൈസ്തവരുടെ ഒരു ട്രസ്റ്റ്, അതായത് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ RSSും സംഘപരിവാരവും ഒരു BJP, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ജെൻസി ബിനോയ്, ഷീ ഈസ് നോട്ട് എ ഹിന്ദു, അവർ ഒരു ഹിന്ദു സ്ത്രീയല്ല, അവർ ക്രിസ്ത്യൻ സ്ത്രീയാണ്. പക്ഷെ അവര് സംഘപരിവാരത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതൊരു BJPയും സംഘപരിവാരവും ഹിന്ദുത്വ അജണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് ഹൈന്ദവ മതത്തിന്റെ സംഘടനകളായിട്ട് പ്രൊജക്ട് ചെയ്യപ്പെടുകയും എന്നാൽ ഹൈന്ദവ മതത്തിന്റെ സംഘടനയായിട്ട് അംഗീകരിക്കുന്നുമില്ല എന്നുള്ളത് മറി യാഥാർത്ഥ്യം. എന്നാൽ മറ്റുള്ള മതങ്ങളുടെ മുന്നിൽ ഹൈന്ദവ സംഘടനയായിട്ട് പ്രൊജക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ പ്രൊജക്ഷൻ ഇല്ലാതാക്കേണ്ടത് RSSന്റെ ചുമതലയാണ്, അല്ലാതെ ഒരിക്കലും ആ പ്രൊജക്ഷൻ മറ്റുള്ളവർക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എന്നോട് ചോദിച്ച ഒരാൾ ഈ ചോദ്യം എന്നോട് വേറൊരു RSSന്റെ നേതാവ് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ മറുപടി, ഇപ്പൊ നിങ്ങൾക്ക് പുള്ളി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പെർസിക്യൂഷൻ നടക്കുന്നു, മാധ്യമ വാർത്തയാകുന്നു, ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു ദൗത്യ സംഘം പോവുക, അവിടെ ചെല്ലുക, എന്താണ് യാഥാർത്ഥ്യം, ഒരു Facebook ലൈവ് തന്നെ ഇടുക. അവിടുത്തെ RSS നേതാക്കന്മാരുടെ കയ്യിൽ നിന്നാണ് അത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഒന്നുകിൽ ചിലപ്പോൾ മീഡിയയുടെ ഫോൾസ് പ്രൊജക്ഷൻ ആയിരിക്കാം, അത് ചൂണ്ടിക്കാണിക്കുക, അല്ല വിക്ടിംസുമായിട്ട് സംസാരിക്കുക, അത് ചൂണ്ടിക്കാണിക്കുക. അതല്ലെങ്കിൽ അവിടുത്തെ RSS നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് തെറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ RSS നേതാക്കന്മാരോട് സംസാരിക്കുക, ഈ ക്രൈസ്തവർക്കും RSS നേതാക്കന്മാർക്കും ഇടയിൽ ഒരു മീഡിയേഷൻ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അത് Facebook ലൈവായിട്ട് അങ്ങ് വിടുക. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് ആ റിയൽ തിങ് ക്രൈസ്തവരുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കും. ആ ട്രസ്റ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇപ്പൊ ഒരു ഈ പറയുന്ന ഈ നാർക്കോട്ടിക് ജിഹാദ് പ്രശ്നം ഉണ്ടായി, RSSകാരെല്ലാം കൂടെ അവിടെ വന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്രൈസ്തവരുടെ മനസ്സ് മാറത്തില്ല. ഇത് ഒരു വിവാദത്തിലൂടെ ഉണ്ടാകേണ്ട ഒരു ബന്ധമല്ല. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ ഒരു ആദർശത്തോടോ ഒരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു ദിവസം ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അംഗീകരിക്കുകയല്ല. ഇതിനൊരു കാലങ്ങൾ നീണ്ടൊരു ബിൽഡപ്പാണ്, ഒരു ട്രസ്റ്റ് ബിൽഡപ്പാണ് ഇവിടെ വേണ്ടത്. അതാണ് RSSന് കാലങ്ങളായിട്ട് ഇല്ലാത്തതും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ശ്രമം ഇരുഭാഗത്തുനിന്നും വേണം, എല്ലാ ഭാഗത്തുനിന്നും വേണം അത്തരത്തിലുള്ള ശ്രമങ്ങൾ. കാര്യം RSS എന്ന് പറയുന്ന സംഘടന പലപ്പോഴും പലരും എന്നോട് ചോദിച്ചു, RSS ശൂലം കയറ്റി പിളർന്നിട്ടില്ലേ, പിന്നെ താലിബാനും RSS തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാൻ ചോദിച്ചു, ഒരൊറ്റ വ്യത്യാസം ഞാൻ ഒറ്റ നോട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാം. താലിബാൻ അഫ്ഗാനിസ്ഥാനെ കീഴടക്കിയ അന്ന് രാത്രി പ്രഖ്യാപിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന്. എന്നാൽ RSS 10 വർഷത്തോളമായി ഇന്ത്യയിൽ ഭരിക്കുന്നു. അതിൽ ഇപ്പോഴത്തെ ലാസ്റ്റ് റിസൾട്ട് പറഞ്ഞ മുഴുവൻ 3 നൂറ്റാണ്ട് ഭൂരിപക്ഷത്തിൽ, അതായത് ഭരണഘടന തിരുത്താൻ കഴിയുന്ന, ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കി ഭരണഘടന തിരുത്താൻ കഴിയുന്ന
പാർലമെന്ററി കപ്പാസിറ്റിയോടുകൂടിയാണ് ഇപ്പോൾ RSSും BJPയും ഭരിക്കുന്നത്. എന്നിട്ട് പോലും ഇത്ര വർഷമായിട്ട് പോലും ഭരണഘടന തിരുത്തി വേണേൽ മാറ്റാനുള്ള അതോറിറ്റി ഉണ്ടായിട്ട് പോലും അവരിതുവരെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് RSSനെ താലിബാനെ നമ്മൾ കമ്പയർ ചെയ്യാനുള്ള വകുപ്പൊന്നും ഇപ്പൊ വരെ നിലവിലില്ല. ഇനി അവരെങ്ങനെ ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാം എന്ന മറുപടിയാണ് ഞാൻ പറഞ്ഞുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇപ്പോൾ ഭരിച്ചു കാണിക്കുന്ന പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റ് ബിൽഡപ്പിന്റെ എലമെന്റുകളുണ്ട്. പക്ഷെ അത് താഴെത്തട്ടിലെത്തണം. അല്ലാതെ നരേന്ദ്രമോദി അവിടെ നിന്നിട്ട് പ്രസംഗിച്ച് മേരെ പ്യാർ ദേശവാസി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ഉണ്ടാവത്തില്ല. ട്രസ്റ്റ് വരുത്തുന്ന നരേന്ദ്രമോദിയുമല്ല, ഇത് താഴെത്തട്ടിലെ പ്രവർത്തകരാണ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ടത്. അതിന് നിങ്ങൾ ശ്രമിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനുവേണ്ടി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എഗ്രീഡ് ബ്രദർ, താങ്ക് യു. അടുത്തയാളിലേക്ക് പോവാം. തേജ ലൈനുണ്ട്. തേജ, താങ്കളുടെ മൈക്കിന് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റൂ. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കേൾക്കാം, ചെറിയൊരു പതർച്ച ഉണ്ട്, എന്നാലും പെട്ടെന്ന് ചോദിച്ചോളൂ. ഓക്കെ. ബ്രദറെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ബൈബിളിനകത്ത് ഇപ്പൊ മാനവരാശിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് സാഹോദര്യം, സ്നേഹം തുടങ്ങിയ അതുപോലെ തന്നെ ഇപ്പൊ ഹിന്ദു പുരാണങ്ങളിലാണെങ്കിലും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെയുള്ള നല്ല ആശയങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഈ ഖുറാനകത്ത് മാനവരാശിക്ക് വേണ്ടി ഈ ആ ബുക്കിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്റെ ചോദ്യം. ഖുറാനില് അള്ളാനെയും മുഹമ്മദിനെയും സ്നേഹിക്കാൻ പറഞ്ഞിട്ടുള്ള, അതായത് ഖുറാനിൽ ഒരായത്ത് പോലും, ഞാൻ ടോപ്പ് ടു ബോട്ടം ഖുറാൻ വായിച്ചിട്ട് ഒരായത്തിൽ പോലും നിങ്ങൾ അമുസ്ലിങ്ങളെ, അതായത് നമ്മൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ മുസ്ലിങ്ങൾ അല്ലാത്തവരെ സ്നേഹിക്കണം എന്ന് ഒരായത്തിൽ പോലും ഖുറാനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഖുറാനകത്ത് പറഞ്ഞിട്ടുള്ള ആയത്തിൽ പറയുന്നത് ഇതാണ്: നിങ്ങൾ പരസ്പരം, അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യത്തിൽ കഴിയണം. എന്നാൽ മറ്റുള്ളവരുമായിട്ട്, മറ്റുള്ള ഇസ്ലാം അല്ലാത്ത ആളുകളാണെങ്കിൽ അവരോട് കാർക്കശ്യമത്തിൽ വേണം നിങ്ങൾ ഇടപെടാൻ എന്നാണ് ഖുറാനിൽ, മീൻസ് ഹദീസുകൾക്കകത്ത് പോലും ഉപദേശിക്കുന്നത്. ഇപ്പൊ ഖുറാനിൽ സൂറത്ത് അൽ മാഇദ 5-ാമത്തെ സൂറ 54-ാമത്തെ ആയത്തെടുത്താൽ, സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവരുമായ മറ്റൊരു ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരും. അതായത് ഒരു ടീം അള്ളാഹുവിന് വിട്ടു പോയി കഴിഞ്ഞാൽ വേറൊരു ടീമിന് അള്ളാഹു പകരം കൊണ്ടുവരും. അള്ളാഹു പകരം കൊണ്ടുവരുന്ന ആ ടീമിന്റെ പ്രത്യേകത എന്താ? അവർ വിശ്വാസികളോട് വിനയം കാണിക്കുന്നവരും, അതായത് മറ്റു മുസ്ലിങ്ങളോട് ആ വരുന്ന മുസ്ലിങ്ങൾ വിനയം കാണിക്കും. സത്യനിഷേധികളോട് പ്രതാപം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. ഈ പ്രതാപം എന്നുള്ള വാക്കിന് ഇവരുടെ അറബിക്കിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റ് എന്നാണ്, ശക്തി പ്രകടിപ്പിക്കുന്നവരായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് സ്വന്തം മുസ്ലിം മതക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനല്ലാതെ, ബഹുമാനിക്കാനല്ലാതെ ഇതര മതസ്ഥരോട് സ്നേഹത്തിൽ പെരുമാറാൻ ഇവിടെ ഖുറാനിൽ ഒരായത്തിൽ പോലും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെയും മുഹമ്മദിനെയും സ്നേഹിക്കുന്നല്ലാതെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നോ, നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കണമെന്നോ, നിങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും മതം നോക്കാതെ സ്നേഹിക്കണമെന്നോ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഖുറാനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതേസമയം ഖുറാനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ഹദീസുകൾക്കകത്തൊക്കെ പറയുന്ന പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ജാമി അത്തിർമിദി 2700-ാമത്തെ ഹദീസ്, ജാമി അത്തിർമിദിയുടെ 2700-ാമത്തെ ഹദീസ് ഒത്തന്റിക് ആയ സഹീഹായ ഹദീസാണ്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അബു ഹുറൈറ നിവേദനം, ദ മെസഞ്ചർ ഓഫ് അള്ളാ സെഡ് there are two, അതല്ല, ഞാൻ വായിക്കുന്ന ഹദീസ് സെയിം ആണ്, പക്ഷെ ഡിസ്പ്ലേ ചെയ്യുന്ന ഹദീസ് വേറൊരു ഹദീസാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിക്കോട്ടെ. Okay, the messenger of Allah said, do not precede the Jews and Christians with salam. അതായത് നിങ്ങൾ യഹൂദന്മാർക്കും ക്രൈസ്തവർക്കും നിങ്ങൾ ആദ്യമേ കയറി സലാം പറയരുത്. അതായത് നിങ്ങൾ വലിയ ആളുകൾ, അവര് സലാം പറഞ്ഞാൽ മാത്രം സലാം മടക്കാം, അല്ല നിങ്ങൾ അവരെ കയറി വിഷ് ചെയ്യാൻ പാടില്ല. ഇഫ് എനി വൺ ഓഫ് യു മീറ്റ്സ് ദം ഇൻ ദ പാത്ത്, നിങ്ങൾ ക്രൈസ്തവനെയോ ഒരു യഹൂദനെയോ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ, then force them into the narrowest portion, നിങ്ങൾ അവനെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് പോകുക. ഇത് പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നബിയാണ്, മുസ്ലിങ്ങൾക്ക് കൊടുത്തുള്ള നിർദ്ദേശമാണ്. ഇത് അപ്പോഴത്തെ അന്ന് ജീവിച്ചിരുന്ന കുറച്ച് മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുത്തുള്ള നിർദ്ദേശമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മറ്റൊരു സഹീഹായ ഹദീസ് ഞാൻ വായിക്കാം. സുനൻ അബി ദാവൂദ് 5205-ാമത്തെ ഹദീസ്, നരേറ്റഡ് ബൈ അബു ഹുറൈറ. ഇങ്ങനെ തന്നെ പറഞ്ഞാണ്, അബു ഹുറൈറ തന്നെ പറഞ്ഞാണ്. ഷഹൈൽ ഇബ്നു അബു സാലിഹ് said, I went out with my father to Syria.
അതായത് മുഹമ്മദിന്റെയൊക്കെ ആ കാലത്തിന് ശേഷമോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഈ പറഞ്ഞ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ അപ്പനുമായിട്ട് സിറിയയിലേക്ക് പോയി. ദ പീപ്പിൾ പാസ്ഡ് ബൈ അന്ന് സിറിയയൊക്കെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളാണെന്ന് സിറിയയൊക്കെ. ദ പീപ്പിൾ പാസ്ഡ് ബൈ ദ ക്ലോയിസ്റ്റേഴ്സ് ഇൻ വിച്ച് ദർ വർ ക്രിസ്ത്യൻസ് ആൻഡ് ബിഗാൻ ടു സല്യൂട്ട് ദം. അതായത് അവിടെ പോയ സിറിയയിൽ ചെന്നപ്പോൾ അവിടെ ഒത്തിരി ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരെ സല്യൂട്ട് ചെയ്യാൻ വിഷ് ചെയ്യാൻ പോയി, അതായത് അസ്സലാമു അലൈക്കും പറയാൻ പോയി. മൈ ഫാദർ സെഡ് ഡു നോട്ട് ഗിവ് ദം സല്യൂട്ടേഷൻസ് ഫസ്റ്റ്. നിങ്ങൾ അവനോട് അഭിവാദ്യം പറയാൻ പാടില്ല ആദ്യമേ കയറി. ഫോർ അബു ഹുറൈറ റിപ്പോർട്ടഡ് ദാറ്റ് ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് ആസ് സേയിങ്, അബു ഹുറൈറ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞിരുന്നു, ഡു നോട്ട് സല്യൂട്ട് ദ ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് ഫസ്റ്റ് ആൻഡ് വെൻ യു മീറ്റ് ദം ഓൺ ദ റോഡ് ഫോഴ്സ് ദം ടു ദ നാരോവസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഇങ്ങനെയാണ് ഇതര മതസ്ഥരെ സ്നേഹിക്കാൻ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുള്ളതും ആ മുഹമ്മദിന്റെ പഠനം ഉൾക്കൊള്ളുകൊണ്ട് അപ്പന്മാര് മക്കളെ പഠിപ്പിക്കുന്നതും. ഇത് ഇസ്ലാമിക പ്രമാണത്തിൽ നിന്ന് ഞാൻ എടുത്ത കാര്യമാണ്. ഒരു മുസ്ലിം പിതാവ് അന്യമതസ്ഥരായ ക്രൈസ്തവരെയും യഹൂദന്മാരെ അവരുടെ നാട്ടിൽ സിറിയയിൽ ചെന്നിട്ട് കണ്ടുമുട്ടിയപ്പോൾ അവരെ അഭിവാദ്യം ഗുഡ് മോർണിംഗ് പറയുന്ന പോലെ അസ്സലാമു അലൈക്കും പറയാൻ പോയപ്പോൾ ഒരു പിതാവ് മകനെ തറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മോനെ നമ്മുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ വഴി വെച്ച് കണ്ടാൽ സലാം പറയാൻ പാടില്ല, അവരാദ്യം നമ്മളോട് പറയണം, നമ്മളൊക്കെ മേൽജാതിക്കാരെ നമ്മളോട് ഇങ്ങോട്ട് പറയണം, എന്നിട്ട് അവരെ വഴിയുടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് നടന്നു പോകാനാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യണമെന്ന് അപ്പൻ മക്കളെ ഉപദേശിക്കുക. അപ്പോൾ 1500 വർഷങ്ങളായിട്ട് എത്രയോ അപ്പന്മാർ ഈ മുഹമ്മദിന്റെ വാക്കും കേട്ട് മക്കളെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവരിൽ തീവ്രവാദികൾ ഇല്ലെങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾ. അപ്പൊ ഈ അപ്പന്മാരല്ല പ്രശ്നക്കാരട്ടോ. അപ്പന്മാരിത് പറയിക്കുന്ന ആരാ? മുഹമ്മദാണ് പറയിക്കുന്നത്. മുഹമ്മദിന്റെ ഹദീസാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ല അപ്പന്മാരല്ല. അപ്പന്മാർ മാറിപ്പോവും. ഈ അപ്പന്മാർമ്മ വേറെ അപ്പം വരും. എല്ലാവരും വായിക്കുന്ന ഹദീസ് ഒന്ന്, പഠിപ്പിക്കുന്ന കാര്യം ഒന്ന്. അപ്പൊ ഇതുപോലെ അന്യമതസ്ഥരെ ദ്രോഹിക്കാനല്ലാതെ അന്യമതസ്ഥരോട് നന്മ ചെയ്യാനൊന്നും ഒരു ഖുർആനകത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ പ്രവാചകൻ പരസ്പര വിരുദ്ധോടെ സംസാരിക്കുന്ന പ്രവാചകനാണെന്ന് നിങ്ങൾ തന്നെ സ്വയം സമ്മതിക്കേണ്ടി വരും. അതാണ് സത്യം. താങ്ക് യു ബ്രദർ. അടുത്ത ചോദ്യം ജയഗോപാൽ ലൈനിലുണ്ടോ? ചോദിച്ചോളൂ. ജയഗോപാൽ. നമ്മുടെ സോറി കേൾക്കുന്നുണ്ടോ? ഹാൻഡ് റൈസിംഗ് ഓഫ് ആണല്ലേ? ഹാൻഡ് റൈസിംഗ് ഓഫ് ആണ്. നമ്മൾ അവസാനത്തേക്ക് വേണം. ജയഗോപാൽ ചോദിച്ചോളൂ. ഓഡിബിൾ അല്ലേ? ഹലോ, ഓഡിബിൾ ആണ്, ചോദിച്ചോളൂ. ഓക്കെ ബ്രദർ സെബാസ്റ്റ്യനും ഈ പത്രിക ഗ്രൂപ്പിലുള്ള എല്ലാ റൂമിലുള്ള എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാനൊരു ചെറിയ ഖുറാനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അത് ബ്രദർ സെബാസ്റ്റ്യൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് താങ്കളാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ കെൽപ്പുള്ള ഒരു വ്യക്തി എന്നാണ് ഞങ്ങളെല്ലാം ധരിക്കുന്നത്, ഞാൻ പ്രത്യേകിച്ച്. ഇത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ചെങ്കിൽ, ഞാൻ എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കളോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിരുന്നു. അവർക്ക് ആർക്കും ഒരു കൺവിൻസിങ് ആൻസർ എനിക്ക് തരാൻ പറ്റിയിട്ടില്ല. ഈ ഖുറാൻ എന്ന് പറയുന്ന ഖുറാൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ആദ്യമേ ദൈവം ഉണ്ടാക്കി വെച്ചതാണ്. അത് കുറേശ്ശെയായിട്ട് മുഹമ്മദ് നബിക്ക് വഹിയായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. മുഹമ്മദ് നബി അനുചരന്മാർക്കും അവരുടെ ഫോളോവേഴ്സിനും എല്ലാം പറഞ്ഞു കൊടുത്തതാണെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് ഉസ്മാൻ അത് ക്രോഡീകരിച്ച് അനവധി വർഷങ്ങൾക്ക് ശേഷം ക്രോഡീകരിച്ച് ഒരു പുസ്തക രൂപത്തിലാക്കി. അപ്പൊ ചോദ്യം ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ വെച്ചെങ്കിൽ, ഈ ഖുറാനിൽ 115 സൂറ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്ററിനെല്ലാം ഒരു ഹെഡിങ് ഉണ്ട്. അതായത് തോബ അല്ലെങ്കിൽ മറിയം അല്ലെങ്കിൽ ബക്ര. ഇതൊക്കെ ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നാണോ അതോ പിന്നീട് ഉസ്മാന്റെ ആൾക്കാർ ഉണ്ടാക്കിയ ഹെഡിങ്സ് ആണ്? ആ ഹെഡിങ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതിനോട് അനുബന്ധപ്പെട്ട് തന്നെ, ഓരോ സൂറ തുടങ്ങുമ്പോഴും അതിലൊരു ബിസ്മിയുടെ ഒരു വാചകമുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളൊരു വാചകമുണ്ട്. പക്ഷേ സൂറ അൽ തോബ 9ാമത്തെ സൂറയിൽ ഈ വാചകം കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് ആ പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ടാണോ? ആ ഒറിജിനൽ പുസ്തകത്തിൽ? അതാണ് എന്റെ ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങൾ. ഖുറാന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുറാന്റെ ഒരു പ്രത്യേകത, മുഹമ്മദ് 23ഓളം വർഷങ്ങൾ കൊണ്ട് മുഹമ്മദ് ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഖുറാൻ എന്നാണ് ഇവർ പറയുന്നത്. ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒരു ടോപ്പ് ടു ബോട്ടം പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരൊറ്റ സഹാബി പോലും ജീവനോടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന്റെ കാരണം ഇതിനെക്കുറിച്ച് പറയുന്ന ഹദീസിനകത്ത് പറയുന്നത്, ഈ ഖുറാക്കൾ, അതായത് ഖുറാൻ ഓതുന്ന ആളുകൾ മരിച്ചു പോയിക്കൊണ്ടിരുന്ന യമാമ യുദ്ധത്തിൽ മരിച്ചു പോയ കാലത്ത്
ഈ പറയുന്ന ഖുറാനിലെ എല്ലാ ആയത്തുകളും ഒക്കെ കുറേശ്ശെങ്കിലും ഒക്കെ അറിയാവുന്ന ആളുകളൊക്കെ മരിച്ചു പോവുക. അപ്പോൾ ഈ ഖുറാൻ എഴുതി വെച്ച മുഹമ്മദിന്റെ ഒരു അവസാനത്തെ ഒരു 5-6 വർഷം മുഹമ്മദിന്റെ സഹചാരിയായിട്ട് നടന്ന ഒരു പയ്യനുണ്ട്, സയ്യിദ് ബിൻ സാബിത്ത് എന്നാ പറയുന്നത്. ഒരു പയ്യനാണ്, അതായത് 15-ാം വയസ്സ് മുതൽ ഒരു 5-6 വർഷമാണ് മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്നത്. 23 വർഷത്തിലെ അവസാനത്തെ 5-6 വർഷം മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന സയ്യിദ് ബിൻ സാബിത്ത് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ആ സയ്യിദ് ബിൻ സാബിത്ത് ആണ് സയ്യിദ് ബിൻ സാബിത്തിനോട് ഉസ്മാൻ എന്ന് പറയുന്ന ഇവരുടെ ഉമർ എന്ന് പറയുന്ന അബൂബക്കർ എന്ന് പറയുന്ന ഇവരുടെ മുഹമ്മദിന് ശേഷമുള്ള ഖലീഫയും ഉമർ എന്ന് പറയുന്ന ഇവരുടെ അബൂബക്കറിന് ശേഷം വന്ന ഖലീഫയും ഒരുമിച്ച് സയ്യിദ് ബിൻ സാബിത്തിനോട് പറയുകയാണ്, നമ്മൾ ഈ ഖുർആൻ ഒന്ന് ക്രോഡീകരിക്കണം. അങ്ങനെ ഖുർആൻ ഒന്ന് ക്രോഡീകരിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ സയ്യിദ് ബിൻ സാബിത്ത് പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നത്? ഖുർആൻ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ഇത് മലമറിക്കുന്ന, ഒന്നാമത്തെ കാര്യം അള്ളാഹു അത് ക്രോഡീകരിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, അള്ളാഹുവോ അവന്റെ റസൂലോ ചെയ്യാത്ത കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും എന്ന് സയ്യിദ് ബിൻ സാബിത്ത് മറുപടിയായിട്ട് തിരിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു കഴിയാൻ നേരത്ത് ഒരു പ്രശ്നം സംഭവിക്കുകയാണ്. ഇവർ പറയാ അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങ് ചെയ്യാം. അതായത് അള്ളാഹുവും മുഹമ്മദും ഖുർആൻ ക്രോഡീകരിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് സയ്യിദ് ബിൻ സാബിത്ത് പച്ചക്ക് പറഞ്ഞിട്ട് പോലും ഇവര് പറയുകയാണ്, നമുക്ക് ഇതങ്ങ് ചെയ്യാൻ കുഴപ്പമില്ല, നമുക്ക് അങ്ങ് ക്രോഡീകരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് ക്രോഡീകരിച്ചതാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. അങ്ങനെ സയ്യിദ് ബിൻ സാബിത്ത് ക്രോഡീകരിച്ചു. അപ്പൊ ക്രോഡീകരിച്ചപ്പോൾ സയ്യിദ് ബിൻ സാബിത്തിന്റെ വാക്കുകൾ ഇടപെടുത്താൻ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഇത് അങ്ങനെ ഖുർആൻ കല്ലുകളിൽ നിന്നും എല്ലുകളിൽ നിന്നും പനയോലകളിൽ നിന്നും മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്നും ഖുർആന് വേണ്ട ഭാഗങ്ങൾ ഞാൻ ശേഖരിക്കാൻ തുടങ്ങി എന്നാണ് സയ്യിദ് ബിൻ സാബിത്ത് അവിടെ പറയുന്നത്. അങ്ങനെ പല സ്ഥലത്ത് നിന്ന് സയ്യിദ് ബിൻ സാബിത്ത് ശേഖരിച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ഖുർആൻ. ഇതിനകത്ത് സയ്യിദ് ബിൻ സാബിത്തിന് ഒരു ആയത്ത് അവസാനം മിസ്സായി. അവസാനം ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ ആയത്ത് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സയ്യിദ് ബിൻ സാബിത്ത് ആ ആയത്തും കൂടെ ആഡ് ചെയ്തു. അങ്ങനെയാണ് ഒരു ആയത്ത് ആഡ് ചെയ്ത്. ഇതെല്ലാം കഴിഞ്ഞ് അബൂബക്കറിന് കൊടുത്തു ആ ഖുർആൻ. അതാണ് ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഖുർആൻ. ഈ ഖുർആൻ അബൂബക്കർ അടുത്ത ഖലീഫയായിരുന്നപ്പോൾ ഉമറിന് കിട്ടി. ഉമർ മരിച്ചപ്പോൾ ഈ ഖുർആൻ ഉമറിന്റെ മോളും മുഹമ്മദിന്റെ ഭാര്യയുമായിരുന്ന ഹഫ്സയുടെ കയ്യിൽ വന്നു. ഈ കാലഘട്ടത്തിൽ ഉമറിന് ശേഷം ഉസ്മാൻ ജീവിച്ചിരുന്നത്. ഉസ്മാൻ നോക്കിയപ്പോൾ വലിയ പ്രശ്നം പറ്റി. ഈ ഷാമിൽ, അതായത് സിറിയയിലും ഇറാഖിലൊക്കെ ഇവര് ചെന്നപ്പോ അവിടെയുള്ള ആളുകള് ഇവര് വായിക്കുന്ന ഖുർആൻ അല്ല വായിക്കുന്നത്, അത് വേറെ ഖുർആൻ. അപ്പൊ അവിടത്തെ ഖുർആൻ കൊടുത്ത ആരാന്ന് ചോദിച്ചപ്പോ അവിടത്തെ പ്രധാന ഖുർആൻ അധ്യാപകൻ എന്ന് പറയുന്നത് മുഹമ്മദിന്റെ സന്തത സഹചാരിയും മുഹമ്മദ് 4 ഖുർആൻ അധ്യാപകരെ നിർദ്ദേശിച്ചതിൽ ഒരാളുമായിരുന്ന അബ്ദുള്ള ബിൻ മസൂദ് ആണ് അവിടെ ഖുർആൻ ക്രോഡീകരിച്ചിരിക്കുന്നത്. അതായത് മുഹമ്മദിന്റെ കൂടെ വെറും 6 വർഷം സ്ക്രൈബായിട്ട് നടന്ന സയ്യിദ് ബിൻ സാബിത്ത് ക്രോഡീകരിച്ച ഖുർആനാണ് ഇവിടെ കയ്യിലിരിക്കുന്നത്, മക്കയിലിരിക്കുന്നത്. മുഹമ്മദിന്റെ കൂടെ നടന്ന സന്തത സഹചാരിയായ അബ്ദുള്ള ബിൻ മസൂദ് ക്രോഡീകരിച്ച ഖുർആൻ ഇറാഖിലിരിക്കുന്ന 2 ഖുർആൻ. ഉസ്മാന് കലിപ്പായി. ഉസ്മാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, സയ്യിദ് ബിൻ സാബിത്തിന് നീ പോയി ആ ഹഫ്സയുടെ നിന്ന് ഖുർആൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഹഫ്സയുടെ നിന്ന് ഖുർആൻ വാങ്ങിച്ചിട്ട് ഉസ്മാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ഈ ഖുർആൻ പകർത്തി എഴുതി കുറച്ച് പകർപ്പാക്കിയിട്ട് അത് എല്ലാ നാട്ടിലും കൊടുത്തിട്ട് അവിടെയുള്ള ഖുർആൻ എല്ലാം കൂട്ടിയെടുത്ത് നമുക്ക് കത്തിച്ച് കളയാം, അപ്പോൾ ഒരു ഖുർആൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ഈ ഖുർആൻ ഉണ്ടായത്. അങ്ങനെ ഈ പകർത്തി എഴുതാൻ പറഞ്ഞപ്പോ സയ്യിദ് ബിൻ സാബിത്താണ് ഇത് ഉണ്ടാക്കിയത്, ഖുർആൻ ഉണ്ടാക്കിയത്, ഈ ക്രോഡീകരിച്ചത്. സയ്യിദ് ബിൻ സാബിത്ത് വന്നപ്പോൾ അപ്പോഴാണ് സയ്യിദ് ബിൻ സാബിത്തിന് ഒരു ആയത്ത് വേറെ ആളുണ്ട്, ഈ ആയത്തും ഖുർആനകത്ത് ഉണ്ടായിരുന്നു, ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട്. അതായത് സയ്യിദ് ബിൻ സാബിത്തിന് പോലും അറിയില്ല മുഴുവൻ ഖുർആൻ. ഈ ഉസ്മാനും അബൂബക്കറിനും ഉമറിനും ആർക്കും അറിയില്ല മുഴുവൻ ഖുർആൻ. അങ്ങനെ ഒരായത്ത് ഈ 2ാമത്തെ ക്രോഡീകരണത്തിലാണ് ഒരായത്തൂടെ തിരികെ ഇതിനകത്ത് കയറ്റുന്നത്. അങ്ങനെ സയ്യിദ് ബിൻ സാബിത്ത് ക്രോഡീകരിക്കാൻ രണ്ടാമത് പകർത്തി എഴുതാൻ കോപ്പി ചെയ്യാനിരുന്നപ്പോൾ ഉസ്മാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, 3 ഖുറൈശികളെ കൂടെ കൂട്ടത്തിൽ പിടിച്ച്, സയ്യിദ് ബിൻ സാബിത്ത് ഖുറൈശിയല്ല, 3 ഖുറൈശികളെ കൂടെ കൂട്ടത്തിൽ ഇരുത്ത്. എന്നിട്ടൊരു കാര്യം, സയ്യിദ് ബിൻ സാബിത്ത് ഇത് പകർത്തി എഴുതുമ്പോൾ ഖുറൈശികൾ പറയണ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ക്രോഡീകരിച്ച് ആദ്യം ഉണ്ടാക്കിയ ഖുർആനില്ലേ അതുപോലെ എഴുതരുത്, ഖുറൈശികൾ പറയുന്ന പോലെ തിരുത്തി എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഇവര് തമ്മിൽ തർക്കം ഉണ്ടായിട്ട് ഇവര് തിരുത്തി എഴുതിയതായിട്ട്, അതായത് ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഖുർആനിൽ വ്യത്യസ്തമായിട്ട് ഇവര് തിരുത്തി എഴുതിയതായിട്ട് കൃത്യമായിട്ട് ഹദീസുകൾക്കകത്ത് രേഖപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഞാൻ ചരിത്ര സഹിതം ഡിസ്പ്ലേ ചെയ്ത് വിവരിച്ചിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാത്തത്. അങ്ങനെ ഉസ്മാൻ ഈ ഒരു തിരുത്തിയ ഖുർആൻ ഉണ്ടാക്കിയിട്ട് ആ ഖുർആൻ ലോകം മുഴുവൻ എടുത്തിട്ട് ഈ ഇറാഖിലെയും ഷാമിലെയും ഖുർആനുകളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കാൻ കൽപ്പനയിട്ടു. അപ്പോൾ അബ്ദുള്ള ബിൻ മസൂദ് പ്രശ്നം ഉണ്ടാക്കി. അബ്ദുള്ള ബിൻ മസൂദ് ജനങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ജനങ്ങളെ നിങ്ങൾ ഇപ്രകാരം ചെയ്യുക, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും വസ്തു ഒളിപ്പിച്ചു വെച്ചാൽ ഖിയാമത്ത് നാളിൽ, അത് അന്ത്യനാളിൽ വിധിന്യായം പ്രഖ്യാപിക്കുമ്പോൾ ആ വസ്തുവുമായിട്ട് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമെന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഖുർആൻ മുഷ്ഹാഫുകൾ, അതായത് മാനുസ്ക്രിപ്റ്റുകൾ ക്രോഡി
സ്വീകരിച്ച മാനസ്ക്രിപ്റ്റുകൾ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുക, അത് കത്തിച്ചു കൊടുക്കാൻ കൊടുക്കരുത്. അന്ത്യനാളിൽ നമുക്ക് ഒറിജിനലായിട്ട് അള്ളാന്റെ അടുക്ക് ചെല്ലാൻ. അപ്പോ ഈ മുഹമ്മദിന്റെ കൂടെ നടന്ന ആൾക്ക് ഉറപ്പാണ് ഇത് ഒറിജിനൽ ആണെന്ന്. അപ്പൊ ഈ ഉസ്മാൻ കൊണ്ടുവന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള കാര്യം വളരെ വ്യക്തം. ഇനി മറ്റൊരു ഹദീസില് ഒരു കൂട്ടം വന്നിട്ട് മക്കയിൽ വരും. മക്കയിൽ വരുമ്പോൾ മുഹമ്മദിന്റെ ഒരു സന്താ സഹചാരി അവിടെ ഉണ്ടാവും. അപ്പൊ ഈ അബ്ദുള്ള ബിൻ ഒരു കൂട്ടം വരുമ്പോഴേക്കും നിങ്ങൾ ഖുറാൻ ഓതാൻ പറയും. അപ്പൊ അവർ ഖുറാൻ ഓതും. എന്നിട്ട് ഇരിക്കും ഈ ഖുറാൻ ഇത് ആര് പഠിപ്പിച്ച? അബ്ദുള്ള ബിൻ മസൂദ് പഠിപ്പിച്ചെന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പറയും, ഞാനും മുഹമ്മദിൽ നിന്ന് കേട്ട ഖുറാൻ ഇതീ പറയുന്ന പോലെയാണ്, പക്ഷേ ഇവിടെയുള്ള ആളുകൾ തെറ്റിച്ചാണ് ചൊല്ലുന്നത്, ഈ തെറ്റിച്ച് ചൊല്ലുന്നത് ഇപ്രകാരമാണെന്ന് പറഞ്ഞിട്ട് തെറ്റിച്ച് എങ്ങനെയാണ് ചൊല്ലിയേക്കണമെന്ന് പറയും. ഇന്നത്തെ ഖുറാനകത്തുള്ള ഈ തെറ്റിച്ച് ചൊല്ലിയേക്കണതാ. അപ്പൊ പിന്നെ അബ്ദുള്ള ബിൻ മസൂദിന്റെ ഖുറാനാണ് ഒറിജിനൽ, ഇന്നുള്ള ഖുറാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളതിന് കൃത്യമായ എവിഡൻസ്, സഹിഹായ ഹദീസാണ് ഇതെല്ലാം. അപ്പോ ഇങ്ങനെ തിരുത്തപ്പെട്ട ഖുറാൻ, അങ്ങനെ എല്ലാ ഖുറാനും ഉസ്മാൻ കത്തിച്ചു കളഞ്ഞ് ഈ തിരുത്തപ്പെട്ട ഒരു വ്യാജ ഖുറാൻ ഉസ്മാൻ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. അതാണ് ഉസ്മാനിക് ഖുറാൻ, ഉസ്മാനിക് ഖുറാൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ പുറത്ത് ഇവർ പകർത്തി വന്നപ്പോഴേക്കും 40,000-40,000 ഖുറാനുകളുണ്ട്. അതിൽ ഹഫ്സ് ഖുറാനും വർഷ ഖുറാനും പ്രശസ്തമാണ്. ഈ സുന്നി ഇപ്പോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കേരളത്തിലൊക്കെ ഹഫ്സാണ് ഉപയോഗിക്കുന്നത്. സുഡാൻ അതുപോലെ ആഫ്രിക്കൻ റീജിയനിലെല്ലാം വർഷ ഖുറാനാണ് ഉപയോഗിക്കുന്നത്. വർഷ ഖുറാനൊക്കെ ഈ UAE-ലൊക്കെ നിരോധിച്ചേക്കുക. കാര്യം വർഷ ഖുറാനും ഹഫ്സ് ഖുറാനും രണ്ടും രണ്ടാ. രണ്ടും തികച്ചും വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളാണ്. അതായത് പല കാര്യത്തിലും വ്യത്യസ്തതയുള്ള നൂറുകണക്കിന് വ്യത്യാസങ്ങൾ പരസ്പരമുള്ള രണ്ട് വ്യത്യസ്ത വേർഷൻസ് ആണ് വർഷം ഈ പറയുന്ന വർഷം ഹഫ്സും എന്ന് പറയുന്നത്. പല കാര്യത്തിൽ ആശയ വ്യത്യാസമുള്ള ഇത് വ്യത്യസ്ത ഖുറാനുകളൊക്കെ എല്ലാം കൂട്ടിയിട്ട് കത്തിച്ച ശേഷം ഒരു ഖുറാനിന് പകർത്തി ഉണ്ടാക്കിയിട്ടാണ് ഈ പ്രശ്നം വന്നേക്കണത്, ഈ ഹഫ്സും വർഷവും ഒക്കെ. എന്നിട്ട് ഹഫ്സി പറയുന്നല്ല വർഷി പറയുന്നത്, വർഷി പറയുന്നല്ല ഹഫ്സി പറയുന്നത്. ഇത് കേരളത്തിലെ പല മുസ്ലിങ്ങളും കേട്ടിട്ട് പോലുമില്ല എന്നുള്ള യാഥാർത്ഥ്യം. എൻ്റെ കയ്യിൽ ഈ 2 ഖുറാൻ ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്ന വർഷ ഖുറാനും ഈ ഇരിക്കുന്ന അത് ഹഫ്സ് ഖുറാനുമാണ്. ഇങ്ങനെ 2 ഖുറാനും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് തമ്മിൽ താരതമ്യം ചെയ്ത് ഞാൻ പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഞാനിത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നും കൂട്ടിയുണ്ടാക്കിയതാണ്. അപ്പൊ ഈ പുസ്തകങ്ങൾക്ക് എങ്ങനെ പേരെന്ന് വെച്ചാൽ മുഹമ്മദ് ഇട്ട പേരൊന്നുമല്ല. ഈ പുസ്തകങ്ങൾക്കൊക്കെ പേര് വന്ന പിൽക്കാലത്താണ്. ഈ പിൽക്കാലത്ത് പേര് വരുമ്പോൾ പണ്ട് യഹൂദന്മാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ പുസ്തകങ്ങളിലെ പ്രധാന കോൺസെപ്റ്റോ ആദ്യത്തെ പദമോ അല്ലെങ്കിൽ ആദ്യത്തെ സെന്റൻസിലെ ഒരു പ്രധാന പദമോ പുസ്തകത്തിന് പേരായിട്ട് വരും. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ബരേഷിത്ത് എന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ പേര്. ആ ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ബരേഷിത്ത് ബാറ എലോഹിം എന്ന ആദ്യത്തെ പദവുമാണ് ബരേഷിത്ത്. അതുകൊണ്ട് ആ പുസ്തകത്തിന് ബരേഷിത്ത് എന്ന് പുസ്തകത്തിന് പേര് വരും. അത് ഒരു യഹൂദ ട്രഡീഷനാണ്. അത് കോപ്പി അടിച്ച് ഇവര് ഫാത്തിഹ ആരംഭ പുസ്തകമാണ്, അതിന് ഫാത്തിഹ എന്നിട്ടും അങ്ങനെ ഓരോ പുസ്തകത്തിനകത്തെയും പറയുന്ന ഒരു വാക്കെടുത്തിട്ട് അതിന് പേരും കിട്ടും. അപ്പൊ പശു എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ഗോമാതാവായി അൽ ബഖറ, രണ്ടാമത്തെ പുസ്തകം പശു. സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം സ്ത്രീകൾ, അൽ നിസായി സ്ത്രീകൾ. അവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം അവിശ്വാസി, തേനീച്ച, അങ്ങനെയൊക്കെ ഉറുമ്പുകള്, തേനീച്ച, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പുസ്തകങ്ങൾ. മലയാളത്തില് ഈ ഖുറാനിലെ ഓരോ പുസ്തകത്തിന്റെ പേര് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിരിക്കും. അതാണ് അവസ്ഥ. അൽ ബഖറ ഞാൻ ഇപ്പൊ വേണമെന്ന് പറയാം. അൽ ഫത്തിഹ എന്ന് പറഞ്ഞ ആരംഭം, അൽ ബഖറ എന്ന് പറഞ്ഞ പശു. മൂന്നാമത്തെ പുസ്തകം ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം. നാലാമത്തെ പുസ്തകം സ്ത്രീകള്. അഞ്ചാമത്തെ പുസ്തകം മായിദ അഥവാ ഭക്ഷണപാത്രം. ആറാമത്തെ പുസ്തകം അനാം അതായത് കാലികള്, അതായത് കന്നുകാലികള്. ഏഴാമത്തെ പുസ്തകം അറാഫ് അഥവാ ഉന്നത സ്ഥലങ്ങള്. എട്ടാമത്തെ പുസ്തകം അൻഫൽ, അൻഫൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വന്ന കൊള്ള മുതല്. ഒമ്പതാമത്തെ പുസ്തകം തൗബ, തൗബ എന്ന് വെച്ചാൽ പശ്ചാത്താപം. എന്നിട്ട് പറയണ മുഴുവൻ വെട്ടിക്കൊല്ലാനാണ്. പശ്ചാത്താപം എന്ന് പേര്, വെട്ടിക്കൊല്ലലാണ് പണി. പത്താമത്തെ പുസ്തകം യൂനുസ്, ഹൂദ്, യൂസുഫ്, ഇതൊക്കെ ഓരോരുത്തരുടെ പേരുകളാണ്. 13ാമത്തെ പുസ്തകം ഇടിമുഴക്കം. 14ാമത്തെ പുസ്തകം ഇബ്രാഹിം. 15ാമത്തെ പുസ്തകം ഹിജറ. 16ാമത്തെ പുസ്തകം തേനീച്ച. 17ാമത്തെ പുസ്തകം രാത്രിയാത്ര അതായത് നിശഞ്ചരൻ, രാത്രിയാത്ര. 18ാമത്തെ പുസ്തകം ഗുഹ. 19ാമത്തെ പുസ്തകം ഓരോ പേരാണ്. പിന്നെ 21ാമത്തെ പുസ്തകമാണെങ്കിൽ പ്രവാചകന്മാർ. 22 തീർത്ഥാടനം. 23 സത്യവിശ്വാസികൾ. 24 പ്രകാശം. 25 സത്യാസത്യ വിവേചനം. 26 ശുറ അതായത് കവികൾ. 27 ഉറുമ്പ്. ഇങ്ങനെ പറഞ്ഞു വരുവാണെങ്കിൽ 8 എന്ന് വരെ പേരുള്ള പുസ്തകമുണ്ട്. 29ാമത്തെ പുസ്തകത്തിന്റെ പേര് 8 എന്നാണ്. 29ാമത്തെ പുസ്തകത്തിന്റെ പേര്. ഇങ്ങനെ ഓരോ പുക. 44ാമത്തെ പുസ്തകത്തിന്റെ ഒരു പുക എന്ന ദുഃഖാൻ എന്നാണ് 44ാമത്തെ പുസ്തകത്തിന്റെ പേര്. ഇങ്ങനെ ഇഷ്ടം പോലെ ടൈപ്പിലുള്ള, മലയാളത്തിൽ ഇത് കേട്ടാൽ ശരിക്കും നമുക്ക് ചിരി വരും. ഇങ്ങനെ ഓരോ സൂറയുടെ അകത്തും ഏതെങ്കിലും ഒരു വാക്കെടുത്തങ്ങ് പേരായിട്ടിട്ടു.
അതാണ്. അല്ലാതെ ഈ ഉറുമ്പുകൾ എന്ന് പറയുന്നതിനെ കുറിച്ച് ഉറുമ്പുകളെ കുറിച്ചല്ല മുഴുവൻ പറയുന്നത്. ഇപ്പൊ സ്ത്രീകൾ എന്ന് പറയുന്നതിനെ കുറിച്ച് വിവാഹിതരായ സ്ത്രീകളെ പോലും പിടിച്ച് അടിമകളാക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോളാൻ, അവർക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പോലും ഏർപ്പെട്ടോളാൻ പറയുന്ന സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണെങ്കിൽ പുസ്തകമാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്ന പുസ്തകം. അതാണ് ഇതിനകത്തെ രസം. അപ്പൊ പേരുകൾ മുഹമ്മദ് കൊടുത്തായിട്ട് യാതൊരു തെളിവും സത്യം പറഞ്ഞാലില്ല. അതൊക്കെ പിൽക്കാലത്ത് വന്നാണ്. ഈവൻ സൂറ ഫാത്തിഹയൊക്കെ ഓരോ പുസ്തകത്തിന്റെ ഭാഗമായിരുന്നു, അത് പിന്നീട് സെപ്പറേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്ന വാദങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഓക്കെ, താങ്ക് യു ബ്രദർ. ശരത് ലൈനിലുണ്ടോ? ശരത് കേൾക്കാമോ? ഒന്നും കേൾക്കാൻ വയ്യ. താങ്കളുടെ മൈക്കിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. സംസാരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റൂ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. അവിടുത്തെ എനിക്ക് 2-3 ചോദ്യം ഉണ്ട്. അതായത് ചുരുക്കി പറയാം, എനിക്ക് എന്റെ നെയ്ബേഴ്സ് 2 മുസ്ലിംസ് ഉണ്ട് ആക്ച്വലി. അപ്പൊ നമ്മൾ എന്ത് ബിസിനസ് ഇവിടെ ചെയ്താലും ഇവരുകൊണ്ട് മന്ത്രവാദം വെക്കുക, അതായത് കൂടോത്രം ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ പേരൻസിന് സ്റ്റേഷനറി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് സ്ഥിരം എന്റെ അപ്പനും അമ്മയ്ക്ക് എല്ലാ മാസവും അവിടുന്ന് ഈ വെറ്റിലക്കകത്ത് ഇവര് ഭസ്മവും ഈ വെള്ളക്കല്ല് ഇതൊക്കെ വെച്ചിട്ട് വെക്കും. ഇവര് കണ്ടുപിടിക്കും, എടുക്കും, മാറ്റും. അവര് നിർത്തി ആക്ച്വലി. അത് ഞാനിപ്പം റീസെന്റ് ഒരു ഹോട്ടൽ തുടങ്ങി. എനിക്ക് ഇത് തന്നെ അവസ്ഥ. എനിക്കിപ്പം വരുന്നത് ചെമ്പ് തകിടാണ്. എന്റെ സ്റ്റാഫ് ഇവിടെ കടയിൽ പോയിട്ട് സിഗരറ്റ് ഒക്കെ വാങ്ങാൻ പോകും. അപ്പം ഇവർക്ക് പൈസ കൊടുത്തിട്ട് എന്റെ കിച്ചണിനകത്ത് കൊണ്ടുപോകും. കിച്ചണിനകത്ത് ഈ കേറി വരുന്ന ഈ സ്റ്റെപ്പിന്റെ അടിയില് എനിക്ക് കഴിഞ്ഞ വർഷം ഒരു 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്റെ ഒരു ഫോണിൽ ഫോട്ടോ സഹിതമുണ്ട്. ഈ ചെമ്പ് തകിടയിൽ എഴുത്തും കാര്യങ്ങളുണ്ട്. അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ചാല് ഈ കൂടോത്രം, അതായത് ഈ മന്ത്രവാദം ഈ ഖുറാനിലുള്ളതാണോ? പിന്നെ അതോ ഇവര് ബിസിനസ് ആയിട്ട് ചെയ്യുന്നതാണോ? ഇവർക്ക് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, ബിൽഡിംഗ് ഒക്കെ പണിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ പൊട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം പിന്നെ അത് ഇതിനെ പ്രതിരോധിക്കുന്ന എങ്ങനെയാണ്? അതാണ് എന്റെ ചോദ്യങ്ങൾ. ബ്രദറെ, മന്ത്രവാദം അഥവാ അറബിക് മന്ത്രവാദം എന്ന് പറയുന്നത് പണ്ടുകാലം മുതലേ ഉള്ളൊരു സെറ്റപ്പാണ്. പക്ഷെ മന്ത്രവാദം ചെയ്യാൻ ഖുറാനകത്ത് പറയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ മന്ത്രവാദം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ശരിക്കും ഈ മുഹമ്മദിന്റെ പൂർവിക മതം ഉണ്ടല്ലോ, മുഹമ്മദിന്റെ ഒറിജിനൽ മതം, ഖുറൈശി മതം, ഈ അള്ളാഹുവിന്റെയൊക്കെ ഒറിജിനൽ മതം, അതായത് മുഹമ്മദൊക്കെ ജനിക്കുന്നതിന് മുന്നുള്ള ബഹുദൈവ വിശ്വാസമായ ഖുറൈശി മതം. ഈ ഖുറൈശി ബഹുദൈവ വിശ്വാസത്തിലാണ് പ്രധാനമായിട്ട് ഈ മന്ത്രവാദങ്ങൾ ഉള്ളത്. അവിടെ ഇപ്പം ജിന്നുകളുണ്ട്. ഈ മനുഷ്യരും ദൈവങ്ങൾക്കൊക്കെ ഇടത്തട്ട് നിൽക്കുന്ന കുറെ ടീമുകളാണ് ജിന്നുകൾ. നമ്മുടെ ഇതിലൊക്കെ എന്താ പറയുക, വേറെ പല വിദ്യാധരന്മാരെന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ ഗന്ധർവന്മാരെന്നൊക്കെ പറയുന്ന ടൈപ്പായിട്ടൊക്കെ വരും ജിന്നുകൾ. അപ്പം ഈ ജിന്നുകളെ വെച്ചിട്ട് ഉള്ള സൂത്രപ്പണി ഈ ഖുറൈശികളുടെ മതത്തിലുള്ള ഈ മന്ത്രവാദങ്ങൾ. അപ്പോൾ അവിടുത്തെ ഈ നബാത്തിയൻസും അതുപോലെ തന്നെ അന്നുള്ള ഈ അറബി ഖുറൈശികളും മറ്റ് അറബി ഗോത്രക്കാരും ഒക്കെ ഈ ജിന്നുകളൊക്കെ വെച്ചിട്ട് മന്ത്രവാദം ചെയ്യും. ഈ ജിന്നുകളുടെ കുടുംബക്കാരനായിരുന്നു ഖുറൈശി മതത്തിൽ അള്ളാഹു. അതായത് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഖുറാനിൽ തന്നെ പറയുന്നത് അവർ ജിന്നുകളുടെ കുടുംബക്കാരനാണ് ഞാനെന്ന് അവർ പറഞ്ഞു നടക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അതായത് ഖുറൈശികൾ അന്നത്തെ കാലത്ത് അവരുടെ മതത്തിൽ ജിന്നുകളുടെ കുടുംബക്കാരനാണ് അള്ളാഹു എന്നാണ് അന്നത്തെ മതത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന് ഇങ്ങനെ പറയേണ്ടി വന്നത്. അള്ളാഹു ജിന്നുകളുടെ കുടുംബക്കാരനാണെന്ന് അവർ പറയുന്നു. അള്ളാഹുവിന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അന്നത്തെ ഖുറൈശി മതത്തിൽ അള്ളാഹു ജിന്നുകളുടെ കുടുംബക്കാരനാണെന്നാണ് ആ മതത്തിലെ വിശ്വാസം. അതുകൊണ്ടാണ് അള്ളാഹുവിന് അങ്ങനെ പറയേണ്ടി വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ ഇവര് സത്യം പറഞ്ഞാല് ഈ യഹൂദന്മാരൊക്കെ ആരാധിച്ചിരുന്ന, പ്രവാചകന്മാരൊക്കെല്ലാം പഠിപ്പിച്ചിരുന്ന വേദഗ്രന്ഥത്തിലെ ഏകദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഇവര് ഈ മന്ത്രവാദവും ഈ കൂടോത്രവും ഒക്കെയുള്ള ഈ ഖുറൈശി ദേവനായ അള്ളാനെയാണ് ഇവർ ഏകദൈവമായിട്ട് ആരാധിക്കുന്നത്. അപ്പൊ ഈ മന്ത്രവാദം ഈ ഇസ്ലാം മതത്തിൽ ഗ്രാജുവലി പഴയ ഖുറൈശി മന്ത്രവാദം അങ്ങ് തുടർന്നു തോന്നുന്നു. ഇപ്പൊ അതിന്റെ പേര് അറബിക് മന്ത്രവാദം എന്നാണ്. ഈ അള്ളാനെയും ഈ ജിന്നുകളെയും വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഉടായ്പ പരിപാടിയാണത്. പിന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പഴയ പ്രവചന പുസ്തകമായ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതികൾ കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനെ നിങ്ങൾ കൂട്ടുകെട്ട് എന്ന് പറയരുത്, അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ തിയോളജിക്കൽ ബേസ് വെച്ചിട്ട് പറയാവുന്നൊരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡു ഇതിനെ മാത്രം ഭയപ്പെടരുത്. കാര്യം യേശുക്രിസ്തു ബൈബിളിൽ ഏറ്റവും അധികം ആവർത്തിച്ചിട്ടുള്ള വാക്കെന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട. ബൈബിൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കമാൻഡാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. കാരണം ഭയമാണ് സകലത്തിന്റെ കാരണം. നിങ്ങൾ ഭയപ്പെടുന്നത് എന്തും നിനക്ക് വന്നു ഭവിക്കുമെന്ന് യേശു പറയുന്നത്. കാര്യം അതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണ്. നമ്മൾ എന്തിനു ഭയപ്പെട്ടാലും അത് നമുക്ക് വന്നു ഭവിക്കും. ഇതൊക്കെ ഒരു കുന്തവും ഇല്ലാന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഇതിനെ ഈ തട് കണ്ട അവന്റെ കാലില് ചവിട്ടിക്കൊണ്ടൊക്കെ നടന്നു പോകും. ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം എല്ലാ സാത്താനിക ശക്തിക്കും മനുഷ്യനോട് ശരിക്കും അടഞ്ഞു നിൽക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യര്, ഞാനൊരു ക്രൈസ്തവ പെർസ്പെക്റ്റീവിലാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ മന്ത്രവാദ പെർസ്പെക്റ്റീവിലല്ല, ഹൈന്ദവ പെർസ്പെക്റ്റീവിലും അല്ല. ഞാൻ ഒരു ക്രൈസ്തവ പെർസ്പെക്റ്റീവിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ബൈബിളിന്റെ അടിസ്ഥാനത്തില് മനുഷ്യൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളായ മനുഷ്യനെ പെടലിക്ക് പിടിക്കാൻ പറ്റിയ ഒരു സാത്താനും ഇന്ന് വരെ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
സാത്താൻ എന്ന് പറയുന്നത് സ്പിരിറ്റ് ആണ്, ആത്മാക്കളാണ്. അപ്പൊ അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ ആത്മാവ് അതിന് സബ്ഡ്യൂ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് പകരം ഇവൻ കയറി ഇരുന്നിട്ട് നമ്മുടെ ശരീരത്തെ വേണം നയിക്കാൻ സാധിക്കും. അത് ഏറ്റവും എക്സ്ട്രീം വേഴ്സ്. അതിനെയാണ് നമ്മൾ പിശാച് ബാധ, ജിന്ന് ബാധിച്ചു, അല്ലെങ്കിൽ പലതരത്തിലുള്ള സാത്താനിക ബാധ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് അതിനാണ്. പിന്നെ രണ്ടാമത്തെ ഒരു വേർഷൻ വെച്ചാൽ നമ്മുടെ ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളുടെ മനസ്സിലേക്ക് തോട്ട്സുകൾ കടത്തിവിടാൻ പറ്റും. ഈ ഭയം, പേടി, ഇതുപോലുള്ള അവരുതി, ആ ഒരു ഭയമാണ് പിന്നെ നമ്മളെ നശിപ്പിക്കുന്നത്. അല്ലാതെ ഈ ചെമ്പ് തകട് ശരിക്കും പറഞ്ഞാൽ കൂട്ടി നല്ല കിട്ടുന്ന തകടെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് നല്ല വിലയാ ചെമ്പിന്, ഇപ്പോൾ നന്നായിട്ട് വിൽക്കുക, നല്ല പൈസ കിട്ടും, അങ്ങനെ ചെയ്യുക. അതല്ലാതെ ഇതിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനെ തൊടാൻ സാധിക്കത്തില്ല. കാര്യം ക്രൈസ്തവ ഒരു പെർസ്പെക്റ്റീവില് മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളാണ്. മക്കളാണെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള അവകാശവും മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സാത്താനെന്നല്ല ഒരു ദുഷ്ടശക്തിക്കും മനുഷ്യരെ തൊടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ മന്ത്രവാദം എന്നൊക്കെ പറയുന്നത് തികച്ചും അബദ്ധമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളില്ലെന്നല്ല പറയുന്നത്. സാത്താന ശക്തി കൊണ്ട് സാത്താൻ ചെയ്യാനുള്ള സാധിക്കും, പക്ഷെ അതല്ല പറയുന്നത്. അതിനെ വകവെക്കാത്ത ഒരാളെ, അതിനെ ഭയപ്പെടാത്ത ഒരാളെ തൊടാൻ പോലും അതിന് സാധിക്കില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനൊക്കെയും നിങ്ങൾ കൂട്ടുകെട്ടെന്ന് പറയരുത്, അവർ ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടുകയും അരുത്, ഭ്രമിച്ചു പോവുകയും അരുത്. ഇതാണ് ബൈബിളിൽ പറയുന്നത്. അതായത് ജനങ്ങൾ, ഈ വക ജനങ്ങളൊക്കെ പല മന്ത്രവാദമാണ്, കൂടോത്രമാണ്, കൂട്ടുകെട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അതിനെ ഭയപ്പെടാനല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത്, അതിനെ പേടിക്കാനും അല്ല നമ്മളെയൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കി. അതുകൊണ്ട് ഭയപ്പെടാതെ സധൈര്യം മുന്നോട്ട് കഴിഞ്ഞാൽ ഒരു മന്ത്രവാദത്തിനും തൊടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഫാക്ട്. എന്നാൽ നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് വന്ന് പോയിക്കുകയും ചെയ്യും കേട്ടോ. അതിൽ ഞാൻ പറയുന്നു. താങ്ക് യു ബ്രദർ. ബാലു ലൈനിലുണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു മാനേജർ. സെബാസ്റ്റ്യൻ സാർ, ആദ്യമായിട്ട് താങ്ക് യു പത്രികയിൽ ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കിയതിന്. സാർ, ആദ്യമായിട്ട് എനിക്ക് വേണ്ട ഒരു അവയർനെസ്സാണ്. കാരണം ഇപ്പോൾ സാറെ ശ്രവിക്കാൻ വന്നിരിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരെങ്കിലും ഇത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമുള്ളൊരു പ്രശ്നമാണോ, അത് വല്ല പൊളിറ്റിക്കൽ അജണ്ടയാണോ എന്ന് സംശയിക്കാം. അപ്പോൾ ആസ് എ പാർട്ട് ഓഫ് അവയർനെസ് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ, ഈവൻ നമ്മുടെ ജർമ്മനി ആയിക്കോട്ടെ, ഓസ്ട്രിയ ആയിക്കോട്ടെ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു വെല്ലുവിളി, അതിപ്പോൾ ഒരു റെഫ്യൂജി ആയിട്ട് വന്നാലും ശരി, അല്ലെങ്കിൽ ബർത്ത് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ വളരുമ്പോൾ ആ രാജ്യങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്താന്നുള്ളൊരു അവയർനെസ് ആണ് വേണ്ടത്. സാർ, എൻ്റെ പ്രധാന ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അവർക്ക് ആയുധം കയ്യിലെടുക്കാൻ സാധിക്കാത്ത അവസരങ്ങളിൽ സ്വാഭാവികമായിട്ടും അവർ ഉപയോഗിക്കുന്ന ഒരു ആയുധമുണ്ട്. ഒരുപക്ഷെ ആയുധങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒരു ആയുധം തക്കിയ. സാർ, അത് എന്താണ് തക്കിയ? എങ്ങനെയാണ് തക്കിയ? ഏത് സാഹചര്യങ്ങളിലാണ് അവരത് ഉപയോഗിക്കുന്നത്? ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? അവസാനമായിട്ട് ഈ തക്കിയ എന്നുള്ളത്, ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സാർ ചോദ്യം. താങ്ക് യു സാർ. ഈ തക്കിയെ നമുക്ക് ഒറ്റവാക്കി പറയാനാണ് ശകുനി എന്ന് പരിഭാഷ ചെയ്യാം. കാര്യം അതാണ് ശരിക്കും പറഞ്ഞ തക്കി എന്ന് പറയുന്നത്. ശരിക്കും ഈ തക്കിയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഖുറാനകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമാണ് തക്കിയ. ഈ തക്കിയ ഖുറാനിൽ വന്നിട്ടുള്ള ആയത്തെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അത് മലയാളത്തിൽ വെളുപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 3:28 ഖുറാനിലെ സൂറ ആല് ഇമ്രാനിലെ 28-ാമത്തെ ആയത്താണ് ഈ തക്കി എന്നുള്ള പദം ഖുറാനിൽ, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഇതാണ് പറയുന്നത്: സത്യവിശ്വാസികൾ, അതായത് മുസ്ലിങ്ങൾ, സത്യവിശ്വാസികളെ അല്ലാതെ, അതായത് മുസ്ലിങ്ങളെ അല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത്. അതായത് മുസ്ലിങ്ങളെ അല്ലാതെ അമുസ്ലിങ്ങളെ, മുസ്ലിം ഇതര മതസ്ഥരെ മിത്രങ്ങളാക്കി വെക്കരുത്. അങ്ങനെ വല്ലവനും ചെയ്യുന്ന പക്ഷം അള്ളാഹുമായി അവന് യാതൊരു ബന്ധവുമില്ല. അതായത് ഏതെങ്കിലും ഒരു മുസ്ലിം യഥാർത്ഥ ഖുർആൻ അനുസരിക്കുന്ന മുസ്ലിം ആണെങ്കിൽ അവൻ ഒരിക്കലും ഒരു അമുസ്ലിമിനെ സുഹൃത്തായിട്ട് വെക്കാൻ സാധിക്കില്ല. അങ്ങനെ വല്ലവനും ചെയ്യുന്ന പക്ഷം അള്ളാഹുവുമായി അവന് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അടുത്ത സെന്റൻസ്, നിങ്ങൾ അവരോട് കരുതലോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലാതെ. ഓക്കെ, അവിടെ ഒരു ചേർച്ച വരുന്നില്ലല്ലോ എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് തക്കിയ, നിങ്ങൾ അവരോട് തക്കിയായിട്ട് പ്രവർത്തിക്കുന്നതല്ലാതെ എന്നാണ് അറബിയിൽ. അതിനെ മലയാളത്തിൽ അങ്ങനെ ഇട്ട പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ അണ്ണന്മാര് നിങ്ങൾ അവരോട് കരുതലോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലാതെ എന്നങ്ങ് തിരുത്തി. ശരിക്കും അറബിയില് നിങ്ങൾ അവരോട് തക്കിയായിട്ട് പ്രവർത്തിക്കുമെങ്കിൽ അല്ലാതെ എന്നാണ് അറബിയിൽ ആ സാധനം എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താ, എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഈ കള്ളത്തരമായിട്ട്, അതായത് ഒറിജിനലി നിങ്ങളോട് സുഹൃത്തൊന്നും അല്ല, വ്യാജമായിട്ട് വേണ്ട സുഹൃത്താണെന്ന് ഭാവിക്കാം, അതിന് കുഴപ്പമില്ല. വഞ്ചന കാണിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ യഥാർത്ഥമായിട്ട് ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ സുഹൃത്താക്കാൻ പാടില്ല. അങ്ങനെ ആക്കുന്നവരായിട്ട് അള്ളാഹുവിന് യാതൊരു ബന്ധവുമില്ല. അതായത് അവൻ മുസ്ലിം അല്ലാതായി തീരും.
ഇത് ഏറ്റവും ഒരു വർഗീയ, ഇപ്പൊ ഒരു ക്രൈസ്തവനോട് ഒരു ബിഷപ്പ് പറയാ, നിങ്ങൾ മുസ്ലിങ്ങളെ സുഹൃത്തുക്കളായിട്ട് സ്വീകരിക്കരുത്, ഒരൊറ്റ മുസ്ലിമിനെ പോലും സുഹൃത്തായിട്ട് സ്വീകരിക്കരുത്, അങ്ങനെ സ്വീകരിക്കുന്നതിന്റെ പള്ളിയിൽ നിന്ന് ഞാൻ വിലക്കും എന്നൊരു ബിഷപ്പ് പറഞ്ഞാൽ ഇവിടെ കൊലപാതകവും എന്താ പറയാ, ഇവിടെ കലാപം ഉണ്ടാവും. ശരിയല്ലേ? മുസ്ലിങ്ങളിലെ ചെറിയൊരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതോട് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബിഷപ്പ് ഹൗസ് വളഞ്ഞ ടീമുകളാണ് മുസ്ലിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ മുസ്ലിമിനെ പോലും സുഹൃത്തായിട്ട് സ്വീകരിക്കരുത്, അങ്ങനെ സ്വീകരിക്കുന്നവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കും എന്നെങ്ങാനും ഒരു ബിഷപ്പ് പറഞ്ഞാൽ കേരളം നിന്ന് കത്തും. അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ബിഷപ്പും പറയത്തില്ല, കേരളം നിന്ന് കത്തും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അത്രത്തോളം വർഗീയമായ പരാമർശമാണ് ഖുറാനകത്ത് മുസ്ലിങ്ങൾക്ക് അനുസരിക്കാൻ ബാധ്യമായ ശരീഅത്ത് നിയമമായ ഖുറാനകത്ത് പറയുന്നത്. നിങ്ങൾ ഒരു മുസ്ലിമിനെയും, സത്യവിശ്വാസികൾ മുസ്ലിങ്ങളെ അല്ലാതെ സത്യനിഷേധികളെ, അതായത് അമുസ്ലിങ്ങളെ മിത്രങ്ങളാക്കി വെക്കാൻ പാടില്ല. അങ്ങനെ വല്ലവനും ചെയ്യുന്ന പക്ഷം അള്ളാഹുമ അവന് യാതൊരു ബന്ധവുമില്ല, തക്കിയായി ചെയ്യുന്നതല്ലാതെ. അതായത് തക്കിയായിട്ട് വേണം ചെയ്യാം, വ്യാജമായിട്ട് ചെയ്യാം, ഫേക്ക് ആയിട്ട് ചെയ്യാം. അതായത് മുസ്ലിങ്ങൾ നിങ്ങളോട് സൗഹൃദം കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പുള്ളിക്കാരൻ ഖുറാൻ അറിയത്തില്ല, അല്ലെങ്കിൽ പുള്ളി തക്കിയെ ചെയ്യുന്നു, അല്ലെങ്കിൽ പുള്ളി മുർദത്തായ മതം വിട്ട മുസ്ലിമാണ്. ഈ 3 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു മുസ്ലിം ആയിക്കൊണ്ട് മതത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഖുറാൻ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന് സുഹൃത്താക്കി വെക്കാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയാണ് തക്കി എന്ന് പറയുന്ന ആശയം ഖുറാനകത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോ ഇതിനെ മുസ്ലിങ്ങളായിട്ട് കുറെ അങ്ങ് എക്സ്പ്ലോർ ചെയ്തു, രക്ഷപ്പെടാൻ വേണ്ടി ഇതുപോലെ നോണ. ഇപ്പൊ സുഹൃത്താക്കാം, പക്ഷേ വ്യാജമായിട്ടായിരിക്കണം. ഒറിജിനൽ സുഹൃത്താകരുത്, അവനെ കൊല്ലണ സമയത്ത് കൊല്ലണം, അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. അതായത് ഫേക്ക് ആയിട്ട് സുഹൃത്താക്കാം. അങ്ങനെ ഒരു ആശയത്തിലാണ് തക്കി എന്ന് പറയുന്ന പദം അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് അത് അവർ ബ്രോഡായിട്ട് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അവർക്ക് പെർസിക്യൂഷൻ വരുമ്പോൾ, പല ഹദീസുകളിലേക്കും വരുമ്പോൾ, നിങ്ങളെ ആരെങ്കിലും കൊല്ലാൻ പിടിച്ചാൽ അള്ളാഹുവിനെ പുള്ളിക്കാരനെ പോലെ എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ മുസ്ലിമേ അല്ല, ഞാൻ മുർദത്താണെന്നോ, ഞാൻ മുസ്ലിം അല്ലെന്ന് എന്ത് നുണയും പറഞ്ഞവർക്ക് രക്ഷപ്പെടാനുള്ള അവകാശം അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്നാണ് ഹദീസുകൾക്കകത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതായി തക്കിയെ. കുറെ കഴിഞ്ഞപ്പോ എന്തു നുണ പറഞ്ഞും മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും തക്കി ഉപയോഗിക്കുക. അതിന് ഉദാഹരണത്തിന് അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരൻ നടത്തിയ നാട്ടിലേക്ക് വിട്ട ഓഡിയോ ക്ലിപ്പ് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഇടവണയച്ചേരാം. അതിനകത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഹിജറ ചെയ്യുക, അതായത് ഒരു അവിശ്വാസികളുടെ രാജ്യം വിട്ടിട്ട് ഇസ്ലാം മതരാജ്യത്തിലേക്ക് പോകുക, അതിനൊരു പക്ഷെ നിങ്ങൾക്ക് നുണ പറയേണ്ടി വരാം. അള്ളാഹു അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നുണ പറയാൻ. അതായത് ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അമുസ്ലിങ്ങളോട് നുണ പറയാൻ, ഗവൺമെന്റിനോട് നുണ പറയാൻ, പോലീസിനോട് നുണ പറയാൻ ഇവർക്ക് മതപരമായിട്ട് അനുവദനീയമാണ്. ഇതിനെ തക്കിയ എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. തക്കിയ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഷിയ മുസ്ലിങ്ങളാണ്, സുന്നി മുസ്ലിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. കാര്യം ഷിയാണെന്ന് പറഞ്ഞാൽ പല സുന്നികളും വെട്ടിക്കൊല്ലും. അതുകൊണ്ട് ഷിയകൾ പറയും ഞങ്ങൾ സുന്നികളാണെന്നൊക്കെ പറയും. അതങ്ങനെ ഷിയ വിശ്വാസികൾ രക്ഷപ്പെടാൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് തക്കി ഉപയോഗിക്കാറുണ്ട്. പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ തക്കി നടക്കുന്നത്. അത് ശരിക്കും സുന്നികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷിയകളാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഇതാണ് തക്കിയ ബ്രദർ. താങ്ക് യു ബ്രദർ. നമ്മുടെ കൺക്ലൂഷനിലേക്ക് കിടക്കാം. താങ്കളുടെ ഒരു കൺക്ലൂഷന് മുമ്പ് ഒരു ചോദ്യം കൂടി എന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഈ ഭീകരവാദ പ്രവർത്തനത്തിന് ബന്ധപ്പെട്ട് നമ്മുടെ ഐസിസിലേക്ക് പ്രധാനമായിട്ട് ഒരു 108ഓളം ആളുകൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് പോയതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. സത്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് പോയവരുടെ കുടുംബത്തിലെങ്കിലും അറിയായിരിക്കും. ഇസ്ലാം പോലൊരു സമുദായത്തിൽ ആ മഹല്ല് കമ്മിറ്റികൾക്കെങ്കിലും അറിയാമായിരിക്കും. അതിൽ തന്നെ ഈ 108ൽ ഒരു റഫായിട്ടൊരു കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 25% മതം മാറി വന്നവരായിരുന്നു ഇരിക്കട്ടെ. എന്നിരുന്നാൽ തന്നെ നല്ലൊരു ശതമാനം മുസ്ലിമായി ജനിച്ചവരായിരിക്കും, മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ച് മതപരമായ ആചാരങ്ങളിൽ വളർന്നവര്. എന്റെ ചോദ്യം, ഒരു ഭരതനാട്യമോ മോഹിനിയാട്ടമോ പഠിച്ചതിന്റെ പേരിൽ ഞാനിത് പലരോടും ചോദിച്ചിട്ടുള്ളതാണ്. ഈ ചോദ്യം വലിയ വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്ക് വരെ ക്ലബ് ഹൗസിൽ കളമൊരുക്കിയിട്ടുണ്ട്. ഭരതനാട്യം പഠിച്ചൊരു കുട്ടിയെ മഹലിൽ നിന്ന് വിലക്കാറുണ്ട്. ശബരിമല കയറാൻ പോയ രഹന ഫാത്തിമയെ കുറിച്ച് പബ്ലിക്കായിട്ട് ഈ മതത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുണ്ട്. ഈ ഭീകരവാദ പ്രവർത്തനത്തിന് പോകുന്നവരെ വിലക്കിയതായിട്ട് ഒരു മഹല് കമ്മിറ്റിയും മഹലിൽ നിന്ന് പുറത്താക്കിയതായിട്ട് ഞാൻ ഒരു വാർത്തയും കണ്ടിട്ടില്ല. എന്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ അങ്ങനെ നടക്കാത്തതാണോ? എന്നാൽ അജ്മൽ കസബ് എന്ന് പറയുന്ന പാകിസ്ഥാനി ഭീകരവാദി ജിഹാദിക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം പള്ളിയിൽ നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തോടെ താങ്കൾ കൺക്ലൂഷനിലേക്ക് കിടന്നോളൂ. ഓക്കെ, അത് വളരെ ഈസിയാണ് ബ്രദർ. കാര്യം വെച്ചാല് അത് ഖുറാനകത്തുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. സൂറ 4-ാമത്തെ സൂറ അതിന്റെ 92-ാമത്തെ ആയത്ത്, അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വിശ്വാസിക്കും മറ്റൊരു വിശ്വാസിയെ കൊല്ലാൻ പാടില്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതല്ലാതെ. ഓക്കെ, അപ്പൊ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതല്ലാതെ. ഇനി
അതോടൊപ്പം തന്നെ കൂട്ടിവയ്ക്കേണ്ടതാണ്, രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം യുദ്ധമാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് കൂട്ടരും നരകത്തിൽ പോകും. രണ്ട് കൂട്ടരെ അവിശ്വാസികളായിട്ട് കണക്കാക്കി അള്ളാഹു നരകത്തിൽ വിടും. അതുകൊണ്ടാണ് ഇവർ പലപ്പോഴും ഈ യുദ്ധം ചെയ്യുന്ന ഫോഴ്സുകളിലെ സെക്കുലർ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ അധികം വരാത്തതിന്റെ കാരണം ഇതാണ്. അതായത് വിശ്വാസികളായ മുസ്ലിങ്ങൾ വരാത്തതിന്റെ കാരണം ഇതാണ്. ഇനി ഇതിലും രസകരമായിട്ടുള്ള കാര്യം, അത് സുനാൻ അന്നസായിൽ 4104 ഹദീസാണ്. സുനാൻ അന്നസായി 4104 ഹദീസിൽ ഇങ്ങനെയാണ് പറയുന്നത്, മെസഞ്ചർ ഓഫ് അള്ളാഹ് സെഡ്, അതായത് റസൂൽ പറഞ്ഞു, ഫൈറ്റിംഗ് എ മുസ്ലിം ഇസ് കുഫർ. ഒരു മുസ്ലിമിനോട് യുദ്ധം ചെയ്യുന്നത് അത് കുഫറാണ്, അതായത് അത് കാഫിർ ആകുന്ന പണിയാണ്, അതായത് അവൻ അവിശ്വാസിയായി തീരും. ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിം യുദ്ധം ചെയ്യാൻ ചെന്നു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ചെന്നവനെ അവിശ്വാസിയായിട്ട് കണക്കാക്കണം. അതായത് ഇന്ത്യൻ പട്ടാളക്കാരായിട്ടൊരു മുസ്ലിം ഉണ്ടെങ്കിൽ അവനൊരു പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ലിറ്ററലി അവന്റെ മതം വിശ്വസിക്കുന്നവനാണെങ്കിൽ അവനെ മഹല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണം. അതാണ് ഇസ്ലാമിക നിയമം. അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, അതാണ് അവരെ പഠിപ്പിക്കുന്ന മത നിയമം. അപ്പൊ ഫൈറ്റിംഗ് എ മുസ്ലിം ഇസ് കുഫർ ആൻഡ് ഡിഫെയിമിംഗ് ഹിം ഇസ് ഈവിൾ ഡൂയിങ്. അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ മോശമായി പറഞ്ഞാൽ അത് ഈവിൾ ഡൂയിങ് ആണ്, അതായത് ഒരു പാപമാണ്, അവരെ സംബന്ധിച്ച് ഹറാമായിട്ടുള്ള ഒരു തെറ്റാണ് എന്നാണ് പറയുന്നത്. ഇനി സുനാൻ ഇബ്നു മാജ 3940 അതിനകത്ത് പറയുന്നത്, അബു ഹുറൈറ നിവേദനം, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, വെർബലി അബ്യൂസിംഗ് എ മുസ്ലിം ഇസ് ഫുസ്ഖ് എന്ന് വെച്ചാൽ ഡിസൊബീഡിയന്റ്, അനുസരണക്കേടാണ്. ആൻഡ് ഫൈറ്റിംഗ് ഹിം ഇസ് കുഫർ. കുഫർ എന്ന് വെച്ചാൽ അള്ളാഹുവോട് നന്ദികേട് കാണിക്കുന്ന കാഫിറായിട്ട് തീരുന്ന പ്രവൃത്തിയാണ് കുഫർ. അതുകൊണ്ടാണ് അള്ളാഹു രണ്ടുപേരെ നരകത്തിൽ വിടുന്നത്. കുഫർ ആകുന്നവരെ നരകത്തിൽ, കാഫിറുകൾക്കെല്ലാം നരകമാണല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് മുസ്ലിമിനെ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു മുസ്ലിം ഒരു മുസ്ലിമിനെ, അതായത് ഇപ്പൊ അജ്മൽ കസബ് എന്ന മുസ്ലിമിനെ കേരളത്തിലെ ഒരു മുസ്ലിം അവൻ മോശക്കാരനാണ്, അവൻ മനുഷ്യരഹിത്യം ഇല്ലാത്തവനാണ് എന്ന് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടും പറഞ്ഞാൽ, അവനെ നിന്ദിച്ചാൽ അവൻ കുറ്റക്കാരനാണ് അള്ളാഹുവിന്റെ മുന്നിൽ. അതുകൊണ്ട് ഇവരാരും മിണ്ടത്തില്ല. അജ്മൽ കസബിന് മയ്യത്ത് നിസ്കാരം നടത്തല്ലാതെ ഇവരാരും മിണ്ടത്തില്ല. എന്നാൽ രഹ്ന ഫാത്തിമ ഇവർ കുറ്റം പറയാം. കാരണം രഹ്ന ഫാത്തിമ ശബരിമലയിലാ പോയെ, അന്യദേവനെ ആരാധിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കലി രഹ്ന ഫാത്തിമയെ ശിർക്ക് ചെയ്തു. അതായത് ഇസ്ലാം അല്ലാതായി മാറി, മുർദത്തായി മാറി. അവരുടെ നിയമപ്രകാരം മുർദത്തായി, അന്യദേവനെ ആരാധിച്ചാൽ അവരുടെ നിയമപ്രകാരം മുർദത്തായി. അപ്പോൾ ശിർക്ക് ചെയ്ത് മുർദത്തായിട്ട് അവൾ മുസ്ലിം അല്ല എന്ന്, രഹ്ന ഫാത്തിമ മുസ്ലിം അല്ല എന്ന് അവർക്ക് പറയാൻ സാധിക്കും. എന്നാൽ അജ്മൽ കസബ് ശിർക്ക് ചെയ്തിട്ടില്ല, മുർദത്തായിട്ടില്ല. ഒരുവൻ ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനോട് യാതൊന്നും പങ്കു ചേർക്കാതെ അവൻ വ്യഭിചാരം ചെയ്താലും മോഷ്ടിച്ചാലും വരെ സ്വർഗത്ത് പോകുന്നതാണ് മുഹമ്മദ് പഠിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് അജ്മൽ കസബ് ശിർക്ക് ചെയ്യാത്തത്ര സമയം അജ്മൽ കസബിനെ ഒരിക്കലും ഇവർക്ക് ഒരു ഡിഫെയിം ചെയ്യാൻ, ഇവർക്ക് നിന്ദിക്കാനോ തള്ളിപ്പറയാനോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പിന്നെ പല ചാനൽ ചർച്ചയിലൊക്കെ പെട്ടുപോയിട്ട് തക്കി പറയാം രക്ഷപ്പെടാൻ വേണ്ടി, അങ്ങനെ വ്യാജമായിട്ട് പറയാം. അല്ലാതെ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്തെ കൈ വെച്ചൊരു മഹല്ല് കമ്മിറ്റിക്ക് നിങ്ങൾ മോശക്കാരാണ് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അജ്മൽ കസബിനെയും ഈ പറയുന്ന ഭീകരവാദികളെയെല്ലാം രക്തസാക്ഷികളായിട്ട് കൊണ്ടാടുന്നത്. അല്ലാതെ ഇവരെയൊക്കെ ടെററിസ്റ്റുകൾ എന്ന് പറഞ്ഞ് അപമാനിക്കാനോ നിന്ദിക്കാനോ കേരളത്തിലെ മുസ്ലിങ്ങൾ തയ്യാറാവാത്തതിനാണ് ഖുറാനും ഹദീസുകളുമാണ്. ഓക്കെ, താങ്ക് യു ബ്രദർ. ബ്രദർ നേരത്തെ ചോദിച്ച ജയഗോപാൽ എന്ന് പറഞ്ഞ ആൾ ഒരു ബാക്ക് ചാനൽ മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരുന്നു. കാരണം ഖുറാനിലെ സൂറകളെല്ലാം തന്നെ ബിസ്മില്ല വെച്ചാണ് തുടങ്ങുന്നത്, സൂറത്തുൽ തൗബ ഒഴികെ. അതിന്റെ കാരണം എന്തെങ്കിലും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിച്ചാൽ നന്നായി. ബ്രദറെ, സൂറത്ത് തൗബ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു സ്വേർഡിന്റെ, വാളിന്റെ സൂറ എന്നാണ് അത് പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. സൂറത്ത് തൗബ, സൂറത്ത് അൻഫലൊക്കെ എല്ലാം യുദ്ധവുമായി ബന്ധപ്പെട്ട്, അതായത് യുദ്ധത്തെക്കുറിച്ച് പറയുന്ന, അന്യമതസ്ഥരെ കൊന്നു നശിപ്പിക്കാൻ പറയുന്ന തരത്തിലുള്ള ആയത്തുകളാണ് അത്തരം സൂറകളുള്ളത്. ഈ ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള പലതരം പഠനങ്ങളുണ്ട്. ഈ പലതരം പഠനങ്ങളിൽ മുസ്ലിങ്ങൾ പോലും പലരും ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. കാര്യം ഈ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ദേവൻ ഈ അന്ന് അറേബ്യയിലുണ്ടായിരുന്നു. മുഹമ്മദ് ആദ്യത്തെ സൂറകളിലൊക്കെ റഹ്മാനെയാണ് മുഹമ്മദ് ദൈവമായിട്ട് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അവസാനം പിന്നെ റഹീം എന്ന് പറയുന്ന ഈ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ഖുറൈശി ദേവൻ പണ്ടുണ്ടായിരുന്നു. ഈ റഹ്മാനെയും റഹീമിനെയും അള്ളാഹിനെയും എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്താണ് ഈ ബിസ്മില്ലാഹി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഉള്ളത്. ബിസ്മില്ലാഹി റഹ്മാനു റഹീം. എന്നിട്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ വിവിധ നാമങ്ങളാണെന്ന് പിൽക്കാലത്ത് പറഞ്ഞ് ന്യായീകരിക്കുക. പക്ഷെ ഈ അറഹ്മാനും റഹീമും ഒക്കെ, അള്ളാഹുവും റഹ്മാനും റഹീമും ഒക്കെ അന്നുണ്ടായിരുന്ന ഓരോ ദേവന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ സൂറ സാദ് 38-ാമത്തെ സൂറ 5-ാമത്തെ ആയത്തില് ഈ ഖുറൈശികൾ വന്നിട്ട് ചോദിക്കുന്നു, നീ ഞങ്ങളുടെ ദേവന്മാരെ എല്ലാം ചേർത്ത് നീ ഒരു പുതിയ ദേവനെ ഉണ്ടാക്കുകയാണ്, ഒരു ഏകദൈവത്തെ നീ ഞങ്ങളുടെ ദേവന്മാരെ ചേർത്തുണ്ടാക്കുകയാണോ, അതായത് ഞങ്ങളുടെ പല ദേവന്മാരെ കൂട്ടിച്ചേർത്ത് നീ ഒരു ദേവനെ ഉണ്ടാക്കുകയാണോ എന്ന് സൂറ സാദ് 38-ാമത്തെ സൂറ 5-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നത്.
ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഡെവലപ്പ് ചെയ്ത് വന്ന ദേവസങ്കല്പമാണ് മുഹമ്മദിനുള്ള. ആദ്യം റഹ്മാനെ പിടിച്ചു, പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ റഹീം, പിന്നെ അള്ളാനെ പിടിച്ചു, പിന്നെ അള്ളാഹ് റഹീമും റഹ്മാൻ എല്ലാം അള്ളായാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പല ദൈവങ്ങളെല്ലാം ചേർത്ത് ഈ അള്ളാഹു എന്ന് പറയുന്ന ഖുറൈശി ദേവന് മറ്റ് ദൈവങ്ങളുടെ എലമെന്റുകളെല്ലാം ചേർത്ത് ഒരു പുതിയ ദേവനെ, ഏകദൈവത്തെ ഉണ്ടാക്കുകയാണ്. അതിനെക്കുറിച്ച് ഈ സൂറ സാദി പറഞ്ഞ അജാല അൽ ആലിഹത്ത ഇലാഹൻ വാഹിദൻ എന്ന അൽ ആലിഹത്ത അൽ ഇലാഹുകളെ എല്ലാം ചേർത്തിട്ട് നീ ഒരു ഇലാഹൻ വാഹിദിനെ, ഏകദൈവത്തെ നീ ഉണ്ടാക്കുകയാണോ? ഇത് ഞങ്ങളുടെ പഴയ മതത്തിലൊന്നും കേട്ടുകേൾവി ഇല്ലാത്തതാണ്. അത് പല ദൈവങ്ങളെ ചേർത്ത് പുള്ളി ഒരു അവിയലും സാമ്പാറും ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കിയതാണെന്നാണ് അന്നത്തെ ആളുകൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെ ഡെവലപ്പായി വന്നതുകൊണ്ട് ഈ സൂറത്ത് തൗബയെ കുറിച്ച് പറയുവാണെങ്കിൽ, ഈ സൂറത്ത് തൗബയുടെ ഈ ആദ്യ ഭാഗത്ത് വരാത്തതിനെ കുറിച്ച് ഇസ്ലാമിക ലോകത്തിന്റെ ഇഷ്ടം പോലെ പഠനങ്ങളുണ്ട്. പലരും പലതാ പറഞ്ഞത്. ചിലർ പറയുന്നത് ചിലത് ആദ്യത്തെ ആയത്തോലും വിട്ടുപോയിട്ടുണ്ടാകാം. മറ്റേലർ പറയുന്നത് ഇത് വാളിന്റെ സൂറയായതുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങാത്താണ്. ഇങ്ങനെ ഒട്ടനവധി പഠനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് അവർക്ക് പോലും തെളിവില്ലാത്ത കാര്യമാണ്. പിന്നെ ഖുറാനിൽ ഇഷ്ടംപോലെ സൂറകൾ മിസ്സായി പോയിട്ടുണ്ടെന്നും ഇഷ്ടംപോലെ ആയത്തുകൾ മിസ്സായി പോയിട്ടുണ്ടെന്നും ഈ ഹദീസുകൾക്കകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. കാര്യം ഉമർ പറയുന്ന ഒരു കാര്യമുണ്ട്, വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലുവാനും വലിയ പുരുഷന് 10 പ്രാവശ്യം മുല കൊടുക്കാനുള്ള ആയത്ത് ഇറങ്ങിയിരുന്ന മുഹമ്മദിന് കിട്ടിയ ഖുറാനകത്തുണ്ടായിരുന്നു. ഞങ്ങളത് വായിക്കുകയും അതനുസരിച്ച് വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഉമർ പറയുന്ന. ഇനി കാലക്രമേണ ഇതൊക്കെ ആളുകൾ മറന്നു പോകാനുള്ള സാധ്യത പോലും ഉണ്ടെന്ന് ഉമർ പറയുന്ന ഹദീസ് വരെയുണ്ട്. ഇന്നത്തെ ഖുറാനകത്ത് ഈ ആയത്തുകളൊന്നും ഇല്ല. അപ്പൊ പല ആയത്തുകളും മിസ്സായി പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ബിസ്മില്ലാഹി തുടങ്ങിയ ആദ്യത്തെ ആയത്ത് മിസ്സായി പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ മുഹമ്മദ് യുദ്ധത്തിന്റെ സമയത്ത് മുഹമ്മദ് അപ്പം ഉണ്ടാക്കുന്നതാണല്ലോ, പുള്ളിക്കാരൻ പുള്ളിയുടെ ആവശ്യത്തിനങ്ങ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങ് ഉണ്ടാക്കി വന്നപ്പോൾ ഈ ട്രഡീഷൻ പുള്ളി വിട്ടുപോയതാവാം. ഇങ്ങനെ ഏത് രീതിയിലും ഈ ബിസ്മില്ലാഹിയിലല്ലാതെ തുടങ്ങിയതിന്റെ റീസൺ ആവാം. പല റീസൺസ് അവർ പറയുന്നുണ്ട്. അത് പല ആളുകളും പലതാ പറയുന്നുണ്ട്. നമുക്കൊരു കാര്യം ഇതിൽ ഇന്നതാണ് എന്ന് ഇസ്ലാമിക പഠനങ്ങളുടെ അടിസ്ഥാനമൊക്കെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. താങ്ക് യു ബ്രദർ. ബ്രദർ, നമ്മളുടെ ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് 5 മണിക്കൂറോളമായി. ഒരു കൺക്ലൂഷനിലേക്ക് പോകാം. താങ്കൾ തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് പോവുക. അതിനു മുമ്പ് എല്ലാവരോടും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പത്രികയുടെ ക്ലബ് ഹൗസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ചർച്ചകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സുഗമമായി കിട്ടും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ ലൈവ് സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദറിന്റെ FB പേജിൽ, സെബാസ്റ്റ്യൻ പുന്നക്കൽ പേജ് എന്ന് പറയുന്ന FB പേജിൽ ലൈവായിട്ട് പോകുന്നുണ്ട്. ബ്രദർ, ഈ വിഷയത്തിന്റെ ഒരു കൺക്ലൂഷൻ താങ്കൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ജെൻസി കൺക്ലൂഡ് ചെയ്ത് റൂം എൻഡ് ചെയ്യും. താങ്ക് യു ബ്രദർ. ഇവിടെ ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറയുമ്പോൾ നമ്മളിന്ന് ഒരു ബ്രോഡ് വിഷയമാണ്. നമ്മളിപ്പോ സംഖ്യ നാർക്കോ ജിഹാദ് എന്ന് പറഞ്ഞാൽ ജിഹാദിന്റെ പല ഭാവഭേദങ്ങളും ഇസ്ലാമിനെ കുറിച്ചുള്ള പല ചോദ്യങ്ങളും, അങ്ങനെ ഒരു മന്ത്രവാദം വരെ, അറബിക് മന്ത്രവാദം വരെ വന്നൊരു ബ്രോഡ് സെഷൻ ആയിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയ മുസ്ലിം സുഹൃത്തുക്കളോടൊന്നേ പറയാനുള്ളൂ, നിങ്ങളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇപ്പോൾ ഒരാൾക്ക് മാനസിക രോഗിയായിട്ട് ഒരാളുടെ ചികിത്സ എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹം മനസ്സിലാക്കുക, അഥവാ ഇൻസൈറ്റ് എന്ന് പറയും, അവബോധം എന്ന് പറയും. ആ ഒരു ഇൻസൈറ്റ് ആണ് ഒരു രോഗത്തിന്റെ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുപോലെ ഈ മുസ്ലിങ്ങളെല്ലാം മാനസിക രോഗികളാണെന്നല്ല പറഞ്ഞത്. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാനസിക രോഗം. അതിൽ പോലും ചികിത്സയിലെ ഏറ്റവും പ്രധാന ഭാഗം ഇൻസൈറ്റ് ആണ്. ഒരുവന് സ്വയം മനസ്സിലായി ഞാൻ രോഗിയാണ്, എനിക്കൊരു രോഗമുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ടെന്നൊരു സ്വയം മനസ്സിലായാൽ പിന്നെ ചികിത്സ വളരെ എളുപ്പമാണ് എന്നാണ് സൈക്യാട്രിയിൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റ് ഞാൻ കടമെടുത്തു കഴിഞ്ഞാൽ പറയാം, നിങ്ങളുടെ മതഗ്രന്ഥത്തിനകത്തും നിങ്ങളുടെ ഹദീസുകൾക്കകത്തും നിങ്ങളുടെ മുഹമ്മദ് പഠിപ്പിച്ച ആശയങ്ങൾക്കകത്തും ഇത്തരത്തിൽ മാനവികമല്ലാത്ത, അതായത് 21ാം നൂറ്റാണ്ടിന് ചേരാത്ത, ഇന്നത്തെ സാമൂഹിക സാഹോദര്യ അന്തരീക്ഷത്തിന് വിഘാതമാകുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. നിങ്ങളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കാര്യം നിങ്ങൾ പണ്ഡിതന്മാരെ മറച്ചു വെച്ചാലും ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഈ ഭീകരന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ നുഴഞ്ഞു കയറിയ കാലമാണ്. നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും നാട്ടുകാർ അത് വന്ന് പഠിപ്പിക്കുവരെ. അതുകൊണ്ട് ഈ ജനങ്ങളെ ഇത്തരത്തിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതിന് പകരം ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മതത്തിലുണ്ട്. അതൊക്കെ അന്നത്തെ കാലത്തേക്കൊക്കെ ഉള്ളതാണ്. അത് ഇന്നൊന്നും പ്രാവർത്തികമല്ല. മുഹമ്മദും അള്ളാഹും പറഞ്ഞു എന്ന് വെച്ച് ഇതൊക്കെ ഇന്ന് നടക്കുന്ന കാര്യമല്ല. അത് കാലം നിങ്ങൾ പരിഷ്കരിക്കണം എന്ന രീതിയിൽ തന്നെ അതിനെ നിങ്ങൾ മൈൻഡ് ചെയ്ത്, ഇങ്ങനെ നമ്മുടെ പുസ്തകത്തിനകത്തുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ അതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ, സോൾട്ടായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ നിങ്ങൾ നോക്കുക. അതല്ലെങ്കിൽ അത്തരം ഭാഗങ്ങൾ നിങ്ങൾ ആധികാരികമായിട്ട് പണ്ഡിതന്മാരെല്ലാം കൂടി നീക്കം ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു അവബോധം ഉണ്ടാക്കുക, നമ്മുടെ ഗ്രന്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ അനുവർത്തിക്കാനുള്ളതല്ല, അതൊക്കെ അന്നത്തെ കാലത്തെ കാരണ്ടൊക്കെ പറഞ്ഞ് അത്രയും കൂട്ടിയാൽ മതി എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു. അല്ലാതെ ഖുറാനും ശരീഅത്തും അള്ളാഹ് പറഞ്ഞാണെന്ന് 100% അനുസരിക്കണം എന്നൊക്കെ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കുകയും ഏതെങ്കിലും ഭീകരം വന്നിട്ട് ഖുറാന്റെ ഈ ആയത്തുകളൊക്കെ എടുത്ത് കാണിക്കുകയും ഈ ഹദീസുകളൊക്കെ എടുത്ത് കാണിക്കുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞ എന്താ, ഖുറാനും ഹദീസുകളും പൂർണ്ണമായിട്ട് അനുസരിക്കണം. അപ്പൊ ഈ ഭീകരായത്ത് കാണുമ്പോൾ അവരതിന്റെ പുറകെ പോകും, അവർ ഭീകരപ്രവർത്തകരാകും. നിങ്ങൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം
പ്രശ്നമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രശ്നം ബൈബിളോ ഗീതയോ ഒന്നുമല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ഖുറാനും ഹദീസുകളാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം. അത് മനസ്സിലാക്കി അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് ശരിയാവണ്ണം നിങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ചാൽ ഈ ഭീകരന്മാർ വന്ന് നിങ്ങളെ റാഡിക്കലൈസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സ്വയം രോഗമുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയ കേരളത്തിൽ മതസൗഹാർദ്ദം വരും. അതല്ല നിങ്ങൾ വീണ്ടും ഈ ഭീകരന്മാർക്ക് വളം വെച്ച് കൊടുക്കാനാണെങ്കിൽ കേരളം ഒരു പുകയുന്ന അഗ്നിപർവ്വതമാണ് എന്ന ബോധത്തിൽ മാത്രം ഇനി വളം വെക്കുക. ഒരു വെടിമരുന്ന് ശാലയാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ തന്നെ തീപ്പെട്ടി വരച്ച് അതിനകത്ത് ഇടരുത് എന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ ബ്രദർ, താങ്ക് യു. താങ്ക് യു സെബാസ്റ്റ്യൻ ബ്രദർ. ജെൻസി ഒരു കൺക്ലൂഷൻ ചെയ്തിട്ട് റൂം എൻഡ് ചെയ്യാം നമുക്ക്. ഒരു സെക്കൻഡ്. എല്ലാവർക്കും നന്ദി. എന്നെ ഇവിടെ ക്ഷണിച്ച ജെൻസി സിസ്റ്റർക്കും അതുപോലെ തന്നെ റൂമിന്റെ മോഡറേറ്റേഴ്സ്, അഡ്മിൻസ് എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി സെബാസ്റ്റ്യൻ ബ്രദർ. ശുഭരാത്രി താങ്കൾക്ക്. ഓക്കെ, ജെൻസി കൺക്ലൂഡ് ചെയ്തു. പത്രിക ഇന്ന് നടത്തിയ സംഘി ക്രിസംഘി നാർക്കോ ജിഹാദ് എന്ന വിഷയത്തിൽ ആദ്യമേ തന്നെ പറയട്ടെ, സംഘികളും ക്രിസംഘികളും ചേർന്ന് ഒരു വർഗീയത ഇവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ചർച്ച പോകുന്നതെന്ന് നാളെ വ്യാഖ്യാനിക്കരുത്. കാരണം ഒരു മുന്നറിയിപ്പ് നൽകിയ പിതാവിനോട് ഐക്യദാർഢ്യവും അതോടൊപ്പം തന്നെ അതിലെ സത്യങ്ങളുമാണ് ഞങ്ങളിവിടെ വെളിവാക്കാൻ ശ്രമിച്ചത്. 2000 എല്ലാവർക്കും അറിയാവുന്ന 2001 നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ താർന്ന ജിഹാദികൾ മൂലമാണെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം ഈ 21 നമുക്ക് പാലായില് അന്ന് നമ്മൾ കേരളത്തിലൊക്കെ ഇരുന്ന് ഒരു ഇന്ത്യക്കാരി, അതായത് മലയാളി ഉൾപ്പെടെ കൊല്ലപ്പെട്ട വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ നമ്മൾ ആ ജിഹാദികളുടെ ആക്രമണം നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു ടെലിവിഷനിലൂടെ നമ്മൾ കണ്ടു. 20 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ജിഹാദികൾക്കെതിരെ ഒരു പ്രകടനം നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ സമൂഹവും നാടും മാറി. അപ്പം അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഞങ്ങൾ നൽകുന്നത് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇന്നത്തെ വിഷയത്തിൽ നമ്മളോട് വ്യക്തമായി കാര്യങ്ങൾ സംസാരിച്ച സെബാസ്റ്റ്യൻ പുന്നിക്കൽ ബ്രദറിന് എൻ്റെ പേരിലും മോഡറേറ്റേഴ്സിന്റെ പേരിലും പത്രികയുടെ പേരിലും നന്ദി പറയുകയാണ്. ഒപ്പം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന TG മോഹൻ സാർ, അദ്ദേഹം കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അദ്ദേഹം കൃത്യമായി നമ്മളോട് എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും എൻ്റെ പേരിലും മോഡറേറ്റേഴ്സിന്റെ പേരിലും പത്രികയുടെ പേരിലും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇത് കേട്ടിരുന്ന ഫേസ്ബുക്കിലും ഇപ്പോൾ ക്ലബ് ഹൗസിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും ഞങ്ങളുടെ പത്രികയുടെ പേരിലും മോഡറേറ്റേഴ്സിന്റെ പേരിലും നന്ദി പറയുകയാണ്.